ഇനി പറയാൻ പോകുന്ന കഥ നമ്മളിൽ കുറച്ച് പേരെങ്കിലും സ്കൂൾ കോളേജ് ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ. അഷർ കുടുംബത്തിന്റെ പതനം. പെട്ടെന്ന് ഒരു ടൈം പീരീഡിൽ അഷർ കുടുംബത്തിലെ കുറേ ആളുകൾ മരണപ്പെടുവാണ്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുവാണ്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്? ആരാണ് അവരെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഇത് തടഞ്ഞു നിർത്താൻ പറ്റുമോ? എന്താണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള കാരണങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അവതരിപ്പിച്ച ഒരു അടിപൊളി കഥയാണിത്. ഈ സ്റ്റോറി കോളേജ് ടൈമിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതെങ്ങനെ കൊണ്ട് കുഴച്ച് മറിച്ച് ഒരുമാതിരി പരുവാക്കുക എന്നുള്ള കാര്യം. ലാസ്റ്റ് എല്ലാത്തിൻ്റെയും റീസൺ അറിയുന്നത് വരെ നമ്മളൊരു പ്രത്യേക കണ്ടീഷനിലായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടും. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ കുറേ തിയറീസ് കൊണ്ടുവരും. ബട്ട് അതൊന്നും ആയിരിക്കത്തില്ല. നേരെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. വർഷം 1979 ഡിസംബർ 31 1980 വരവേൽക്കാൻ ആളുകൾ തയ്യാറാവുന്നു. എല്ലായിടത്തും ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ. ഏതോ ഒരു നഗരത്തിൽ ഏതോ ഒരു പബ്ബിൽ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ദെൻ ഒരു മതില്, അതേപോലെ ഒരു കാക്ക, പിന്നെ ഈ പുള്ളിക്കാരി. ഇത്തരം കാര്യങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് ഫോർഷാഡോ ചെയ്ത് നേരെ നമ്മൾ പ്രസന്റിലേക്ക് വരികയാണ്. ഒരു പള്ളി. ഈ പള്ളിയിൽ അഷർ കുടുംബത്തിലെ 3 അംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ ചടങ്ങിന് വന്നിട്ടുള്ളൂ. അതും വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രം. വെറും 4-5 ആളുകൾ മാത്രം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന ആ 3 പേരുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. ഇദ്ദേഹമാണ് അഷർ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, കുടുംബനാഥൻ റോഡ്രിക് അഷർ. തൊട്ടുപുറകിലിരിക്കുന്നത് റോഡ്രിക്കിന്റെ കൊച്ചുമകളാണ്. അവളുടെ അച്ഛനെയും അമ്മയൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് ചിലപ്പോൾ പരിചയപ്പെടാം. തൽക്കാലം ഇപ്പോൾ അവളുടെ പേര് ഓർത്തു വെച്ചോ, ലെനോർ അഷർ. ഇത് മാഡലൈൻ അഷർ. നമ്മൾ നേരത്തെ കണ്ട റോഡ്രിക് അഷറിന്റെ സിസ്റ്ററാണ്, സഹോദരി. പുറകിലിരിക്കുന്നത് ജൂണോ അഷർ, നമ്മുടെ റോഡ്രിക്കിന്റെ വൈഫാണ്. എത്രാമത്തെ വൈഫ് എന്നൊക്കെ വഴിയേ നമുക്ക് പരിചയപ്പെടാം. ഇങ്ങൾക്ക് കുറേ ഭാര്യമാരുണ്ട്. റോഡ്രിക് ഒരു പ്ലേ ബോയ് ആയിരുന്നു. അങ്ങനെ ലൈഫിൽ ആഗ്രഹിച്ച എല്ലാ കാര്യവും നടന്നിട്ടുണ്ട്. അടിച്ചു പൊളിച്ച് അറുമാതിച്ചുള്ളൊരു ജീവിതമായിരുന്നു. ബട്ട് ഇപ്പൊ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം അങ്ങ് ഇല്ലാണ്ടായി പോയിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ആൻഡ് ഇദ്ദേഹമാണ് നമ്മുടെ റോഡ്രിക്കിന്റെയും ഈ കുടുംബത്തിന്റെ മുഴുവനും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇവരുടെ ഫാമിലി വക്കീൽ ആർത്തർ പിം. ഈ സിറ്റിയിലെ എന്നല്ല, ഒരുപക്ഷെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വക്കീലന്മാരിൽ ഒരാളാണ് ഇങ്ങേര്. കുടുംബത്തിന്റെ സൈഡിൽ നിന്ന് ആകെ ഈ 5 പേര് മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. സംസ്കാര ചടങ്ങുകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമ്മുടെ റോഡ്രിക്ക് പതിയെ തിരിഞ്ഞ് പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കും. ഇദ്ദേഹം കണ്ടില്ലേ ഒരു വിചിത്ര രൂപം അവിടെ നിൽക്കുന്നത്? ഇദ്ദേഹം തിരിഞ്ഞു നോക്കുന്നത് കണ്ട് കൊച്ചുമകളും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് അവിടെ യാതൊരു രൂപത്തെയും കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ റോഡ്രിക്കിനുണ്ടാവുന്ന ഇല്യൂഷൻസ് ആയിരിക്കാം, അദ്ദേഹത്തിന്റെ മനസ്സിലെ പേടികൾ കാരണമുള്ള തോന്നലുകളായിരിക്കാം, ഹാലൂസിനേഷൻസ് ആവാം. എന്താ ഗ്രാൻഡ്പാ, എന്തുപറ്റി എന്ന് ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ചോദിച്ചപ്പോൾ അവൾ ഇവിടെയുണ്ട്, അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് റോഡ്രിക്ക് പറയും. ആര്, ഏതവളെ പറ്റിയാണ് ഇദ്ദേഹം ഈ പറയുന്നത്? എന്തോ ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്കും ഇദ്ദേഹം ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ പള്ളിക്ക് പുറത്ത് ഒരുപാട് മീഡിയക്കാർ വന്ന് നിൽപ്പുണ്ട്. റോഡ്രിക്കും മാഡലീനും ഒക്കെ പുറത്തിറങ്ങി വരുമ്പോൾ തുടർച്ചയായിട്ട് അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കാരണം അഷർ കുടുംബത്തിലെ 6 അംഗങ്ങളാണ് അടുത്തിടെ കൊല്ലപ്പെട്ടത്. ദുരൂഹ സാഹചര്യത്തിൽ അഷർ കുടുംബത്തിന്റെ ഭാവി തലമുറ തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. റോഡ്രിക്കിന് പല സ്ത്രീകളിലുണ്ടായ അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളൊക്കെ റൺ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ കട്ടിയാൽ അടുത്ത സീനിൽ അസിസ്റ്റന്റ് US അറ്റോർണിയായ അഗസ്റ്റി ഡൂപ്പിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അഗസ്റ്റിക്ക് അഷർ കുടുംബവുമായി എന്തോ ബന്ധമുണ്ട്. അഷർ കുടുംബത്തിൽ റീസെന്റ് നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഇദ്ദേഹം കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അഷർ കുടുംബത്തിൽ റീസെന്റ് നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ കൃത്യമായി ട്രാക്ക് ചെയ്ത് റോഡ്രിക്കിന്റെ മക്കളൊക്കെ കൊല്ലപ്പെട്ടത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഇദ്ദേഹം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങോട്ട് കയറി വന്ന്, ഡൂപ്പിൻ, അയാൾ തന്നെ ഡൂപ്പിൻ, ഇത്തവണ ഒരു ഇടനിലക്കാരനുമില്ല, അയാൾക്ക് നേരിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് അഡ്രസ് അയച്ചിട്ടുണ്ട്. കുറച്ച് വിയേർഡായിട്ടുള്ള അഡ്രസ്സാണ്, ബട്ട് സ്റ്റിൽ ഇതൊരു ജെന്യുവൻ കോളാണ്. നിങ്ങളോട് ഒറ്റയ്ക്ക് അയാൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇവനോട് ഉദ്ദേശിക്കുന്ന അയാൾ നമ്മുടെ റോഡ്രിക്കാണ്. നമ്മുടെ റോഡ്രിക്കിന് ഈ ഡൂപ്പിനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടത്രേ. ഓക്കെ റൈറ്റ്, നമ്മുടെ ഡൂപ്പിനും റോഡ്രിക്ക് അയച്ചു കൊടുത്ത അഡ്രസ്സിലേക്ക് ചെല്ലുന്നു. റോഡ്രിക്ക് അയച്ചു കൊടുത്ത അഡ്രസ്സ് ഒരുമാതിരി ഇടിഞ്ഞു പൊളിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുന്ന ഒരു വീടിൻ്റെതാണ്. ആകെ മൊത്തം നശിച്ച് അങ്ങ് അറ്റം പറ്റിയ ഒരു ടൗണിലുള്ള ഒരു വീടിന്റെ. ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഈ സമയത്ത്, എന്തിനാണ് റോഡ്രിക്ക് ഡൂപ്പിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ള സംശയത്തോട് തന്നെ ഡൂപ്പിനകത്തേക്ക് കയറി ചെന്നു. നീ വന്നോ, ബാ ഒരെണ്ണം പിടിപ്പിക്കുന്നോ? കോക്നാക് ഗ്രാൻഡേ ഷാമ്പയിനാണ്, 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇതിന്റെ ഒരു 30 ml വാങ്ങാൻ നിന്റെ 1 വർഷത്തെ മൊത്തം സാലറിയും കൊടുത്താൽ പറ്റത്തില്ല. ഡൂപ്പിനത് വാങ്ങുന്നില്ല. ഇമാതിരി കാര്യങ്ങളിലൊന്നും പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ല. എന്തിനാ ഇപ്പോൾ വരാൻ പറഞ്ഞേ? എന്താ കാര്യം? എന്താ? റോഡ്രിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവാണത്രേ. അങ്ങേര് കൺഫ്യൂസ് ചെയ്യാൻ പോവാണത്രേ. ഓ, നല്ല തീരുമാനം. ഡൂപ്പിനും എന്താണ് ഇങ്ങർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറായി. ഇപ്പൊ ഡൂപ്പിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഈ സ്ഥലമാണ് നമ്മുടെ റോഡ്രിക്കിന്റെ വീട്. ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ജീവിച്ചിരുന്ന വീട്. കഥ നേരെ 1953 പോകുന്നത്. നേരത്തെ 1979 അവസാന ദിവസം, അതായത് 1980 ന്യൂ ഇയർ ആ ഒരു ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊരു സൂചന നമുക്ക് തന്നിരുന്നു. എന്നാൽ ശരിക്കും തുടക്കം അവിടെ നിന്നൊന്നുമല്ല. തുടക്കം 1953 നിന്ന് ഇയോട് പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് ഇവരുടെ അമ്മ ജോലി ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് 3 ആളുള്ള ഇങ്ങനെ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള പണം ഈ ജോലിയിൽ നിന്ന് കിട്ടുമായിരുന്നു. നമ്മുടെ റോഡ്രിക്കിന്റെ മാഡലിന്റെയും അമ്മ കുട്ടികളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് നിയമങ്ങൾ വെക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. എന്നാൽ പുള്ളിക്കാരി ഒരു നിയമം വെച്ചിരുന്നു, കർശനമായിട്ടൊരു നിയമം വെച്ചിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CEO
CEO ഉണ്ടല്ലോ വില്യം, ലിറ്ററലി അങ്ങനെ തന്നെയാണ് കമ്പനി മുതലാളി എന്ന് പറയാൻ, കൂടുതൽ ഷെയറും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീടിനടുത്തേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. നഗരത്തിലെ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ പണക്കാരനൊക്കെ അങ്ങേരാണ്. സ്വാഭാവികമായിട്ടും അമ്മ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണറിന്റെ വീടെന്ന് കാണണമെന്ന് പിള്ളേർക്ക് ആഗ്രഹം തോന്നും. നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ അങ്ങേര്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞത് കേൾക്കാതെ കുട്ടികൾ അങ്ങേരുടെ വീടിന്റെ അവിടെ ചെന്നു. പ്രത്യേകിച്ച് മാഡലിന്റെ വാശി കാരണം നമ്മുടെ പയ്യൻ റോഡ്രിക്ക് എന്ത് ചെയ്തു, അങ്ങേരുടെ വീടിന്റെ മതിൽ ചാടി. പാവം പയ്യൻ ആദ്യ ചാട്ടത്തിൽ തന്നെ കാല് മുറിഞ്ഞു. ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ മതിലൊക്കെ ചാടി കാല് മുറിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടും വില്യം ആവട്ടെ കാലിൽ മുറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മരുന്ന് വെക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും തന്നെ തയ്യാറാവാതെ പിള്ളേരുടെ അമ്മയെ വിളിച്ചു വരുത്തി. നിന്റെ ഈ അനുസരണയില്ലാത്ത പിള്ളേരെ വിളിച്ചോണ്ട് പോക്കണം, മേലാൽ ഇവറ്റോളം എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വാൻ ചെയ്ത് പറഞ്ഞു വിട്ടു. ഇയാളിവിടെ ഇത്ര കണ്ടെങ്കിൽ മനുഷ്യത്വമില്ലാതെ പെരുമാറേണ്ട ആവശ്യം എന്താണ്? കാരണമുണ്ട്. ബിക്കോസ് ഈ കുട്ടികൾ ഇയാളുടെ കുട്ടികളാണ്. അതേന്നെ, നമ്മുടെ റോഡ്രിക്കിന്റെയും മാഡലിന്റെയും അച്ഛൻ ഇങ്ങേരാണ്. ഈ രഹസ്യം ഒരിക്കലും കുട്ടികളോ വില്യമിന്റെ ശരിക്കുള്ള ഭാര്യയോ നാട്ടുകാരോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളുടെ അമ്മ ഇങ്ങനെ ഒരു നിയമം വെച്ചത്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തേക്ക് പോകരുതെന്ന്. അങ്ങനെയൊക്കെ അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നു. 1962 ആയപ്പോഴേക്കും ഇവരുടെ അമ്മയ്ക്ക് എന്തോ ഒരു രോഗം വന്ന് പുള്ളിക്കാരി കിടപ്പിലായി. വല്ലാത്തൊരവസ്ഥയിലായി. പുള്ളിക്കാരിയുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും ചില സമയം വേദന സഹിക്കാൻ പറ്റാതെ അലറി വിളിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറിനെ കാണാൻ പുള്ളിക്കാരി തയ്യാറാവുന്നില്ല. കാരണം പുള്ളിക്കാരി ഒരു കടുത്ത വിശ്വാസിയാണ്. തന്റെ ദൈവം ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങി വന്ന് തന്റെ ഈ ദുരിതങ്ങളെല്ലാം മാറ്റുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ കാലം മുന്നോട്ട് പോയി. ഈ പിള്ളേരെ കൊണ്ടുപോലും ഡോക്ടറെ വിളിക്കാൻ സമ്മതിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് കൺസൾട്ട് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അമ്മയുടെ അവസ്ഥയൊക്കെ കണ്ട് കുട്ടികൾ രണ്ടും കൽപ്പിച്ച് കമ്പനി സിഇയോട് സഹായം ചോദിക്കാനായിട്ട് അങ്ങേരുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. പിള്ളേരുടെ അച്ഛൻ അതാണ്. പിള്ളേർക്ക് അത് അറിയില്ലെങ്കിലും പിള്ളേർ അവിടെ ചെന്ന് സഹായം ചോദിച്ചു. എന്നാൽ അയാൾ സഹായിക്കാൻ തയ്യാറായില്ല. ഒരു തരത്തിലും അങ്ങേര് സഹായിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. റോഡ്രിക്കിന്റെയും മാഡലിന്റെയും അവസാന പ്രതീക്ഷ അങ്ങേരായിരുന്നു. അയാൾ ഇവിടെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞതോടെ ഇനിയിപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ അമ്മയുടെ ശ്വാസം നിലയ്ക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ചലനവുമില്ല. അമ്മ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും റോഡ്രിക്കും മാഡലിനും കൂടെ വീട്ടിലെ കുറെ പലകളൊക്കെ എടുത്ത് അത് ശവപ്പെട്ടിയുടെ രൂപത്തിൽ അടിച്ച് റെഡിയാക്കി അമ്മയുടെ ശവശരീരം എടുത്ത് അതിനകത്തിട്ട് അത് മൂടി അങ്ങനെ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടു. അന്ന് രാത്രി വലിയ തരത്തിലുള്ള മഴയും ഇടിമിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. രാത്രി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ റോഡ്രിക്ക് പതിയെ എഴുന്നേറ്റ് ജനാല വഴി പുറത്ത് നോക്കിയപ്പോഴാവട്ടെ ഇവർ കുഴിച്ചിട്ട് ഇവരുടെ അമ്മയുടെ ശവശരീരം ഉണ്ടല്ലോ അതിപ്പോൾ കാണാനില്ല. ആ ശവപ്പെട്ടി നോക്കുമ്പോൾ അതെല്ലാം പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ ഇട്ടേക്കുന്നു. പിള്ളേരാകെ അങ്ങ് പേടിച്ചു പോയി. മണ്ണിനടിയിൽ കുഴിച്ചിട്ടൊരു ശവപ്പെട്ടി ഇതാ വീട്ടും പുറത്ത് വന്നേക്കുന്നു. അതും ആകെ തല്ലി പൊട്ടിച്ചൊരു കോലത്തിൽ. പിള്ളേരായതുകൊണ്ട് വലിയൊരു കുഴിയൊന്നും എടുക്കാൻ പോയില്ല. വളരെ ചെറിയൊരു കുഴിയായിരുന്നു എടുത്തത്. ജസ്റ്റ് ആ ഒരു ശവപ്പെട്ടി അതിനകത്ത് വെക്കാൻ പറ്റും, തൊട്ട് മുകളിൽ മണ്ണിടാൻ പറ്റും. ആ ഒരു രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും നിഷ്പ്രയാസം ഇത് കണ്ടുപിടിക്കാനും തല്ലിപ്പൊട്ടിച്ച് അതിനകത്തുള്ള ഡെഡ് ബോഡി പുറത്തെടുക്കാനും സാധിക്കും. ഇതിപ്പോൾ എന്തെവിടെ സംഭവിച്ചെന്നറിയാതെ റോഡ്രിക്കും മാഡലിനും ആകെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. പിള്ളേരിങ്ങനെ പേടിച്ച് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ ഇവരുടെ വീടിനകത്തേക്ക് ക്യാമറ ഒന്ന് ഫോക്കസ് ആവുന്നുണ്ട്. നോക്കുമ്പോൾ വീടിനുള്ളിലേക്ക് ആരോ കയറി പോയിരിക്കുന്നതിന്റെ കാൽപ്പാടുകൾ കാണാം. ഈ ചള്ളയൊക്കെ ചവിട്ടി ഒരു വ്യക്തി വീടിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അതോടെ കണ്ടതോടെ പിള്ളേർ ശരിക്കും അങ്ങ് പേടിച്ചു. ഒന്നുകിൽ അമ്മയുടെ പ്രേതം, അതല്ലെങ്കിൽ അമ്മ മരിച്ചിട്ടില്ലായിരുന്നു. പേടിയോടെ പിള്ളേർ വീടിനകത്ത് കയറി ചെന്നു. ഭയങ്കര മഴയായതുകൊണ്ട് കറണ്ട് ഒന്നും ഇല്ലാത്ത സമയമാണ്. ജസ്റ്റ് അന്നേരം ഉണ്ടായ ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ റോഡ്രിക്കിന്റെ പുറകിലായി ആരോ നിൽക്കുന്നത് മാഡലിൻ ശ്രദ്ധിച്ചു. ആ ഒരു ഭയത്തോടെ പുള്ളിക്കാരി കൈ അങ്ങനെ ചൂണ്ടിയതും റോഡ്രിക്കും പതിയെ തിരിഞ്ഞു നോക്കി. നേരെ വന്ന് ചെക്കൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ അങ്ങ് കൊല്ലാൻ ശ്രമിക്കുന്നു. സ്വബോധത്തിലാണോ എന്തോ. കുറേ നേരം ശവപ്പെട്ടിക്കകത്ത് അത് മണ്ണിനടിയിൽ കിടന്നതല്ലേ, പെട്ടെന്നുണ്ടായ ആ ഒരു ഷോക്കൊക്കെ കാരണമാകും. എന്തായാലും ഇവിടെ പിള്ളേർ അലറി വിളിച്ച് കരഞ്ഞപ്പോൾ പുള്ളിക്കാരി പിടിവിട്ടു. ഇതിപ്പോൾ പുള്ളിക്കാരി നേരത്തെ മരിച്ചില്ലായിരുന്നോ അതോ മരിച്ചിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്നൊന്നും അറിയത്തില്ല. കുട്ടികളോട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ ഭയങ്കര മഴയത്ത് പുറത്തിറങ്ങി നേരെ നടന്നു പോവാണ്. പിള്ളേരും പുറകെ ചെല്ലുന്നുണ്ട്. ഇവള് ചെല്ലുന്നതോ ഈ പിള്ളേർ അച്ഛൻ്റെ വീട്ടിലേക്ക്, അതായത് കമ്പനി സിഇയോയുടെ വീട്ടിലേക്ക്. കുഴിയിൽ എഴുന്നേറ്റ് നേരെ അങ്ങോട്ട് ചെന്നതിന് ഒരൊറ്റ റീസൺ മാത്രം, അയാളെ കൊല്ലുക. താൻ രോഗം പിടിച്ച് ഇത്ര ദുരിതം പിടിച്ച അവസ്ഥയെ കടത്തിട്ട് തിരിഞ്ഞു നോക്കാതെ ആ മനുഷ്യനെ, തന്റെ പിള്ളേർ അച്ഛനെ കൊന്നു കളയുക. അവിടെ വില്യമിന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് അങ്ങേറെ കഴുത്ത് ഞെരിച്ച് അങ്ങനെയും കൊല്ലുന്നു. ഉടനടി ഈ പുള്ളിക്കാരി മരിച്ചു വീഴുന്നു. റോഡ്രിക്കും മാഡലിനും ഇതൊക്കെ ഒരു അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് വില്യമിന്റെ ഭാര്യ അലറി വിളിച്ച് കരയുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുന്നു. ഒന്ന് ആലോചിക്കുക ആ അവസ്ഥ. മരിച്ചുപോയി എന്ന് കരുതി പിള്ളേര് കുഴിച്ചിട്ട് അവരുടെ അമ്മ ശവപ്പെട്ടിയും പൊട്ടിച്ച് പുറത്ത് വന്ന് അവരുടെ അച്ഛനെ തേടിപ്പോയി കണ്ടുപിടിച്ച് കൊന്നേക്കുന്നു. അതും ജസ്റ്റ് ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അങ്ങനെ കൊല്ലുന്നത് വരെ മാത്രമേ പുള്ളിക്കാരി ജീവനോടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നേരിട്ട് കണ്ടിട്ടും ജീവിതത്തെ ജീവിച്ച് തോൽപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നവരുടെ ധൈര്യം എത്രമാത്രമായിരിക്കും. അന്ന് ആ മൊമെന്റ് മുതൽ റോഡ്രിക്കും മാഡലിനും ഒരു തീരുമാനമെടുത്തു. ഏത് വിധേനയാണെങ്കിലും തങ്ങൾ നന്നായിട്ട് ജീവിക്കും. ദാരിദ്ര്യം പിടിച്ച, നരകം പിടിച്ച, ദുരിതം പിടിച്ച അവസ്ഥയിൽ നിന്ന് തങ്ങൾ മാറും. അതിനുവേണ്ടി എന്തും തങ്ങൾ ചെയ്യും. ഇങ്ങനെ മനസ്സിൽ ഈ തീരുമാനം ഉറപ്പിച്ച് അവർ കഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സ്വത്തുണ്ടാക്കി, സമ്പത്തുണ്ടാക്കി. ഇപ്പോൾ പ്രസന്റിൽ അഷർ കുടുംബം എന്ന് പറയുന്നത് രാജ്യത്തിന് പോലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത അത്ര വലിയൊരു ബിസിനസ് ഫാമിലിയാണ്. അന്ന് റോഡ്രിക്കിന്റെ അമ്മ തന്നെയാണ് അവരുടെ അച്ഛനെ കൊന്നതെങ്കിലും ഈ വാർത്ത പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു പുറത്തറിഞ്ഞാൽ അത് കമ്പനിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം അവരൊരു ഹേർട്ട് അറ്റാക്കായി ചിത്രീകരിച്ചു. ഇതെല്ലാം റോഡ്രിക്ക് ഡൂപ്പിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ല ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നേ? നിനക്കെന്തോ ഇപ്പൊ നടക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് കൺഫസ് ചെയ്യാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനെപ്പറ്റി സംസാരിക്കാം. നീ ഇതിനെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? പറയുമ്പോൾ എല്ലാ കാര്യവും പറയണ്ടേ ഡൂപ്പിൻ? പിന്നെ ഇപ്പൊ ഇത് പറയാൻ മറ്റൊരു കാരണം, നിന്റെ പുറകിൽ എന്റെ അമ്മ വന്ന് നിൽപ്പുണ്ട്. എങ്ങനെ? ആര് നിൽക്കുന്നെന്ന്? മരിച്ചുപോയ എന്റെ അമ്മ തന്നെ. അമ്മയുടെ ആത്മാവ് നിന്റെ പുറകിലുണ്ട്. ഡൂപ്പിൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. എന്നാലും ഇങ്ങനത്തെ ട്രിക്കൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കോൺവെർസേഷൻ ടെക്നിക്സ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്, കൺഫസ് ചെയ്യാനുണ്ട്
എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചൂണ്ടയിടുന്ന പോലെ ഇതുപോലെ ഓരോ ഐറ്റം ഇട്ട് തരും. ഇപ്പം നീ പറഞ്ഞു കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ നിന്റെ കൺട്രോളായി അല്ലേ? എന്നാൽ നിന്റെ ഇമ്മാതിരി ടാക്ടിക്സിലൊന്നും വീഴാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ എന്തിനാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ? എന്താ നിനക്ക് കൺഫ്യൂസ് ചെയ്യാനുള്ളത്? അത് ക്ലിയർ ആയിട്ട് പറ. റോഡ്രിക്കിന് 5 ഭാര്യമാരിൽ നിന്ന് 6 മക്കളാണുള്ളത്. അങ്ങനെ 6 മക്കൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ റോഡ്രിക്കിന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തോട് ചെയ്ത പോലെ ഇദ്ദേഹം ഒരിക്കലും ഇദ്ദേഹത്തിന്റെ മക്കളോട് ചെയ്യില്ല എന്നുള്ളത്. റോഡ്രിക്കിന്റെ അച്ഛൻ റോഡ്രിക്കിനെ അങ്ങേരുടെ വീടിന് പരിസരത്ത് പോലും അടുപ്പിക്കത്തില്ലായിരുന്നല്ലോ. എന്നാൽ റോഡ്രിക്ക് അങ്ങനെ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ എല്ലാ മക്കൾക്കും തന്റെ സ്വത്തിൽ തുല്യ പ്രാധാന്യം കൊടുത്തു. ഓരോരുത്തരെ കൊണ്ടും ഓരോരോ ബിസിനസ് തുടങ്ങിപ്പിച്ചു. അവർക്ക് ഏത് സമയത്തും എന്ത് തരത്തിലുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തു. ഒരു നല്ല കുടുംബത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ഒരു ഫാമിലി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് മാതൃകയാണ് അഷർ കുടുംബം എന്നൊക്കെ ഈ അവസരത്തിൽ നമുക്ക് പറയാം. റോഡ്രിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുത്തിരുന്നെങ്കിലും അവരുടെ ബിസിനസ്സിൽ കുറേയധികം കള്ളത്തരങ്ങളുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ റൂൾസ് ഒന്നും പാലിക്കാതെ ഇവർ തോന്നുന്നപടി ബിസിനസ് ചെയ്തു, ആളുകളുടെ ജീവൻ വെച്ച് കളിച്ചു. അങ്ങനെയൊക്കെ അഷർ കുടുംബത്തിനെതിരെ ഒത്തിരി ആരോപണങ്ങളുണ്ട്. അഷർ കുടുംബം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, അതിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർക്കെതിരെ വാദിക്കുന്ന വക്കീലാണ് നമ്മുടെ ഡൂപിൻ. ഫോർച്യൂനാറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അഷർ കുടുംബത്തിന്റെ മെയിൻ ബിസിനസ്. പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ റോഡ്രിക്കിന്റെയും മാഡലിന്റെയും അച്ഛന്റെ കമ്പനി. നമ്മൾ നേരത്തെ കണ്ട പോലെ അവരുടെ അമ്മ തന്നെയാണ് അച്ഛനെ കൊന്നത്. അദ്ദേഹത്തിന്റെ മരണം ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന രീതിയിലാണ് പൊതുജനത്തിന് അറിയാവുന്നത്. പിന്നെ എന്തൊക്കെയോ റോഡ്രിക്കിനും മാഡലിനും ആ കമ്പനിക്കും സംഭവിച്ചു. അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ റോഡ്രിക്കും മാഡലിനും ഫോർച്യൂനാറ്റോ കമ്പനി സ്വന്തമാക്കി. ഇപ്പൊ അവരുടേതാണ് ആ കമ്പനി. നിലവിൽ കമ്പനിയുടെ CEO റോഡ്രിക് അഷറാണ്. അതേപോലെ COO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മാഡലിൻ അഷറാണ്. കമ്പനിക്ക് ഇതിനുള്ള ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ പുറത്തിറക്കിയ ഒരു പെയിൻ കില്ലറിനെ പറ്റിയാണ്. ഇവരുടെ പെയിൻ കില്ലർ യൂസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട്സ് കാരണം ഭാവിയിൽ മരണപ്പെടുന്നു. ഇത്തരത്തിൽ ആളെ കൊല്ലാൻ കെൽപ്പുള്ള പെയിൻ കില്ലേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്നും ഇതൊക്കെ ഉപയോഗിച്ച് ഒത്തിരി ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരവാദി ഈ കമ്പനിയാണെന്നൊക്കെയാണ് കമ്പനിക്കെതിരെയുള്ള വാദങ്ങൾ. ഇതുവരെ ഇവരുടെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്ത് 55,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അൺഒഫീഷ്യൽ കണക്കുകൾ. ജസ്റ്റ് ഇമാജിൻ, 55,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഗവൺമെന്റ് കണ്ണും പൂട്ടി നോക്കിയിരിക്കുന്നു. കാരണം ഫോർച്യൂനാറ്റോ ഫാർമസ്യൂട്ടിക്കൽസിന് GDP-യിൽ അത്ര വലിയ റോളുണ്ട്. ഇവരുടെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബത്തിലുള്ളവർ പോലും മുന്നോട്ട് വില്ലിംഗ് ആയിട്ട് വരാത്ത ഈ സാഹചര്യത്തിൽ ഡൂപ്പിനെ പോലെയുള്ള വളരെ കുറച്ച് ആളുകൾ, സത്യാന്വേഷികളായിട്ടുള്ള, സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ കമ്പനിക്കെതിരെ കേസ് കൊടുത്തതും ആ കേസ് ഇവിടെ വരെ എത്തിച്ചതും. അഷർ കുടുംബത്തിലുള്ള ഒരാളും നല്ലവരല്ല. അവർ ചെയ്തിട്ടുള്ള ഉഡായിപ്പുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് എല്ലാവരെയും ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് ഡൂപ്പിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് തെളിവുകളും കൊണ്ടൊക്കെ വരുന്നുണ്ട്. സ്റ്റിൽ ഈ കുടുംബത്തിലുള്ള ഒരാളെ പോലും ശിക്ഷിക്കാനുള്ളതൊന്നും ആ തെളിവുകളിലില്ല. ഇനിയിപ്പോൾ വ്യക്തമായ തെളിവ് ഉണ്ടെന്നാലും അതും കൊണ്ടും കാര്യമില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് അഷർ കുടുംബത്തിന് ആരാണെന്ന് അഷർ കുടുംബത്തിൽ കണ്ടുപിടിച്ചേ പറ്റൂ. ദെൻ കോടതി ഇന്ന് റോഡ്രിക്കും മക്കളും എല്ലാം വീട്ടിലെത്തി. ഇദ്ദേഹമാണ് റോഡ്രിക്കിന്റെ മൂത്ത മകൻ ഫ്രെഡറിക് അഷർ. അച്ഛന്റെ പേരിനോട് സിമിലർ ആയിട്ടുള്ള പേര്. ഇദ്ദേഹത്തിന്റെ മകളാണ് നമ്മൾ നേരത്തെ കണ്ട ലെനോർ. കഥയുടെ ഉറക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, പള്ളിയിൽ വെച്ചുള്ള ഒരു സംസ്കാര ചടങ്ങിൽ റോഡ്രിക്കിന്റെ തൊട്ടുപുറകിലിരുന്ന അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ലെനോർ അഷർ. ഫ്രെഡറിക്കിന്റെ ഭാര്യ, അതായത് നമ്മുടെ ലെനോറിന്റെ അമ്മയാണ് മൊറേൽ അഷർ. ഇതാണ് റോഡ്രിക്കിന്റെ മൂത്ത മകന്റെ കുടുംബം. ഫ്രെഡറിക്കും ഭാര്യ മൊറേലും അവരുടെ മകൾ ലെനോറും. ഇവളാണ് ഫ്രെഡറിക്കിന്റെ സഹോദരി. അതായത് നമ്മുടെ റോഡ്രിക്കിന് അലമൽ ലീ എന്ന സ്ത്രീയിലുണ്ടായ 2 മക്കളാണ് ഫ്രെഡറിക്കും ഈ പുള്ളിക്കാരിയും. ഇവളുടെ പേര് ടാമർലൈൻ. പറഞ്ഞിരുന്നല്ലോ, റോഡ്രിക്കിന് കുറേ ഭാര്യമാരുണ്ട്. റോഡ്രിക്കിന്റെ ആദ്യത്തെ ഭാര്യയാണ് അനബൽ ലീ. ആദ്യത്തെ ഭാര്യയിലുണ്ടായ 2 മക്കളാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഫ്രെഡറിക്കും ഇപ്പോൾ ഈ കാണുന്ന ടാമർലൈനും. ടാമർലൈന് കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞിട്ടും ഭർത്താവുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കൂടെ ഒരാളുണ്ട്, പുള്ളിക്കാരൻ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെ ചുറ്റി നടക്കുന്നു. സംഭവം ടാമർലൈന് ഫാഷൻ റിലേറ്റഡ് ബിസിനസ് ആണ്. അതാണ് അവൾ മെയിനായിട്ട് നോക്കി നടത്തുന്നത്. ആ ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട മോഡലാണ് ഇവളുടെ ബോയ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ്, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഇവളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ പുള്ളിക്കാരൻ പേര് ബിൽ. ബില്ലിന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ടാമർലൈൻ എന്ത് പറയുന്നു അത് അനുസരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഴച്ച് മറിച്ച് ഇങ്ങേരെ കൊണ്ട് അനുസരിപ്പിക്കും. സംഭവം പിടിയിട്ട് കാണുമല്ലോ ഏത് രീതിയിലാണ് ടാമർലൈൻ ഇങ്ങേരെ കൊണ്ട് നടക്കുന്നതെന്ന്. ഇത് റോഡ്രിക്കിന്റെ മറ്റൊരു മകൾ, പേര് വിക്ടറീൻ. എന്തായാലും ആളുടെ ബിസിനസ്സും മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. ഒരു പുതിയ ഡിവൈസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഈ ഡിവൈസ് ഉപയോഗിച്ച് നിന്നുപോയ ഹൃദയം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ലാബിലെ ഒരു കുരങ്ങിൽ അവരതിന്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിക്കാറായി കിടക്കുന്ന ഒരു കുരങ്ങിൽ പരീക്ഷണങ്ങൾ ചെയ്ത് അതിന്റെ ശരീരം കീറി മുറിച്ച് അതിന്റെ ഹൃദയത്തിൽ ആ ഒരു എക്യുപ്മെന്റ് ഘടിപ്പിച്ച് ആർട്ടിഫിഷ്യലി ഹൃദയം പമ്പ് ചെയ്യുന്നു. അതിലൂടെ അതിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നു. നല്ലൊരു ഐഡിയ അല്ലേ? ഇതങ്ങനെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഹേർട്ട് നിന്നുപോയ ആളുകൾ മരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറയും. ആർട്ടിഫിഷ്യലി ഈ എക്യുപ്മെന്റ് യൂസ് ചെയ്ത് വലിയ ശതമാനം ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഈ ബിസിനസ്സിൽ വിക്ടറൈൻ ഒരു പാർട്ട്ണറുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് അലസാന്ദ്രയും വിക്ടറീനും ജീവിതത്തിലും ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ് എന്നൊക്കെയാണ് അവരുടെ പെരുമാറ്റം. പിന്നെ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ അവരൊരിക്കലും പുറത്തു പറയാത്ത അവരുടേതായിട്ടുള്ള വിയേർഡ് ഫാന്റസീസ് ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള വിയേർഡ് ഫാന്റസീസ് ഉണ്ട്. എത്ര വിയേർഡ് ആണെങ്കിലും ആവശ്യത്തിന് പണം ഉള്ളതുകൊണ്ട് അവരുടെ വിയേർഡ് ഫാന്റസീസ് ഒക്കെ അവർക്ക് ഈസി ആയിട്ട് നടത്തിയെടുക്കാൻ പറ്റും. ആരും ചോദിക്കാൻ പറയുന്നില്ലല്ലോ. ഇവരുടെ ശമ്പളം വാങ്ങുന്നവർ ഇവരെ അനുസരിച്ചേ പറ്റൂ. ഇവിടെ എന്തായാലും വിക്ടറീനും അലസാന്ദ്രയും നടത്തുന്ന പരീക്ഷണത്തിൽ അവർക്ക് വിജയിച്ചേ പറ്റൂ. ഇപ്പോൾ അവർ മങ്കീസിലൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. എത്രയും വേഗം ആ പെർമിഷൻ നേടിയെടുത്ത് ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിക്കേണ്ടതുണ്ട്. റോഡ്രിക്കിന്റെ മകളിൽ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഇവൻ ലിയോ. ഈ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരൻ. ഇങ്ങേർക്കൊരു കാമുകനുണ്ട്. നോട്ട് കാമുകയല്ല, കാമുകൻ.
ജൂലിയസിന്റെ കാര്യം വീട്ടിൽ പറയണം, എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, ഇതുവരെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ലിയോയ്ക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഈ പൊടി, മയക്കുമരുന്ന്, അമ്മാതിരി കുറേ ഐറ്റംസ് ഒക്കെ. അതല്ലാതെ പുറത്ത് പറയാൻ പറ്റുന്ന മറ്റ് ബിസിനസ്സുകളുണ്ട്, ഫാമിലി ബിസിനസ് ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജൂലിയസിനോട് ഫോണിൽ സംസാരിച്ച് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂലിയസ് പറയുന്നത്, ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ, ഞാൻ അങ്ങോട്ട് കയറി വരിക. ഉടനെ ലിയോ വെപ്രാളപ്പെട്ട്, ഇവൻ ഇത്ര അടുത്ത് എത്തിയെന്നുള്ള മട്ടിൽ വിരളിഞ്ഞൊടിച്ചു. അതാണ്ട് ഏതോ ഒരു പെങ്കൊച്ച് ചിറിയൊക്കെ തുടച്ച് താഴെ എഴുന്നേറ്റ് വരുന്നു. സംഭവം മനസ്സിലായല്ലോ, വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനൊരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവനൊരു ആണ്, ബൈസെക്സ്വൽ. മെയിൽ പാർട്ട്ണർ ഉണ്ട്, ഫീമെയിൽ പാർട്ട്ണറെ വേണമെങ്കിൽ ആവാം. ഇത് ഇവൻ്റെ ഏതോ ഒരു ഫാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ അടുത്ത് വന്നൊരു പെങ്കൊച്ചാണ്. പണമൊക്കെ കണ്ട് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവളെ എങ്ങ് യൂസ് ചെയ്തു, അത്ര തന്നെ. ഇപ്പം തിരക്ക് പിടിച്ച് നമ്മുടെ ജൂലിയസ് ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് ആ പെണ്ണിനെ ഒരു വിധത്തിൽ അവിടെ നിറക്കി വിട്ടു. ഇവൻ്റെ ഭാഗ്യത്തിന് ജൂലിയസ് ഒരു അല്പം താമസിച്ചാണ് വരുന്നത്. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടി തോന്നുന്ന പോലൊക്കെ ചെയ്ത് സ്വന്തം പാർട്ട്ണറിനെയും തേച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് ലിയോ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അഷർ കുടുംബത്തിലുള്ള മക്കൾക്കൊക്കെ ഓരോ ഫാൻറ്റസികളുണ്ട്. അതൊന്നും നടത്തിയെടുക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലതാനും. പിന്നെ ഇവിടെ നമ്മുടെ ജൂലിയസിന് ഒരു പൂച്ചയുമുണ്ട്, അവൻ്റെ പെറ്റ് പ്ലൂട്ടോ. ലിയോയ്ക്ക് ഇങ്ങനെ പൂച്ചകളൊന്നും വീട്ടിൽ വളർത്തുന്നത് ഒട്ടും താല്പര്യമില്ല. ബട്ട് ജൂലിയസിന്റെ നിർബന്ധം കാരണം അവനും അങ്ങ് സമ്മതിച്ചു കൊടുത്തു. ജൂലിയസിന് പ്ലൂട്ടോയെ ഭയങ്കര ഇഷ്ടമാണ്. ജൂലിയസ് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആ പൂച്ച അവൻ്റെ കൂടെ വേണം. അതുകൊണ്ട് മാത്രം ലിയോ ജൂലിയസിന് വേണ്ടി സമ്മതിച്ചു കൊടുത്തു. ഇതാണ് റോഡ്രിക്കിന്റെ അടുത്ത മകൾ ക്യാമിലി. നമുക്ക് ഇവളെ ക്യാം എന്ന് വിളിക്കാം. ക്യാമിന്റെ കൂടെ എപ്പോഴും അസിസ്റ്റൻസ് ആയിട്ട് ഇവർ രണ്ടാളും കാണും. ഇവരെ ക്യാമിന്റെ മറ്റു പല ആഗ്രഹങ്ങൾക്കും അവൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പിന്നീട് വരാം. ബിസിനസ് സൈഡിൽ നോക്കുമ്പോൾ ഇവൾക്ക് വേണ്ടി PR വർക്കുകൾ ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ടി PR വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് ഇവരൊക്കെയാണ്. ടീനയും ടോബിയും രണ്ടുപേരും ഒരുപാട് നാളായിട്ട് ക്യാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ക്യാമിന്റെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ ഇവൾക്ക് സംശയമുള്ള ആളുകളെ പറ്റിയൊക്കെ രഹസ്യമായി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. ആരാണ് ഡൂപ്പിൻ പറഞ്ഞ തങ്ങളുടെ കുടുംബത്തിലെ ചാരനെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി എല്ലാ ആളുകളെ പറ്റിയും ഇവർ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി പരിചയപ്പെടാനുള്ളത് റോഡ്രിക്കിന്റെ ഏറ്റവും ഇളയ മകനെയാണ്, പ്രോസ്പെറോ. പയ്യൻ ആ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ്. എന്ത് ബിസിനസ്സാണ് അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫാമിലി ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കൊണ്ടുവരുന്ന ഐഡിയ ആണെങ്കിലോ ഒരു നൈറ്റ് ക്ലബ്ബ് നടത്താമെന്ന്. ചെറിയ പ്രായമല്ലേ, ഇങ്ങനെ നൈറ്റ് ക്ലബ്ബൊക്കെ നടത്തി ഡ്രിങ്ക്സ്, അതിൻ്റെ കൂടെ മറ്റു പൊടികൾ, അത് ഇതൊക്കെ ഒപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവൻ പറയുന്നത്. റോഡ്രിക്കിനോട് മാഡലീനോടും പ്രോസ്പെറോ ചെയ്യാൻ പോകുന്ന ഈ ഒരു നൈറ്റ് ക്ലബ്ബ് ബിസിനസിനെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം കുടുംബത്തിന്റെ മഹിമ ഉയർത്തുന്ന രീതിയിൽ എന്തെങ്കിലും നല്ലൊരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ചെറുക്കിനൊരു മാതിരി നൈറ്റ് ക്ലബ്ബൊക്കെ ആയിട്ട് വന്നേക്കുന്നു. പ്രോസ്പെറോ അവരുടെ പ്രായത്തിനനുസരിച്ച് അപ്പോൾ അവന് തോന്നിയ ഒരു ബിസിനസ് ഐഡിയ ഷെയർ ചെയ്തു. അവൻ പറയുന്നത് പല രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ പറ്റും. ഓൺലി പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ബിസിനസ്സാണിത്. അതായത് VIPസിന് വേണ്ടി അത്ര പണം ചിലവാക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ബിസിനസ്സാണിത്. ഇവൻ്റെ നൈറ്റ് ക്ലബ്ബിൽ റൂൾസ് റെഗുലേഷൻസ് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓപ്പൺ ആയിരിക്കും, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ട് സന്തോഷിക്കാവുന്നതിൻ്റെ മാക്സിമം സന്തോഷിക്കുക, സാറ്റിസ്ഫൈ ആകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സാറ്റിസ്ഫൈ ആകുക. ഈ ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ആണ് അവൻ മുന്നോട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ആരും തന്നെ അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആർക്കും എന്തും ചെയ്യാം, ആരുടെ കൂടെയും എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്കുള്ളൊരു സംഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇത് റോഡ്രിക്കിനും മാഡലീനും ഇഷ്ടപ്പെട്ടില്ല. കുടുംബത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസുമായിട്ട് ഈ ബിസിനസ് ചേരത്തില്ല, വേറെ എന്തെങ്കിലും ബിസിനസ്സും കൊണ്ടുവരാൻ അവർ പറഞ്ഞു വിട്ടു. സംഭവം ജസ്റ്റ് ഇപ്പോൾ പ്രോസ്പെറോ പറഞ്ഞ ബിസിനസ് ഐഡിയ കേട്ടു, അതെന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാഡലൈനും ഇങ്ങേരും പറഞ്ഞു. അവനെ പറഞ്ഞു വിട്ടു. മാഡലൈനും അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഇതേ സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നു. 1979 ലാസ്റ്റ് ദിവസം, 1980 ആ ഒരു ന്യൂ ഇയർ ദിവസം. അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ഫോർഷാഡോ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സ്ത്രീയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരാണിവര്? ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന് സർപ്രൈസ് ആയിട്ട് പേടിപ്പിക്കുക. എന്തായാലും റോഡ്രിക്കിന് പരിചയമുള്ള ആരോ ആണെന്ന് ഉറപ്പാണ്. പുള്ളി ആകെ അങ്ങ് ഞെട്ടി വിറങ്ങലിച്ച് ഒരുമാതിരി അങ്ങ് ആവുന്നുണ്ട്. പുള്ളിക്കാരൻ വല്ലാണ്ട് അങ്ങ് പേടിച്ച് പാനിക്കായി ഒരു മാതിരി കണ്ടീഷനിലാവുന്നുണ്ട്. ദെൻ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെ എല്ലാവരെയും ഡിന്നറിന് വിളിച്ചു കൂട്ടി. കുടുംബത്തിനുള്ളിൽ ഒരു ചതിയനുണ്ടെന്നാണല്ലോ ഡൂപ്പിൻ കോടതിയിൽ പറഞ്ഞത്. ആരാണ് ആ ചതി എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നവർക്ക് $50 മില്യൺ പ്രതിഫലമായി കൊടുക്കാമെന്ന് റോഡ്രിക്ക് പറഞ്ഞു. സ്വന്തം മക്കളുടെ മേലും കുടുംബത്തിലെ അംഗങ്ങളുടെ മേലും ഒരു ബൗണ്ടി വെച്ച് പുള്ളി. ചെറിയ പണമല്ല, $50 മില്യൺ. ചതിക്കുന്നത് ആരാണെങ്കിലും താങ്കൾ കണ്ടുപിടിക്കുമെന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു. അവിടെ കണ്ടിയതാൽ ഇപ്പോൾ അറ്റ്മോസ് പ്രസന്റിൽ നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്ന് ആ ഒരു ഡിന്നർ ഇവന്റിൽ വെച്ചാണ് തന്റെ മക്കളെ പലരെയും താൻ അവസാനമായി ജീവനോടെ കണ്ടതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ച ആ ഒരു ഡിന്നർ ഇവന്റ് കോടതിയിൽ ഡൂപ്പിൻ പറഞ്ഞ ആ ഒരു കാര്യം, അതിനൊക്കെ ശേഷം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ മക്കളെ എല്ലാവരെയും ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. റോഡ്രിക്കിന്റെ മക്കൾ ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഈ പുള്ളിക്കാരൻ തന്നെയാണല്ലോ കുടുംബത്തിലെ ചതിയനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ $50 മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ബൗണ്ടി വെച്ചത്. ഒരുപക്ഷെ അതിന്റെ പേരിലായിരിക്കാം ഈ കൊലപാതകങ്ങളൊക്കെ നടന്നേക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഇതുപോലെ മക്കളെ എല്ലാവരെയും തിരിഞ്ഞു പിടിച്ച് കൊന്നിട്ടുണ്ടാവാം. മേ ബി കൊന്നത് ചതിയനായിരിക്കാം. ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല. എന്തായാലും ഡൂപ്പിന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെയുള്ള കുറേ ചിന്തകളാണ് വരുന്നത്. റോഡ്രിക്ക് വെച്ച ആ ഒരു ബൗണ്ടി കാരണമാവാം ഇങ്ങേറെ മക്കളെല്ലാം കൊല്ലപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ റോഡ്രിക്ക് പറയുന്നതോ തന്റെ മക്കളുടെ എല്ലാവരുടെയും മരണത്തിന് കാരണം ഒരു സ്ത്രീയാണെന്നാണ്. നേരത്തെ ഇദ്ദേഹത്തെ പേടിപ്പിച്ചൊരു സ്ത്രീയെ നമ്മൾ കണ്ടിരുന്നല്ലോ, അതേ സ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ മക്കളുടെ എല്ലാവരുടെയും മരണത്തിന് കാരണമെന്നാണ് ഇങ്ങേര് പറയുന്നത്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. തന്റെ കുടുംബത്തിന്റെ പതനം മുഴുവൻ താൻ പണ്ട് ചെയ്ത ഒരു ചെറിയ കാര്യവുമായിട്ട് റിലേറ്റഡ് ആണ്. പണ്ടൊരിക്കൽ ഒരു ന്യൂ ഇയർ ദിവസം ഇങ്ങേരെടുത്ത റെസൊല്യൂഷൻ, അതാണ് കുടുംബത്തിന്റെ പതനത്തിന് കാരണം. 1979 ലാസ്റ്റ് ഡേ, 1980 ആ ഒരു ന്യൂ ഇയറിന് മുന്നോടിയായിട്ട് ഇങ്ങേര് എന്തോ ഒരു റെസൊല്യൂഷൻ എടുത്തു. ആരുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന്. അന്ന് 1979 ഡിസംബർ 31 മാഡ്ലീനും
റോഡ്രിക്കും ഒരു ബാറിൽ വന്ന് കയറി. ഇരുവരുടെയും മുഖത്ത് നല്ല ആശങ്കയുണ്ട്. രണ്ടുപേരും എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നു. അവിടെ വെച്ചാണ് റോഡ്രിക്ക് ആ മിസ്റ്റീരിയസ് ലേഡിയെ കാണുന്നത്. നേരത്തെ ഇദ്ദേഹത്തെ പേടിപ്പിച്ച പുള്ളിക്കാരിയില്ലേ, ഈ മിസ്റ്റീരിയസ് ലേഡി ഈ ബാറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. റോഡ്രിക്കിനും മാഡ്ലിനും അവർ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്തു, പല പല കാര്യങ്ങൾ ചോദിച്ചു, സംസാരിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. ഈ സ്ത്രീയുടെ പേരാണ് വെർണ. ഇവിടെ മാഡ്ലിനും റോഡ്രിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാളും പുറത്തു പറയാൻ പറ്റാത്ത എന്തോ പണി ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റോഡ്രിക്കിന് മാഡ്ലിൻ്റെ അത്ര ധൈര്യമൊന്നുമില്ല. റോഡ്രിക്ക് ഒരുമാതിരി ആരെങ്കിലും തങ്ങളെ നോക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കി പതറി സംസാരിച്ചപ്പോൾ മാഡ്ലിൻ അവനോട് ധൈര്യമൊക്കെ കൊടുത്ത്, നീ ഒന്ന് സമാധാനപ്പെട്, നമ്മളിപ്പോൾ ഇവരുടെ മുന്നിൽ മറ്റു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാവൂ, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യരുത്, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, നമുക്ക് പൊളിറ്റിക്സിനെ പറ്റിയുള്ള സംസാരിച്ചാലോ, ഇവർക്കൊന്നും ഒരു തരത്തിലുള്ള സംശയവും തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ആ ബാറിൽ വെച്ച് പരിചയപ്പെട്ട വെർണയാണ് ഇവരോട് റെസൊല്യൂഷനെ പറ്റിയൊക്കെ പറയുന്നത്. ന്യൂ ഇയറിന് എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ എടുക്കണം, ഭാവി എങ്ങനെയാവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ റോഡ്രിക്ക് പറയുന്നത് ഈ ലോകത്തെ തന്നെ തങ്ങൾ മാറ്റാൻ പോവുകയാണെന്നാണ്. ആ ഒരൊറ്റ റെസൊല്യൂഷൻ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പതനത്തിന് കാരണമായി, ഇവരുടെ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണമായി. തന്റെ 6 മക്കളും വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ആ ഒരു റെസൊല്യൂഷനാണ്. ഇന്ന് പകൽ തന്റെ 3 മക്കളുടെ സംസ്കാര ചടങ്ങിൽ പള്ളിയിലിരിക്കുമ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഒരു വിചിത്ര രൂപം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ രൂപം വെർണയാണ്. വെർണ ഒരു കാക്കയായിട്ടും പല സമയത്ത് അവതരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വെർണ ഒരു കാക്കയാണ്, പണ്ട് കണ്ട അതേ വെർണ തന്നെ, പ്രായമായിട്ടൊന്നുമില്ല, അതേസമയം തന്നെ ഒരു ഹ്യൂമനാണ്. കാക്കയും ഹ്യൂമനും ചേർന്നിട്ടുള്ള ആ രൂപം എന്താണെന്ന് മനസ്സിലായല്ലോ. പള്ളിയിൽ വെർണയെ മാത്രമല്ല, കൊല്ലപ്പെട്ട തന്റെ 6 മക്കളുടെ ആത്മാക്കളെയും ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയിരുന്നു. കണ്ടില്ലേ, ചോരയൊക്കെ ഒലിപ്പിച്ച് ഒരുമാതിരി എങ്ങും വല്ലാത്ത കോലത്തിൽ 6 പേര് നിൽക്കുന്നത്. മക്കളുടെ സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് കാറിനകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ ദേ ഒരു ക്ലൗണിന്റെ രൂപം. ഇതെന്താണിത്, ആരാണിത്? ഉടനെ റോഡ്രിക്കിന്റെ മൂക്കിൽ നിന്ന് ചോര വന്ന് പുള്ളി താഴെ വീണ് പോകുന്നുണ്ട്. അങ്ങനെ വീണ് കിടക്കുമ്പോൾ നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ നോക്കി ഒരു കാക്ക അവിടെ ഇരിക്കുന്നതും കാണാം. അതിനെ കണ്ട് ഒത്തിരി അങ്ങ് പേടിച്ച് സമയം അടുത്തിരിക്കുന്നു എന്ന് റോഡ്രിക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നെക്രോഫീലിയ എന്താണെന്നറിയാവോ? ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ഫീലിയോസ്, നെക്രോസ് എന്ന 2 വേർഡ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണിത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അട്രാക്ഷൻ, സ്നേഹം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വികാരം. എന്തിനോടെന്നോ? ശവങ്ങളോട്. യെസ്, ഡെഡ് ബോഡീസിനോടുള്ള അട്രാക്ഷൻ. അത് സെക്സ്വൽ അട്രാക്ഷനും ആവാം. ഇവിടെ നമ്മുടെ കഥയിലെ നമ്മൾ നേരത്തെ കണ്ട ഡൂപ്പിന്റെ പാസ്റ്റ് വേർഷനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ചെറിയ പ്രായത്തിലെ അദ്ദേഹം ഗവൺമെന്റ് സർവീസസിലാണ് ജോലി ചെയ്തിരുന്നത്. അക്കാലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് അദ്ദേഹത്തിന് കിട്ടി. അവിടെയുള്ള ശ്മശാനങ്ങളിൽ നിന്ന് ഡെഡ് ബോഡീസ് കാണാതാവുന്നു. ആരോ ഈ ശവശരീരങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നു. പ്രോബബ്ലി നഗരത്തിലൊരു നെക്രോഫീലിയ ആയിക്കൊണ്ടെന്ന്, അതായത് ശവശരീരങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന സൈക്കോസ് ഈ നഗരത്തിലുണ്ടെന്ന് അവർ ആദ്യം ചിന്തിച്ചു. ഇത് വർഷം 1979 അത് നമ്മുടെ അഗസ്റ്റി ഡൂപ്പിൻ ജൂനിയർ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. നഗരത്തിൽ നടക്കുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ അല്ല, ജൂനിയർ. അവിടുന്ന് പ്രസന്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ അഗസ്റ്റി ഡൂപ്പിൻ റോഡ്രിക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ്രിക്കിന്റെ കമ്പനി മുമ്പ് പുറത്തിറക്കിയ ഒരു പെയിൻ കില്ലറാണ് ലിഗഡോം. അത് വലിയൊരു സക്സസ് ആയിരുന്നു. അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്ന മറ്റ് പെയിൻ കില്ലേഴ്സിനേക്കാൾ ഹൈലി എഫക്റ്റീവ്, പെട്ടെന്ന് തന്നെ വേദന മാറാൻ സഹായിക്കുന്നു. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട്, അഡിക്ഷൻ. ഭയങ്കര അഡിക്റ്റീവ് ആണത്. അത് മാത്രമല്ല, ഈ സാധനം ക്രമാതീതമായി ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ തകർക്കും. പതിയെ ലിഗഡോം യൂസ് ചെയ്യുന്നവർ മരണത്തിലേക്ക് വീഴും. ഇങ്ങനെ ഒരു മെഡിസിനാണ് ഇവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഡൂപ്പിൻ ഇവർക്കെതിരെ കേസ് കൊടുത്തത്. കോടതിയിൽ കേസ് നടക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ റോഡ്രിക്കിന്റെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ 6 മക്കളും വളരെ വിയേർഡായിട്ടുള്ള രീതികളിൽ കൊല്ലപ്പെട്ടു. ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡ്രിക്കിന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകനെ, ആദ്യം കൊല്ലപ്പെട്ട പ്രോസ്പെറോയെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കുമ്പോൾ ഡൂപ്പിന്റെ പുറകിലായിട്ട് പ്രോസ്പെറോ നിപ്പുണ്ട്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നില്ല, എന്നാലും ചെറുതായിട്ട് ഡൂപ്പിന്റെ പുറകിലായിട്ടൊരു മൂവ്മെന്റ് കാണാം. പ്രോസ്പെറോ ഒരു വലിയ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് അഗസ്റ്റി ഡൂപ്പിൻ പറയുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം കാരണമാണ് പ്രോസ്പെറോ കൊല്ലപ്പെട്ടതെന്നാണ്. വളരെ വിചിത്രമായ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ചെക്കന്. ദൈവം തന്നെ കണ്ടില്ലേ, ഇത് എത്ര പേരാണെന്നൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ ആളുകളുണ്ട്. ഒറ്റ ഒരെണ്ണത്തിന് തുണിയില്ല. ഈവൻ ഒരു ഡോഗ് വരെ ആ കൂട്ടത്തിലുണ്ട്. വലിയ ബിസിനസ് ഫാമിലി അല്ലേ അവൻ്റെത്. ഇഷ്ടം പോലെ പണമുണ്ട്. അവന് ഇഷ്ടമുള്ള പോലെ അടിച്ച് പൊളിച്ച് മതിച്ച് ജീവിക്കാം. ഇവൻ്റെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ കാരണം തന്നെ ഇവന് മറ്റു പല ബിസിനസ്സുകളിലും, ഈ കുടുംബത്തിൽ പലരും ചെയ്യുന്ന ബിസിനസ്സുകളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ഇവൻ്റെ തലയിൽ വന്ന ഐഡിയ എന്താണ്? ഒരു നൈറ്റ് ക്ലബ്ബ് നടത്താമെന്നുള്ള ഐഡിയ. ആ ഒരു ഐഡിയ നമ്മുടെ റോഡ്രിക്ക് എന്തായാലും അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ ഇപ്പോൾ ഇവൻ്റെ ബ്രദർ ഫ്രെഡറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇവൻ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്നാലും പ്രോസ്പെറോ താമസിച്ചാണ് ചെല്ലുന്നത്. ഓൾറെഡി അവിടെ നമ്മുടെ ആർത്തർ പിം ഉണ്ട്, ഫ്രെഡറിക് ഉണ്ട്, ഇപ്പോൾ ഈ പ്രോസ്പെറോയും ചെന്നു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണെന്നോ? ഇവരുടെ ഫോർച്യൂനാറ്റോടെ കുറച്ച് അടഞ്ഞു കിടക്കുന്ന ഫാക്ടറീസ് ഉണ്ട്. ഇവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ഫാക്ടറീസ്. ആ ഫാക്ടറികളിൽ പണ്ട് ഇവർ കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന ഒത്തിരി കെമിക്കൽസ്, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. പലതും നിലവിൽ ലീക്ക് ആവുന്നുണ്ട്. അതിലും അതിമാരകമായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശപ്രകാരം ഈ ആളുകൾ ആ സ്ഥലത്ത് പോയി ചെക്ക് ചെയ്ത് ഇന്നപോലെ കെമിക്കൽസ് ലീക്ക് ആവുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ മുന്നിൽ വന്നതാണ്. അതിമാരകമായിട്ടുള്ള ആർസനിക്, ബെൻസീൻ, ക്രോമിയം, മെർക്കുറി, ലെഡ്, ഹെവി മെറ്റൽസ്, ഇങ്ങനെയുള്ള ഒത്തിരി കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഫാക്ടറീസ് ആണെന്ന് ഞങ്ങൾക്കറിയാം. എത്രയും വേഗം അത് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഭയങ്കര അസിഡിക് സബ്സ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ട്. അതങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഓ റിയലി? ഓ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് പ്രോസ്പെറോ. ചെക്കൻ ഒരു മീറ്റിംഗിൽ മര്യാദയ്ക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഇവർ അന്വേഷണം
ഉദ്യോഗസ്ഥരാണ്, കോടതി പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ പോയി ചെക്ക് ചെയ്തത്. ഇവരോട് മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. ചെക്കനെ ആവശ്യമില്ലാതെ മീറ്റിങ്ങിന് വിളിച്ച് വരുത്തി പോയോ എന്നാണ് ഫ്രെഡറിക് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഇവനോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവനെയും പിടിച്ചോണ്ട് പോയി ഭിത്തി കയറ്റി, എടാ കള്ള പുന്നാന മോനെ, നിന്നെ ഇവിടെ വിളിച്ചു വരുന്നത് കമ്പനി കൊളന്നുകൊണ്ടിരിക്കാനല്ല. ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മര്യാദയ്ക്ക് പിന്താങ്ങി നിന്നോണം. ഇതൊരു നിസ്സാര മീറ്റിംഗ് ആണെന്ന് കരുതിയോ? 5-6 അഡ്വക്കേറ്റ്സിനെ കൊണ്ടാണ് അവർ വന്നേക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ അക്ഷരം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി മൊത്തം കമ്പനി അണ്ണാക്കിലടിച്ച് കിട്ടാൻ. ലുക്ക്, നമുക്കൊരൊറ്റ വക്കീലേ ഉള്ളൂ. അവർ 6 വക്കീലിനെ കൊണ്ടുവന്നാലും നമുക്ക് ആർത്തർ പിമ്മ മാത്രം മതി. ഇദ്ദേഹവും ഞാനും സംസാരിക്കും. നീ അവിടെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. അയ്യോ ബ്രോ, കലിപ്പാവില്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത്രയും ബിൽഡിങ്സ് ഒക്കെ നമുക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ. ഇതിൽ ഒരെണ്ണമെങ്കിലും എനിക്ക് കിട്ടിയായിരുന്നു, എനിക്ക് ആ നൈറ്റ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഡാടാ പുല്ലടാ, കുടുംബത്തിലെ ഒറ്റുകാരൻ നീ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ബിസിനസ് തകർക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ജീവനോട് പോകത്തില്ല. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കേട്ട് മിണ്ടാതിരുന്നോണം. പ്രോസ്പെറോയ്ക്ക് ഒന്നും അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റിയില്ല. അണ്ണാക്കിൽ അടിച്ച പോലെ നിന്നുപോയി. ബട്ട് സ്റ്റിൽ ഇതുപോലെ കുറേ അധികം ഫാക്ടറീസ് ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതും അതിലൊരു ഫാക്ടറി ചൂസ് ചെയ്ത് അവിടെ ഇവൻ്റെ നൈറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു നൈറ്റ് ക്ലബ്ബ് തുടങ്ങി, അതും കുടുംബത്തിൽ ആരെയും അറിയിക്കാതെ ഇങ്ങനെ ഒരു നൈറ്റ് ക്ലബ്ബ് തുടങ്ങി അതിൽ നിന്ന് പണം ഉണ്ടാക്കിയാൽ ഇവൻ ആഗ്രഹിക്കുന്ന പോലെ ഇതുപോലത്തെ ബിസിനസ്സുകൾ വേൾഡ് വൈഡ് റൺ ചെയ്യാൻ ഇവൻ്റെ അപ്പൻ സമ്മതിക്കുമെന്നാണ് പുള്ളിയുടെ വിചാരം. അതുകൊണ്ട് ഫ്രണ്ട്സുമായി ചേർന്ന് പ്ലാൻ ചെയ്ത് സമ്പന്നരായ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള രീതിയിൽ, അതായത് ഒന്നിനും ലിമിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു നൈറ്റ് ക്ലബ്ബ്, നൈറ്റ് പാർട്ടി. ഒന്നിനും ലിമിറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ ലിറ്ററലി ഒന്നിനും ലിമിറ്റ് ഇല്ല. അതിപ്പോൾ മയക്കുമരുന്നാണെങ്കിലും സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആവും. മാത്രമല്ല ഇവിടെ വരുന്ന ആരും തന്നെ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. മാസ്ക് ധരിച്ച് പാർട്ടിയിൽ വന്നാൽ മതി. എന്തറമാതം വേണേലും കാണിക്കാം, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫാക്ടറിയുടെ മുകളിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് നമ്മുടെ പ്രോസ്പെറോ കാണുന്നുണ്ട്. ഇതാറാ ഇതിന് മുകളിൽ കയറിയെന്നുള്ള മട്ടിൽ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരിയെ കാണാനില്ല. അതാരാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ വെർണയാണ്. കട്ട് ചെയ്താൽ വിക്ടറിനും അവളുടെ പാർട്ണറും കൂടെ ഒരു കുരങ്ങിൽ അവരുടെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു ഉദ്ദേശിച്ച കണക്കേ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ കുരങ്ങ് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഇവർ ക്രിയേറ്റ് ചെയ്ത ഗാഡ്ജറ്റ് യൂസ് ചെയ്ത് കുരങ്ങിന്റെ ഹാർട്ട് ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിലും അതിന്റെ ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു പ്രോപ്പർ റിസൾട്ട് ഇവർക്ക് കിട്ടിയേ പറ്റൂ. ആനിമൽസിലെ പരീക്ഷണം വിജയിച്ചേ പറ്റൂ. ആകെ ഇനി വിക്ടറിന് മുന്നിൽ 6 മാസം മാത്രമേ ഉള്ളൂ. 6 മാസത്തിനുള്ളിൽ ഇവൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടും. ഇതേസമയം നമ്മുടെ പ്രോസ്പെറോ ആവട്ടെ നെപ്പോളിയന്റെ അടുത്ത് ചെന്ന് അവന്റെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയിൽ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഡ്രഗ്സ് ആവശ്യപ്പെടുന്നു. നെപ്പോളിയൻ ഇതിന്റെയൊക്കെ പരിപാടിയുണ്ട്. അത് പരസ്യമായ രഹസ്യമാണ്. വയാഗ്ര എന്ന ഏതോ കൂടിയ ഐറ്റമാണ് ചെക്കന് വേണ്ടത്. പാർട്ടിയിൽ വരുന്നവർ സ്വയം മറന്നു പെരുമാറണം. ഒരൊറ്റ ദിവസം നൈറ്റ് ക്ലബ്ബ് നടത്തി മാക്സിമം ഫണ്ട് ശേഖരിക്കാൻ ചെറുക്കൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും പണം ഉണ്ടാക്കി വീട്ടിൽ കാണിച്ചെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ സമ്മതിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമീലാവട്ടെ അവളുടെ സഹോദരങ്ങളെ പറ്റി കിട്ടാവുന്ന മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുവാണ്. കുടുംബത്തെ ഒറ്റിക്കൊടുക്കുന്ന ചാരൻ ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അഗസ്റ്റി ഡൂപ്പിന് ഇൻഫോർമേഷൻ കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവളുടെ 2 അസിസ്റ്റന്റുമാരെ, ടോബിയെയും ടീനയെയും പ്രത്യേകം കുടുംബത്തിലുള്ള എല്ലാവരെയും ഫോളോ ചെയ്യാനും അവരെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനും ഏൽപ്പിച്ചിരിക്കുകയാണ്. ടോബിക്കും ടീനയ്ക്കും ഇത് മാത്രമല്ല ജോലി, കമീലിന്റെ കുറച്ച് വിയേർഡായിട്ടുള്ള ഫാന്റസികൾക്ക് കൂട്ടി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ഇവർക്ക് ആവശ്യമുള്ള പണം കിട്ടണമെങ്കിൽ അവൾ പറയുന്നത് ചെയ്തേ പറ്റൂ. അതിപ്പോൾ എത്ര വിയേർഡായിട്ടുള്ള കാര്യമാണെങ്കിലും. ഇതേസമയം പ്രോസ്പെറോ ആവട്ടെ കുടുംബത്തിലെ ആരെയും അറിയിക്കാതെ ആ പൂട്ടി കിടക്കുന്ന ഫാക്ടറിയിൽ ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചെന്ന് ഒരു പാർട്ടി നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ചെക്കന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും പണി മേടിച്ച് കൊടുക്കുന്ന ലക്ഷണമുണ്ട്. കാരണം പാർട്ടിക്കിടയിൽ അവന് വാട്ടർ ഓൺ ചെയ്യണം, സ്പ്രിങ്കിൾസ് സെറ്റ് ചെയ്യണം, മുകളിൽ നിന്നുള്ള വാട്ടർ താഴോട്ട് ഇങ്ങനെ പോരണമെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ റിസ്ക് പിടിച്ച പരിപാടിയല്ലേ. ഭയങ്കര കെമിക്കൽസ് ഇങ്ങനെയുള്ള ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് ഇവനും കേട്ടതാണ്. എന്നിട്ടും അവന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ തന്നെ പാർട്ടി നടത്താമെന്ന് തീരുമാനിച്ചത് മഹാമണ്ടൻ തീരുമാനമായി പോയി. ഒരുപക്ഷെ ചെക്കന്റെ ഈ തീരുമാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു നിമിഷത്തേക്ക് ഇവന് വെർണയെ കാണാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ, കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ്രിക്ക് ഇപ്പോൾ ഡൂപ്പിന് ഇങ്ങനെ വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഡൂപ്പിന്റെ പുറകിലായിട്ട് ഒരു രൂപം നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഒരു വിയേർഡായിട്ടുള്ള രൂപം. ഡൂപ്പിൻ കണ്ടിട്ടില്ല, റോഡ്രിക്കിന് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നല്ലോ മരണപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ചുറ്റുപാടുണ്ടെന്ന്. അതിൽ പല ആളുകളെയും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോയിന്റിൽ നമ്മുടെ റോഡ്രിക്ക് അങ്ങ് ഞെട്ടിപ്പോയി. കാര്യം ഇതാണ്, ഇങ്ങരുടെ തൊട്ട് മുന്നിൽ ഇങ്ങർക്ക് കാണാൻ പറ്റുന്നത് ഈ രൂപത്തെയാണ്. ഇതാരാണെന്ന് മനസ്സിലായോ? ഗസ് ഹു? വേറെ ആരുമല്ല, ഇങ്ങരുടെ മകൻ പ്രോസ്പെറോ ആണ്. എന്തുകൊണ്ടാണ് പ്രോസ്പെറോയുടെ ആത്മാവ് ഇപ്പോൾ ഈ രൂപത്തിൽ വന്നതെന്നാൽ ചെക്കൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു കോലം. ഇത്രയും നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന റോഡ്രിക്ക് സംസാരിക്കുന്നത് നിർത്തി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നതാണ് ഡൂപ്പിൻ കാണുന്നത്. ഡൂപ്പിന് ഈ രൂപത്തെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. റോഡ്രിക്ക് എന്ത് പറ്റി? അത് പിന്നെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. റോഡ്രിക്കിന് ഇങ്ങനെയൊക്കെയുള്ള വിയേർഡായിട്ടുള്ള കാഴ്ചകൾ കുറേ ആയി കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇവിടെ ആത്മാക്കൾ ശരിക്കും വരുന്നുണ്ടോ അതോ ഇങ്ങനെ ഹാലുസിനേറ്റ് ആവുന്നതാണോ എന്ന് പുള്ളിക്കാരൻ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. എന്നാലും കൂടുതൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ രൂപങ്ങളൊന്നും ഒറിജിനൽ അല്ല, താൻ ഹാലുസിനേറ്റ് ചെയ്യപ്പെടുന്നതാണെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് കൊണ്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്നും പറയുന്നുണ്ട്. വീണ്ടും കഥ 1979 പോകുന്നു. അവിടെ നമ്മുടെ ഹീറോ റോഡ്രിക്ക് ആവട്ടെ ഫോർച്യൂനാറ്റോ കമ്പനിയുടെ പുതിയ CEO മിസ്റ്റർ ഗ്രിസ് വേൾഡ് എന്ന വ്യക്തിയെ കാണാൻ ചെന്നിരിക്കുകയാണ്. മുൻ കമ്പനി ഓണറും സിഇഒയും ഒക്കെ ആയിരുന്ന വ്യക്തിയെ ഇവരുടെ അമ്മ കൊന്നു കളഞ്ഞല്ലോ. അതിനുശേഷം വന്ന CEO ആണ് ഈ പുള്ളിക്കാരൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ റോഡ്രിക്ക് ഇരിക്കേണ്ട കസേരയാണത്. കാരണം മുൻ കമ്പനി CEO ആയിട്ടുള്ള വ്യക്തി റോഡ്രിക്കിന്റെ അച്ഛനാണ്. അങ്ങനെ മരിക്കുന്നത് വരെ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും വളരെ ചുരുക്കം ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂന്നുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ റോഡ്രിക്കിനും അതേപോലെ ഇവന്റെ സഹോദരി മാഡലിനും ഈ കസേരയിൽ അധികാരമുണ്ട്, ഈ കമ്പനിയിൽ അധികാരമുണ്ട്. പക്ഷേ ലീഗലി ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം.
മാത്രം. ഇപ്പോൾ റോഡ്രിക് ഗ്രിസ് വേൾഡിനെ കാണാൻ ചെന്നത് ഒരു പുതിയ മെഡിസിൻ അങ്ങനെ പരിചയപ്പെടുത്താനാണ്. ഈ മെഡിസിന്റെ പേരാണ് ലിക്വിഡോം. ഈ മെഡിസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേ മെഡിസിന്റെ പേരിലാണ് അഷർ കമ്പനി ഈ പ്രസന്റ് ടൈമിൽ കോടതിയിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെഡിസിൻ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, ഭയങ്കര അഡിക്റ്റീവ് ആണ്. എന്നാൽ ഈ നെഗറ്റീവ് സൈഡൊക്കെ മാറ്റിവെച്ച് പോസിറ്റീവ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നിന് ഒത്തിരി രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. പ്രധാനമായിട്ടും പെയിൻസിനെ മാറ്റാനുള്ള കഴിവുണ്ട്. മൈഗ്രേഷൻ, ട്രോമ, ഈവൻ ക്യാൻസറിനെ പോലും മാറ്റാൻ അല്ലെങ്കിൽ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള പവർ ഈ മരുന്നിനുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഒന്നുമില്ലാത്തടത്തൊന്നും റോഡ്രിക്കും സഹോദരി മാഡലിനും ഇത്രയൊക്കെ വളർന്നെത്തി. അവരൊരു ഫിസീഷ്യനെ ഹയർ ചെയ്തു, മരുന്നിൽ ഗവേഷണം നടത്തി ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെവല്യൂഷനാണ്. മെഡിക്കൽ ഇൻഡസ്ട്രിയിലെ ഒരു റെവല്യൂഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള പെയിൻസിനെയും മാറ്റാൻ സാധിക്കും. പോരാത്തതിന് മാറാ രോഗങ്ങളെ പോലും പ്രതിരോധിക്കാൻ ഈ മരുന്നിന് കരുത്തുണ്ടെന്ന് പറയുന്നു. ആകെ പോകുകയും ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഡോസ് ആണ്. ചിലർക്ക് കൂടുതൽ ഡോസ് കൊടുക്കേണ്ടി വരും, ചിലർക്ക് കുറച്ച് ഡോസ് മതിയാവും. സം കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ്സ് പോലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല, ഇത് അഡിക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോഡ്രിക്ക് അവിടെ വലിയൊരു പ്രസന്റേഷൻ കൊടുത്തെങ്കിലും നിലവിലത്തെ കമ്പനി സിഇഒ ഗ്രിസ് വേൾഡ് ഈ മരുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലൂസിഫറിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി പറയത്തില്ലേ, അതുപോലെ ഇവിടെ ഗ്രിസ് വേൾഡും ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ബിക്കോസ് ഡ്രഗ്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞു. നമ്മുടെ റോഡ്രിക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ കമ്പനിയിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തണം, തൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പുള്ളിക്കാരൻ കുറേ മെനക്കെട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മരുന്നാണ് ഈ ലിക്വിഡോം. റോഡ്രിക്ക് തിരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിലാണെങ്കിൽ ഇവൻ്റെ സഹോദരി മാഡലിൻ ഉണ്ട്. മാഡലിനെ കൂടാതെ റോഡ്രിക്കിൻ്റെ ഭാര്യയും കുഞ്ഞുണ്ട്. യെസ്, അതിനിടയിൽ ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. ആദ്യത്തെ കുട്ടിയും ജനിച്ചു. കുട്ടിയുടെ പേര് നമുക്കറിയാം, ഫ്രെഡറിക്. ഭാര്യയുടെ പേര് അനബൽ. ആദ്യത്തെ ഭാര്യയുടെ പേര് അനബൽ. ആദ്യത്തെ ഭാര്യ കൂടാതെ ഇങ്ങനെ കുറേ ഭാര്യമാരുണ്ട്. അവരിലൂടെയൊക്കെ കുറേ അധികം മക്കളുണ്ട്. മക്കളെയൊക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിരുന്നല്ലോ. മാഡലിൻ അവിടെ ഒരു IT കമ്പനിയിലാണ് ജോലി ആയിരുന്നു. പുള്ളിക്കാരി ഇന്ന് ആ ജോലി റിസൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും മൈക്രോ പ്രോസസർ ഡെവലപ്മെൻറ്റും അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഓൾമോസ്റ്റ് ആ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത്രത്തോളം കാര്യങ്ങൾ പുള്ളിക്കാരി മനസ്സിലാക്കി. ഇത്രയൊക്കെ അറിവും കഴിവും നേടിക്കഴിഞ്ഞിട്ടും ഇവർക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഇവരെ അലട്ടുന്ന കാര്യം. ഇങ്ങനെ തന്നെ തുടർന്നാൽ പറ്റത്തില്ല. കൂടുതൽ ബെറ്റർ ആവണം, ഫിനാൻഷ്യലി കുറച്ചുകൂടി അടിപൊളി സ്റ്റേജിലേക്ക് എത്തണമെന്നുള്ള ആ ഒരു ആഗ്രഹം കാരണം എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലിക്വിഡോം എന്ന ഒരു ഡ്രഗ്, ആ ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ കമ്പനി അത് അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ മാഡലിനും റോഡ്രിക്കും ഒക്കെ പണത്തിന് പുറകെ ഓടുന്ന ടൈപ്പ് ആണെങ്കിലും അനബൽ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ലൈഫ് ഓക്കെ അല്ലേ, പിന്നെയും എന്തിനാണ് വീണ്ടും കാശിന് പുറകെ ഓടുന്നത്? നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ. നിങ്ങൾ രണ്ടുപേരും നല്ല കഴിവുള്ള ആളുകളാണ്, നിങ്ങളുടേതായിട്ടുള്ള ഫീൽഡുകളിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗ്രോത്ത് കിട്ടും. അനാവശ്യമായി ഇങ്ങനെ പണത്തിന് പുറകെ പോയി ഒരുപാട് ടെൻഷൻ എടുത്ത് തലേ വെക്കണോ എന്നൊക്കെ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാൽ മാഡലിനെ സംബന്ധിച്ചിടത്തോളം അനബലിൻ്റെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. മാഡലിൻ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി പുള്ളിക്കാരി ഏതറ്റം വരെയും പോകും. അതിനുവേണ്ടി റോഡ്രിക്കിനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കുകയും ചെയ്യും. പണ്ടും മാഡലിൻ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും പുള്ളിക്കാരി അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ റോഡ്രിക്കിൻ്റെ കൊച്ചുമകളുടെ അടുത്ത് ഈ പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയൊരു AI ചാറ്റ് ബോർഡിനെ പറ്റി സംസാരിക്കുകയാണ്. എക്സാക്ട്ലി ഒരു ഹ്യൂമനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് AI ആണെന്ന് പറയാത്ത വിധം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു AIനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കും വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കുമെന്നും തൻ്റെ മരണത്തിന് ശേഷം താൻ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആളുകൾ തങ്ങളെ തന്നെ ഓർക്കുമെന്നും ഇവൾ പറയുന്നുണ്ട്. സോ അന്നും ഇന്നും മൈൻഡ് സെറ്റിന് യാതൊരു മാറ്റവും ഇല്ല. മാഡലിൻ എന്നും മാഡലിൻ തന്നെയാണ്. അവർക്ക് എന്ത് വേണമോ അവരത് നേടിയെടുത്തിരിക്കും, എങ്ങനെ ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും. ദെൻ റോഡ്രിക്കിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോൾ അപ്പാപ്പനോട് വേറെ പണിയിലായിരുന്നു. ജൂണോ ആൻറ്റിയുടെ കൂടെ അപ്പാപ്പൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനൊക്കെ ഒരു നേരവും കാലവും നോക്കണ്ടേ അപ്പാപ്പ? അറ്റ്ലീസ്റ്റ് ആ ഡോറെങ്കിലും ഒന്ന് ലോക്ക് ചെയ്തിട്ട്. ഓ ഐ എം സോറി, നിങ്ങൾ തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വരാം. എന്തോന്ന് തിരക്ക്, മോള് വാ, ഇതൊക്കെ ഇവിടെ യൂഷ്വൽ അല്ലേ? പറഞ്ഞു വരുമ്പോൾ ലെനോറിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വൈഫാണല്ലോ ജൂണോ, അതുകൊണ്ട് തന്നെ ലെനോറിന്റെ ഗ്രാൻഡ് മദർ ആണല്ലോ ജൂണോ. ബട്ട് ജൂണോനെ ഗ്രാൻഡ് മദർ എന്നൊന്നും വിളിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. വേണ്ട അത് വേണ്ട, ഞാൻ നിന്നെ തല്ലിപ്പോവും പ്ലീസ്. ഇവിടെ ഈ ജൂണോയും റോഡ്രിക്കും കണ്ടുകൂട്ടിയത് എങ്ങനെയാണെന്നോ, ഒരിക്കൽ ജൂണോയ്ക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. പുള്ളിക്കാരുടെ കാലൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത്ര വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വലിയ വേദന കാരണം പുള്ളിക്കാരിക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വന്നു, ലിക്വിഡോം എടുക്കേണ്ടി വന്നു. അന്നേ വരെ പേഷ്യൻസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡോം യൂസ് ചെയ്യുന്ന ആളുകൾ എടുത്തിട്ടുള്ളതിനേക്കാൾ ഒത്തിരി ഡോസ് പുള്ളിക്കാരി കൂടുതൽ എടുത്തു. എന്നിട്ടും അവൾ കോൺഷ്യസ് ആയിരുന്നു. ഇക്കാര്യം പറഞ്ഞാണ് നമ്മുടെ റോഡ്രിക്ക് ജൂണോയോട് സംസാരിക്കാൻ ചെല്ലുന്നത്. സംസാരിച്ചു. ഇത്രയും മരുന്ന് എടുത്തിട്ടും പുള്ളിക്കാരി ഇത്ര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ അവർക്കിടയിൽ കാര്യങ്ങൾ വർക്കൗട്ടായി. പിന്നെ ഇവിടെ വരെ എത്തി. ജൂണോ ഇതിന് സമ്മതിച്ചതിന് കാരണം എന്തായാലും ഇങ്ങേർക്ക് ഇത്രയും സ്വത്തുണ്ട്, അധികം വൈകാതെ ഈ പുള്ളിക്കാരൻ തട്ടിപ്പോവും, ഈ സ്വത്തൊക്കെ തന്റെ പേരിലാവുന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ഓഫ് കോഴ്സ് ഇങ്ങനെ അവളൊരു ഷുഗർ ഡാഡി ആയിട്ടായിരിക്കാം കരുതുന്നത്. എന്നാൽ തന്റെ മരുന്ന് ഇത്രയും ഹൈ ഡോസിൽ യൂസ് ചെയ്തിട്ടും ഇവൾ ഇപ്പോഴും ജീവനോടുള്ളത് അല്ലെങ്കിൽ ഇവൾ ഇപ്പോഴും കോൺഷ്യസ് ആയിട്ടുള്ളത് ശരിക്കും റോഡ്രിക്കിനെ അത്ഭുതപ്പെടുത്തി. ഇത്രയൊക്കെ ലിക്വിഡോം യൂസ് ചെയ്തതുകൊണ്ട് ഇനിയും ഇവൾ ഉറപ്പായിട്ടും അതിന് അഡിക്റ്റ് ആവും, അധികം നാൾ ഇവൾ ജീവനോട് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം റോഡ്രിക്ക് മനസ്സിലാക്കി. ഇങ്ങനെ ഒരു കണ്ടീഷനിലുള്ള ജൂണോയെ തന്റെ കൂടെ നിർത്തുന്നതാണ് സേഫ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ റോഡ്രിക്ക് ഈ പുള്ളിക്കാരിയെ കൂടെ നിർത്തിയേക്കുന്നത്. ഇങ്ങനെ പുള്ളിക്കാരൻ ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ ഇവളുടെ അഡിക്ഷൻ കുറഞ്ഞേക്കാം, അതല്ലെങ്കിൽ കൂടാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ കമ്പനിക്കെതിരെ ഇത്ര വലിയ കേസുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ ജൂണോയെ പോലെ ഇത്രയും കൂടുതൽ ഡോസ് മെഡിസിൻ യൂസ് ചെയ്ത ഒരാളെ വെളിയിൽ വിടുന്നത് അത്ര സേഫ് അല്ല. ഒരുപക്ഷെ ഇവളും കൂടെ സാക്ഷിയായിട്ട് വന്നാൽ അത് പിന്നെയും കമ്പനിയെ മോശമായിട്ടല്ലേ അഫക്റ്റ് ചെയ്യൂ. അങ്ങനെയും ഒരു ഉദ്ദേശം ഉണ്ടാവാം റോഡ്രിക്കിന്. കട്ടിതാൽ നമ്മുടെ ഫ്രെഡറിക്കിന്റെ വീട്ടിൽ ചെല്ലുന്ന പ്രോസ്പെറോ ഫ്രെഡറിക്കിന്റെ വൈഫ് മൊറേലിനെ ഇന്ന് അവൻ നടത്തുന്ന പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രെഡറിക്കുമായിട്ട് ഇവൻ അത്ര നല്ല ടേംസിലല്ലോ. ഫ്രെഡറിക്ക് ഇവനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. ഇന്ന് നടത്താൻ പോകുന്ന പാർട്ടിയിൽ ചെറുക്കിന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഒരുപക്ഷെ പാർട്ടിയിൽ വരുന്ന ആൾക്ക് പണി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നും തോന്നുന്നു.
തോന്നുന്നു. ഇവിടെ വന്ന് മൊറേലിനെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് ഫ്രെഡറിക്കിനുള്ള പണി കൊടുക്കാനായിരിക്കും. മൊറേൽ ഇതൊരു പ്രൈവറ്റ് പാർട്ടിയാണ്, വരുന്ന എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ആരെ എന്തെന്നൊന്നും ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം. ആ ഫ്രെഡറിക്കിനെ നിങ്ങളെ എത്ര തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ അതിൻ്റെ 100 ഇരട്ടി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ആണുങ്ങളുണ്ട് പാർട്ടിയിൽ. ധൈര്യമായിട്ട് വാ. ഇങ്ങനെയൊക്കെ ഒരു മടിയും കൂടാതെ ചേട്ടത്തിയമ്മയോട് സംസാരിക്കുന്നത് കേട്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഇവന്റെ ചേട്ടന്റെ ഭാര്യയാണെന്നെങ്കിലും ഓർക്കണ്ടേ. ഇപ്പൊ പറഞ്ഞൊന്നും ഒന്നുമല്ല, ചക്കൻ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രൈവറ്റ് പാർട്ടിനെ പറ്റിയൊക്കെ ഒരുമാതിരി ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ നടത്തി പാർട്ടിക്ക് ചെല്ലാൻ ഒട്ടും താല്പര്യമില്ലാത്ത മൊറേലിന്റെ മനസ്സിൽ പോലും ആഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിൽ ചെക്കൻ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് ചെക്കനുണ്ട്. ഒന്നുമില്ലെങ്കിലും റോഡ്രിക്കിന്റെ മോനല്ലേ, പുള്ളിക്കാരന്റെ കഴിവ് കിട്ടാതിരിക്കത്തില്ലല്ലോ. മൊറേൽ ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അവിടെ വരുന്ന കാര്യം ആരും അറിയാൻ പോകുന്നില്ല. ഈവൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോൺ പോലും യൂസ് ചെയ്യേണ്ട, അതാ ഈ ഫോൺ യൂസ് ചെയ്യും. ഫ്രെഡറിക്കിനൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. പിന്നെ ഇതിന്റെ പാസ്വേഡ് 3639669999. ഇങ്ങനെയൊരു പ്രൊപ്പോസൽ കിട്ടിയ മൊറേലിന് എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കാൻ സാധിക്കുക? അത്രയ്ക്ക് ചെക്കൻ അങ്ങ് കൺവിൻസ് ചെയ്ത് കളഞ്ഞതേ. ദെൻ അന്ന് രാത്രി നമ്മുടെ ടാമർലൈൻ പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ട് വില്ലിന് വേണ്ടി ഒരു സ്ത്രീയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിവിടെ സ്ഥിരം നടക്കാറുള്ള കലാപരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ടാമർലൈൻ്റെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു ഫാന്റസിയാണിത്. വില്ലിന് വേണ്ടി പുള്ളിക്കാരി മറ്റ് സ്ത്രീകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ അവർ സെക്സ് ചെയ്യുന്നത് നോക്കിയിരുന്ന് ആസ്വദിക്കുകയാണ് ടാമർലൈൻ്റെ പരിപാടി. അതും ഓരോ ദിവസം ഓരോ വിയേർഡ് ആയിട്ടുള്ള ആക്സിലൂടെ, ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഫോർ പ്ലേ ഒക്കെ ചെയ്ത് ടാമർലൈൻ ആവശ്യപ്പെടുന്ന പോലെയൊക്കെ അവർ രണ്ടുപേരും ചെയ്യും. അതൊക്കെ കണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള സ്ത്രീ. ഇതേസമയം മറ്റൊരിടത്ത് ക്യാമലിന്റെ വിയേർഡ് ഫാന്റസി ഇതാണ്. പുള്ളിക്കാരുടെ 2 അസിസ്റ്റന്റുകളുണ്ടല്ലോ, ടോബിയും ടീനയും. അവരുടെ 2 ആളുടെയും കൂടെ പുള്ളിക്കാരി സെക്സ് ചെയ്യും. ഒരുപക്ഷെ ഇവള് ബൈസെക്സൽ ആയിരിക്കാം, എന്നാൽ ടോബിയും ടീനയും ബൈസെക്സൽ ആണെന്ന് ഉറപ്പില്ല. ഇവൾ എന്താവശ്യപ്പെടുന്നു അത് ചെയ്യുക മാത്രമല്ലേ അവർക്ക് നിർവാഹമുള്ളൂ. അന്ന് രാത്രി നമ്മുടെ മൊറേൽ പ്രോസ്പെറോ വിളിച്ച പാർട്ടിക്ക് ചെല്ലുന്നുണ്ട്. ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഇവരുടെ കയ്യിലുള്ള മൊബൈൽ, ക്യാമറാസ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഗാഡ്ജറ്റ്സും അവിടെ ലോക്കറിൽ വെക്കാൻ പറയുന്നുണ്ട്. ദെൻ ഇവർക്ക് ധരിക്കാനായിട്ട് ഒരു ചെറിയ ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ ഒരു മാസ്കും കൊടുക്കും. ഇവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്ത് മാത്രമേ അവരവരുടെ ലോക്കേഴ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. പഴയ പൂട്ടിക്കിടന്ന ഫാക്ടറി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പാർട്ടി നടത്താൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തുമാത്രം മാറ്റമാണ് ചെക്കൻ വരുത്തിയെന്ന് നോക്കിക്കോണേ. അവൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന ഏതൊരാൾക്കും അവരവരുടെ മനസ്സിലുള്ള വിയേർഡ് ഫാന്റസീസ് ഇവിടെ ഓപ്പൺ ആയിട്ട് ചെയ്യാം. ഒന്നിനും ഒരു തടസ്സമില്ല, എന്തും അലൗഡാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ പാർട്ടിയിൽ വന്നവർക്ക് ഇവന്റെ ചതി മനസ്സിലാക്കാൻ സാധിക്കണമായിരുന്നു. ഇവിടെ ഹോളിനുള്ളിൽ പ്രവേശിച്ച ആരുടെ കയ്യിലും മൊബൈൽ ഫോൺസ്, ക്യാമറാസ് ഒന്നുമില്ലെങ്കിലും ഓൾറെഡി പ്രോസ്പെറോ ഇവിടെ എല്ലാം ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ചില ആളുകളൊക്കെ റൂമുകളിൽ പോയി പലരുമായി സെക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ റൂമിലും, പാർട്ടി ഹാളിലും, ഹോൾവേയിലും എല്ലായിടത്തും ക്യാമറാസ് വെച്ചിട്ടുണ്ട്. എല്ലാ വിഷ്വൽസും കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇവൻ ഈ ഒരൊറ്റ പാർട്ടി യൂസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇവിടെ ഇവൻ കളക്ട് ചെയ്യുന്ന ഈ വിഷ്വൽസ് ആണ് ഇവന്റെ ബിസിനസ്. ഇവന്റെ ചേട്ടന്റെ ഭാര്യയെ ഇങ്ങോട്ട് വിളിച്ചതും പുള്ളിക്കാരിക്ക് പണി കൊടുക്കാനാണ്. മെയിനായിട്ട് ഫ്രെഡറിക്കിന് പണി കൊടുക്കാനാണ്. ഫ്രെഡറിക്ക് ഇവനെ പിടിച്ച് ഭിത്തിയെ കയറ്റിയാനുള്ള പ്രതികാരം. അങ്ങേരുടെ ലൈഫ് മുഴുവൻ ഇവൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ അങ്ങേരുടെ ഭാര്യ ഇവിടെ വന്ന കാര്യം ലോകം മുഴുവൻ അറിയും. അങ്ങനെയൊക്കെ പാർട്ടി മുന്നോട്ട് പോകവേ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു സ്ത്രീയാണത്. ആരായിരിക്കും അത്? പ്രോസ്പെറോയ്ക്കും ഇതേ സംശയം. അവൻ അവളുടെ പുറകെ ചെല്ലുന്നു. അങ്ങോട്ടേ നോക്കിയപ്പോൾ നമ്മുടെ പ്രോസ്പെറോയ്ക്ക് വേണ്ടി ആ സ്ത്രീ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അത് വേറെ ആരുമായിരുന്നില്ല, വെർണയാണ്. നീ ആരാ, എങ്ങനെ ഇവിടെ വന്നേ എന്നൊക്കെ പറഞ്ഞ് പ്രോസ്പെറോ ചോദിച്ചപ്പോൾ അവൾ ഒരുമാതിരി ഇവനെ സെഡ്യൂസ് ചെയ്യുന്ന പോലെ സംസാരിച്ച്, നിനക്കറിയാത്തൊരു കാര്യം പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആളുകൾ ഒരു കരാറുണ്ടാക്കി. അവരന്ന് അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. എല്ലാം ഒരു തമാശ പോലെ കരുതി അവർ മുന്നോട്ട് പോയി. പിന്നെ അങ്ങോട്ട് അവർ ഒരുപാട് വളർന്നു. അവർക്ക് ഒരുപാട് മക്കളുണ്ടായി. നീ ജനിച്ചു. ഇന്നിപ്പോൾ ഈ ദിവസം വന്നെത്തിയിരിക്കുന്നു. നീ ജനിക്കുന്നതിന് മുമ്പ് കുറച്ച് ആളുകൾ ഏർപ്പെട്ട കരാറിന്റെ പൂർത്തീകരണ സമയമായിരിക്കുന്നു. നിനക്കിതിൽ ഒരു പങ്കുമില്ല. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം എഴുതപ്പെട്ടതാണ്. ഇത്രയും മാത്രം പറഞ്ഞ് വെറുതെ അവിടെ ഇറങ്ങിപ്പോയി. ഇവനാണെങ്കിൽ ഒരു വക പോലും മനസ്സിലായില്ല. ഇവൻ അവളുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അവൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ജസ്റ്റ് പുള്ളിക്കാരി പാർട്ടി നടക്കുന്ന ഹോളിലോട്ട് കയറുന്നത് കണ്ടു. പിന്നെ പുള്ളിക്കാരിയെ കണ്ടില്ല. എന്തായാലും പാർട്ടിയിലെ പ്രധാനപ്പെട്ട ടൈം എത്തിയിരിക്കുന്നു. വാട്ടർ സ്പ്രിംഗ്ലർ ഓൺ ചെയ്യേണ്ട സമയമായി. സോ അവിടെയുള്ള എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്ത് എല്ലാവരും ആ ഒരു ഉന്മാദ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഒരു ധരി പോലും ബോധമില്ലാതെ ആടി ഉലഞ്ഞ് അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ അവർ വാട്ടർ ഓൺ ചെയ്തു. വെള്ളം വീഴുന്നതിന് തൊട്ട് മുമ്പ് വെറുതെ അവിടെയുള്ള സെക്യൂരിറ്റീസിനോടും ബാർട്ടൻഡേഴ്സിനോടും എല്ലാവരോടും ഇവിടുന്ന് പുറത്തു പോകാൻ പറയുന്നുണ്ട്. അവർ പറഞ്ഞതുപോലെ കേട്ടു. ഈവൻ നമ്മുടെ മൊറേലിന്റെ അടുത്ത് വന്ന് പുള്ളിക്കാരോട് ജസ്റ്റ് പുറത്തു പോകാൻ പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ വെറുതെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. എന്നാൽ മൊറേലിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പുള്ളിക്കാരി ഒരുമാതിരി ഇപ്പോൾ എന്ത് സംസാരിച്ചേ, ആരാ എന്നോട് സംസാരിച്ചെന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോഴേക്കും വെള്ളം വീഴുന്നു. ഗസ് വാട്ട് ഹാപ്പൻഡ്? എല്ലാവരുടെയും ശരീരം വെന്തുരുകാൻ തുടങ്ങി. കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുള്ളൂ, ഇതുപോലെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറീസിൽ ഭയങ്കര കെമിക്കൽസ് ഉണ്ടെന്ന്. ഒരുപാട് നാളുകളായിട്ട് ആരും നോക്കാനില്ലാത്ത, മെയിൻറ്റെയിൻ ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ കിടന്ന ആ കെമിക്കൽസ് എല്ലാം വെള്ളവുമായിട്ടും ആ ചുറ്റുവട്ടത്തുള്ള പ്രദേശവുമായിട്ടും ഒക്കെ പല രീതിയിൽ സിങ്ക് ആയിരുന്നു. ഇതിപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ വന്ന് ചാവേണ്ട ഗതികേരാണ് ഇവർക്കൊക്കെ. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും ശരീരം വെന്തുരുക്കി എല്ലുകൾ പുറത്തു വരുന്ന അവസ്ഥ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോസ്പെറോയുടെ ആത്മാവ് ഒരുമാതിരി വിയേർഡായിട്ടുള്ള കോലത്തിൽ റോഡ്രിക്കിന്റെ മുന്നിൽ വന്നതെന്ന്. ഇങ്ങനെയാണ് പ്രോസ്പെറോ മരിക്കുന്നത്. പ്രോസ്പെറോയും അവന്റെ കൂടെയുള്ള ആളുകളുമൊക്കെ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ ശരീരം വെന്തുരുക്കി ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസ്പെറോയുടെ അടുത്ത് വരുന്ന വെർണ അവനെ കിസ് ചെയ്തിട്ട് അവളുടെ മാസ്ക് ഇവന് വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് പോകും.
പ്രോസ്പെറോയുടെ പാർട്ടിയിലെ ആളുകളെല്ലാം കൊല്ലപ്പെട്ടു. ദെൻ പോലീസ് ഈ കാര്യം അറിഞ്ഞ ഏരിയയുടെ കൺട്രോൾ ഏറ്റെടുത്തു. അവർ വന്ന ഏരിയയും പരിസരങ്ങളും എല്ലാം സീസ് ചെയ്ത് വിശദമായി പരിശോധിക്കുകയാണ്. എത്ര ശവങ്ങളാണ് അകത്ത് കുഞ്ഞുകൂടി കിടക്കുന്നത്. ഒരാളെയും പുറത്തുനിന്ന് അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എങ്ങനെയൊക്കെയോ അകത്ത് കയറാൻ പെർമിഷൻ ഒപ്പിച്ചു. വേറെ ആരുമല്ല, ആർത്തർ പിം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഷർ കുടുംബത്തിനെതിരെ യാതൊരു തെളിവും പോലീസിന് കിട്ടാൻ പാടില്ല. അതിനു മുമ്പ് ഇങ്ങനെ അകത്ത് കയറി എന്തെങ്കിലും തെളിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കണം. അതാണ് പുള്ളിയുടെ ഉദ്ദേശം. അങ്ങനെ ആർത്തർ അകത്ത് കയറി അത്രത്തോളം ശവങ്ങൾക്കിടയിലൂടെ ഒരു കൂസലുമില്ലാത്ത പുള്ളിക്കാരൻ അങ്ങനെ നടന്ന് ചെല്ലുവാണ്. ഈ കൂട്ടത്തിൽ ഒരാളുടെ മുഖത്ത് മാത്രം മാസ്ക് ഉണ്ട്. അത് പ്രോസ്പെറോ ആണെന്ന് ഇങ്ങർക്ക് മനസ്സിലായി. വിദഗ്ധമായി അവന്റെ പക്കലുണ്ടായിരുന്ന ഫോൺ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. കൂടാതെ പിന്നെയും ശവങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഫ്രെഡറിക്കിന്റെ വൈഫ് മൊറേലായിരുന്നു അത്. ഈ അപകടത്തിൽ അഫക്റ്റഡ് ആയിട്ടും ഇതിനുള്ളിൽ ജീവനോടെയുള്ള ഒരേ ഒരാൾ. ഉടനടി ആർത്തർ കാര്യം പോലീസിനെ അറിയിച്ചു. അവർ വന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ കട്ട് ചെയ്താൽ ആ ഫാക്ടറിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ ആർത്തർ പിം റോഡ്രിക്കിനോടും മാഡലിനോടും പറയുവാണ്. മൊത്തം 78 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ ഒരാൾ ഹോസ്പിറ്റലിലുണ്ട്. മൊറേൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇവരിൽ സംശയമുണ്ടാക്കുന്ന കാര്യം, ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ഇവിടുന്ന് പുറത്തു പോയിരുന്നു. സകല സെക്യൂരിറ്റീസും സ്റ്റാഫും ഒക്കെ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായോ അവരെ സംശയിക്കാമല്ലോ. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഇത് സെറ്റപ്പ് ചെയ്തത്. അവർക്കിതിൽ കൈയുണ്ട് എന്ന് ആർത്തർ സംശയിക്കുന്നു. ദൈവമേ, 78 ആളുകൾ മരിച്ചോ? നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് താഴെ പോകാഞ്ഞത് ഭാഗ്യം എന്നും മാഡലിൻ. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടതിലല്ല അവൾക്ക് വിഷമം. സ്വന്തം ബ്രദറിന്റെ മകനാണ് കൊല്ലപ്പെട്ടത്. അതിൽ അവൾക്ക് വിഷമമില്ല. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എങ്ങനെയൊക്കെ ഒത്തിരി താഴെ പോകാതെ സർവൈവ് ചെയ്ത് നിന്നു. വാല്യുവേഷൻ കുറഞ്ഞില്ലല്ലോ, അതിൽ അവൾ ആശ്വസിക്കുവാണ്. ആൻഡ് റോഡ്രിക്ക് പറയുന്നത്, ആർത്തർ ഇത് പ്രോസ്പെറോ ആണ് ചെയ്തെന്നുള്ള കാര്യം പുറത്തു വരരുത്. പാർട്ടിക്ക് വന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ടവന്റെ തലയിലോട്ട് ഇത് കിട്ടിവെക്ക്. നമ്മുടെ കുടുംബത്തിന് മേൽ പഴി വരരുത്. എന്തിനാണ് മാഡലിനെ കുറ്റം പറയുന്നത്? നല്ലതന്ത മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഇവർ പറയുന്ന അനുസരിച്ച് ആർത്തർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി ക്യാമ്പിലെ വിഷ്വൽസ് ഒക്കെ പുള്ളിക്കാരൻ തന്നെ കളക്ട് ചെയ്തു. അതിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ വെർണയുടെ മുഖം അതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവളിലേക്ക് അവർക്കൊരു ലീഡ് കിട്ടിയേക്കാം. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ഫ്രെഡറിക്ക് മൊറേലിനെ കാണാൻ ഓടി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. റോഡ്രിക്കും മാഡ്ലിനും ഒക്കെ ഇവിടെയുണ്ട്. അവൻ ഓടി വന്ന് മൊറേലിനെ കണ്ടു. നീ സംഭവങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, നിന്റെ അനിയൻ മരണപ്പെട്ടു. ഫ്രെഡറിക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല. മൊറേലിനെ തന്നെ നോക്കി അങ്ങനെ നിന്നു. അന്നേരം റോഡ്രിക്ക് വീണ്ടും, നിന്റെ അനിയൻ മരിച്ചു എന്നാണ് പറഞ്ഞത്. അവൻ ചത്ത കാര്യം ഞാൻ ഓൾറെഡി അറിഞ്ഞു എന്ന് ചേട്ടന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ്. ഇത് കുടുംബത്തിലുള്ള എല്ലാം ഇങ്ങനെ തന്നെ. നമ്മൾ ജീവിക്കുന്ന ലോകത്തൊന്നുമല്ല ഇവർ ജീവിക്കുന്നേ. എത്രയൊക്കെ ഉയർന്ന പൊസിഷനിലാണെന്ന് പറഞ്ഞാലും ഒരു മിനിമം ഒരു ഇത് വേണ്ടേ? മാഡലിൻ റോഡ്രിക്കിന്റെ ബാക്കിയുള്ള മക്കളോട് ഇക്കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കമീൽ പറയുന്നത്, ഇത് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എന്തോരോ ആളുകളുടെ സിമ്പതി കിട്ടുമെന്നറിയോ? അഷർ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചിരിക്കുന്നു. നമ്മളിത് ഇങ്ങനെ പരസ്യം ചെയ്യണം. പെറി അഷർ, അമേരിക്കയുടെ മകൻ, അമേരിക്കയുടെ ഫോളൻ പ്രിൻസ്. ഇപ്പം നമ്മുടെ ഫാമിലിക്കെതിരെയുള്ള ഹെയ്റ്റിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ആളുകളുടെ സിമ്പതി പിടിച്ചു വരാൻ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പെറി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി പറയണം. ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇവളി പറയുന്നതൊക്കെ കേട്ടപ്പോൾ മാഡലിൻ ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തേക്കാനുള്ള പെർമിഷൻ കൊടുത്തു. ഉടൻ വിക്ടറിയും പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഇതുകൊണ്ടാണ് ആളുകൾ നമുക്കെതിരെ സംസാരിക്കുന്നത്. ഇതാണ് നമ്മളെ ആളുകൾ ഇത്ര വെറുക്കാനുള്ള കാരണം. ഒരു മിനിമം മനുഷ്യത്വം കാണിക്കണ്ടേ? ഭാഗ്യം ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കുറച്ചെങ്കിലും വിഷമമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് മൊറേലിന്റെ മകളായിട്ടുള്ള ലിനോറും പിന്നെ ഒന്ന് ഈ പുള്ളിക്കാരി വിക്ടറിനുമാണ്. വാട്ടവർ, വിക്ടറിൻ ഇപ്പോൾ കുറേ അധികം പരീക്ഷണങ്ങളൊക്കെ കുരങ്ങിൽ ചെയ്ത് അതെല്ലാം ഫെയിലായി. അതൊക്കെ സക്സസ് ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള കഠിന ശ്രമത്തിലാണ് പുള്ളിക്കാരി. അതിനുവേണ്ടി വീണ്ടും റിസർച്ച് ലാബിൽ ആ ഒരു പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവൾ വേറൊരാളെ പരിചയപ്പെടുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വരുമായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്ത് വന്നപ്പോൾ ഇവളുടെ ശരീരത്ത് വന്ന് ഇടിച്ച് ആ പുള്ളിക്കാരി അങ്ങ് വീണു. ഈ വീണ വ്യക്തിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ മുഖം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, വെർണ തന്നെ. വെർണ ഇപ്പോൾ ഈ കൊലത്തിലൂടെ വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടാണ്. അത് ക്ഷമിക്കണം, ഐ എം റിയലി സോറി, ഞാൻ നിങ്ങളെ കണ്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് വിക്ടറിൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറിയെന്ന്. വിക്ടറിയും പെട്ടെന്ന്, നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടോ? അല്ല, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരു ഡോക്ടറാണ്, ഡോക്ടർ റൂയിസ്. പുള്ളിക്കാരിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും. ഞാൻ വേണേൽ റെക്കമെൻഡ് ചെയ്യാം. എന്ത് പറയുന്നു? കേട്ടപാടെ വെർണയും അങ്ങ് സമ്മതിക്കുന്നുണ്ട്. ശരിക്കും വിക്ടറിന്റെ ഉദ്ദേശം ഹ്യൂമൻ ട്രയൽ ചെയ്യാൻ ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ലല്ലോ. സോ ഈ പുള്ളിക്കാരി ഹേർട്ടിന് പ്രശ്നമുണ്ട്. ദെൻ എന്തുകൊണ്ട് ഈ പുള്ളിക്കാരി യൂസ് ചെയ്തുകൂടാ? ഇവളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി അതൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ഇവർക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റിയ ഒരാളാണ്. നന്നായിട്ടുണ്ട്. ആനിമൽസിൽ പോലും ജീവൻ നിലനിർത്താൻ ഇവരുടെ എക്യുപ്മെന്റിനോട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫണ്ടിങ് നഷ്ടപ്പെട്ടേക്കാവുന്നുള്ള ഇഷ്യൂ ഒക്കെ വന്നതിനെ തുടർന്ന് ഹ്യൂമൻസിൽ ഒരു പെർമിഷനും കൂടാതെ ടെസ്റ്റ് ചെയ്യാൻ ഇവൾ തയ്യാറെടുക്കുന്നു. ചെന്ന് കയറി പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോൾ കറക്റ്റ് വെർണയുടെ മുന്നിലാണ് ചെന്ന് കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ വെർണ പ്ലാൻ ചെയ്ത് ഇവളെ പെടുത്തി കളഞ്ഞു. ഇനിയിപ്പോൾ വെർണ ഇവളെ എങ്ങനെയാണോ കൊല്ലാൻ പോകുന്നത്? അവിടെ കെട്ടിയതാൽ പ്രസന്റ് ടൈമിൽ നമ്മുടെ ഡൂപ്പിനോട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാണല്ലോ റോഡ്രിക്കിന്റെ ഫാമിലിയുടെ പബ്ലിക്കും പ്രൈവറ്റും ആയിട്ടുള്ള ബിസിനസിനെ പറ്റിയും അദ്ദേഹത്തിന്റെ മക്കളുടെ മരണത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടെ ചില മക്കളുടെ പ്രേതങ്ങൾ ഇങ്ങനെ മുന്നിൽ വരുന്നുണ്ട്. ഇതുപോലെ. ഇത് കമീലാണ്.
പുള്ളിക്കാരി പെറിയുടെ മരണം കൊണ്ട് സിമ്പതി ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. ആ ശ്രമത്തിനൊടുക്കം എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയിപ്പോയി. ഇവളുടെ പണിയെന്ന് വെച്ചാൽ കുടുംബത്തിലെ എല്ലാവരെയും പറ്റിയും വിശദമായി പരിശോധിച്ച് അവരെന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണല്ലോ. പിന്നെ കുടുംബത്തിന്റെ ഇമേജ് നന്നാക്കി വെക്കുക, അങ്ങനെയൊക്കെയുള്ള പണിയാണല്ലോ ഇവൾക്കുള്ളത്. ലിയോയെ പറ്റിയും വിക്ടറിനെ പറ്റിയും പെറിയെ പറ്റിയും ഓരോരുത്തരെ പറ്റി ഇവൾ വിശദമായി അന്വേഷിച്ചിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ് കമീലും അവളുടെ 2 അസിസ്റ്റന്റുമാരും. അവർക്ക് ഇതൊക്കെ തന്നെ പണിയുന്നേ. ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഡൂപ്പി നോക്കുമ്പോൾ ഇടയ്ക്കിടെ റോട്ടിലേക്ക് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഇയാൾ ഗ്ലാസ് കയറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഡൂപ്പിന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഗോസ്റ്റുകളിൽ ഒന്നും നമ്മുടെ ഡൂപ്പിന് കാണാൻ പറ്റത്തില്ല. അവിടെ കട്ടിയാൽ വീണ്ടും പഴയ കാലത്തിലേക്ക് ഫോർച്യൂനാറ്റോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഇപ്പോഴത്തെ സിഇഒയ്ക്ക് നമ്മുടെ ഹീറോ റോഡ്രിക്ക് അവനുണ്ടാക്കിയ ആ ഒരു മരുന്ന് ലിഗഡോം എന്ന ആ ഒരു മരുന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ നിലവിലത്തെ സിഇഒ അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. പുള്ളിക്കാരൻ അത് അപ്രൂവ് ചെയ്തില്ല. പക്ഷേ നമ്മുടെ റോഡ്രിക്കിനെ ഒഴിവാക്കി ആ മരുന്ന് യൂസ് ചെയ്യാൻ അങ്ങേർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. റോഡ്രിക്ക് മെനക്കെട്ട് റിസർച്ച് ചെയ്തും മറ്റ് ലാബുകളുമായിട്ട് കൊളാബ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചെടുത്ത ആ മരുന്ന് ഇവൻ സ്വന്തമാക്കി. ലിഗഡോൺ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാർമ കമ്പനിയുമായിട്ട് ഈ സിഇഒ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തു. റോഡ്രിക്കിന് ഇഷ്ടപ്പെടുവോ? അവൻ വലിയ ബഹളമൊക്കെ വെച്ച് ഇങ്ങനെ ഓഫീസിലോട്ട് കയറുമെന്ന് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ സിഇഒ ഡയറക്ട്ലി ഫാർമ കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റോഡ്രിക്കിന്റെ എഫേർട്ടിന് പുല്ലുവില. ഇങ്ങനെ ഇത് വെച്ച് പണം ഉണ്ടാക്കാൻ പോവാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലിഗഡോൺ പോലെ ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ വരുന്നത്. ഇതിന് വളരെ വളരെ മോശമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. അവരതിനെ പറ്റി പരീക്ഷണം നടത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഇവന്മാർ ഇത് പുറത്തുവിടാൻ പോകുന്നില്ല. ഇവർക്കെല്ലാം ബിസിനസ് അല്ലേ മുഖ്യം. റോഡ്രിക് നീ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ കമ്പനി എൻ്റെതാണ്. ലിഗഡോൺ ഉണ്ടാക്കുന്ന ആ കമ്പനി ഞാൻ വാങ്ങി. സോ ലിറ്ററലി ഈ ബിസിനസ് എൻ്റെയാണ്. ഇനി ഇത് നിന്റെ ഐഡിയ ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഐഡിയ ചെയ്ത് പൊട്ടനും ഉണ്ടാവും. ഇതൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നവനാണ് കിങ്. പിന്നെ നീ കാരണമാണ് ഈ ഐഡിയ എനിക്ക് കിട്ടിയെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് പൈസ ചുമ്മാ തന്നേക്കാം. $500 ചെക്കിൽ എഴുതിയിട്ടുണ്ട്. എടുത്തോണ്ട് പോകണം. എനിക്ക് ഈ പൈസ നിനക്ക് തരേണ്ട ആവശ്യമേ ഇല്ല. പിന്നെയും കിട്ടുന്നതല്ലേ, എടുത്തോണ്ട് പോടേ. ഇവിടെ വന്ന് ഇത്രയൊക്കെ ഡയലോഗ് അടിച്ച് ആ മരുന്ന് എന്നെ കാണിച്ച് തന്നതിനുള്ളൊരു ഇതാണെന്ന് കരുതിയാൽ മതി. കൊണ്ടുപോക്കോ. റോഡ്രിക്ക് ലിറ്ററലി ഫെയിലായി പണ്ടാറടങ്ങി നിൽക്കുവാണ്. അവനിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അവൻ ആ ചെക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല തീരുമാനം. സോ നിനക്ക് ഇവിടെ ഒരു ജോലി, 15% സാലറി ഹൈക്ക്, ഇതൊക്കെ തന്നേക്കാടാ. $500 കൊടുത്തു, ജോലിയും കൊടുത്തു. ഇതൊക്കെ ചെയ്യുന്നത് ലിറ്ററലി ഇവനെ ചതിച്ചിട്ടാണ്. ഇവൻ ഒരുപാട് കാശുണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെ തട്ടിയെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ആ സമയത്ത് റോഡ്രിക്കിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. ആരും അവനെ സഹായിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ. തിരികെ വീട്ടിൽ ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ ഇവന്റെ സഹോദരിയോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞപ്പോൾ ഇവന്റെ സഹോദരി മാഡ്ലിൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിനക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തൽക്കാലം നീ ഫോർച്യൂനാറ്റോയിൽ തന്നെ നിൽക്ക്. അയാൾ പറയുന്നതൊക്കെ കേട്ട് അയാൾക്ക് വേണ്ടപ്പെട്ടവനായി അയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്ക്. നമുക്കൊരു അവസരം കിട്ടുമെന്നേ. അങ്ങനെ നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ അയാളെ നമുക്ക് വകവരുത്താം. ഇങ്ങനെ ഒറ്റയടിക്കും തുറന്നു പറഞ്ഞില്ല. ഇവരുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൂടി കണക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു വെച്ചു. ഇതെല്ലാം കേൾക്കുന്ന റോഡ്രിക്കിന്റെ ഭാര്യ അനവലിലേക്ക് ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരിക്ക് ഒത്തിരി അങ്ങ് ഭയങ്കര കാശുണ്ടാക്കിയോ ആ ഒരു ലെവൽ എത്തണോ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. ആളൊരു പാവമാണ്, പറഞ്ഞിരുന്നല്ലോ. മറ്റൊരാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യുന്ന ഒരാളല്ല. അനവലി റോഡ്രിക്കിനോട് പറയുന്നത് ഇപ്പം നമുക്ക് $500 കിട്ടി, അത് വലിയൊരു എമൗണ്ട് ആണ്. നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസിനെയൊക്കെ സോൾവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു ജോലി മതി, ഇതിൽ പതുക്കെ മുന്നോട്ട് പോകാം. ആരോടും വാശിയൊന്നും വെച്ച് ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടി ഒന്നും ചെയ്തു കൂട്ടണ്ട. നിങ്ങൾ മാഡലിൻ പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നവൾ പറയുന്നുണ്ട്. പക്ഷേ റോഡ്രിക്കിനെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് മാഡലിൻ അറിയായിരുന്നു. ഒരു ശകുനിയെ പോലെ ഓരോരോ കാര്യങ്ങൾ ചെവിയിൽ ഓതിക്കൊടുത്ത് റോഡ്രിക്കിനെ കൊണ്ട് അങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കാൻ മാഡലിൻ പ്രത്യേക കഴിവാണ്. നല്ലൊരു അവസരം കിട്ടിയാൽ റൂഫസ് ഗ്രിസ്വോളിനെ, അതായത് ഫോർച്യൂനാറ്റോ കമ്പനിയുടെ ഇപ്പോഴത്തെ സിഇഒയെ വകവരുത്താനും അവൾ ശ്രമിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. മാഡലിൻ അങ്ങനെ ഡയറക്ട്ലി ചെയ്തില്ലെങ്കിലും നമ്മുടെ റോഡ്രിക്കിലൂടെ അവളത് നടത്തിയെടുക്കും. അവിടെ കെട്ടിയതാൽ ഇവിടെ നമ്മുടെ ലിയോ എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചു കയറ്റി ബോധവും പൊക്കണോ ഇല്ലാതൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്ന പാടെ നോക്കുമ്പോൾ ഇവന്റെ കയ്യിലും മുഖത്തും ഒക്കെ ചോര. നോക്കുമ്പോൾ എന്താ സംഭവം? ഇവന്റെ പാർട്ട്ണർ ജൂലിയസിന്റെ ഫേവറേറ്റ് ക്യാറ്റില്ലേ പ്ലൂട്ടോ, അത് അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. കത്തി കുത്തിയിറങ്ങി ആരും അതിനെ കൊന്നതാണ്. ഈ വീട്ടിൽ മനുഷ്യനായിട്ട് ഇപ്പോൾ ജൂലിയസ് ഇവനും മാത്രമേ ഉള്ളൂ. ജൂലിയസ് എന്തായാലും അവന്റെ ഫേവറേറ്റ് പ്ലൂട്ടോയെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇവൻ ഇന്നലെ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി ആ ഒരു മൂത്ത് നിൽക്കുമ്പോൾ പീക്കിൽ നിൽക്കുമ്പോൾ എന്തോ ചെയ്തിട്ടുണ്ടാവും. ജൂലിയസ് ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല. അവനെ കാണാൻ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെ വിഷയമാവും. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ലിയോ പ്ലൂട്ടോയുടെ ബോഡി എടുത്ത് മാറ്റി അവിടെയുള്ള ബ്ലഡ് എല്ലാം അതിന്റെ സ്റ്റെയിൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആർത്തർ പ്രോസ്പെറോയുടെ പാർട്ടിയിലുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞ് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും തിരിച്ചറിഞ്ഞു പറയാൻ പറ്റത്തില്ല. ഒരാളെ മാത്രം അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ മാസ്ക് വെച്ച വുമൺ ആര്? നമ്മുടെ വെർണ. പാർട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ടൈമും പുള്ളിക്കാരി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മാസ്ക് ഊരിയത് ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ ചെന്നപ്പോഴാണ്. എന്നാലും പുള്ളിക്കാരുടെ മുഖം ക്ലിയർ ആയിട്ട് ഏതെങ്കിലും വിഷ്വലി കാണാമോ എന്നോ ഇപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് കിട്ടിയപ്പോൾ മാഡലിൻ പറയുന്നത് മേ ബി ഇത് ഒരു ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരാൾ പ്ലാൻ ചെയ്തതാവാം. എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചൊരു കൺക്ലൂഷനിലെത്തൽ 2 പോസിബിലിറ്റീസും അന്വേഷിക്കണം. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ടും മരിക്കാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലുള്ള മൊറയിൽ എഴുന്നേറ്റ് വരണം എന്നാണ് പറയുന്നത്. ഇവിടെ ലിയോയും ജൂലിയസും ഉള്ള അവിടെ ജൂലിയസ് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്ത് ലിയോ ഇവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ പോലെ അല്ലാതെ ജൂലിയസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള സംസാരമൊക്കെ, പിന്നെ അവന് വേണ്ടി പ്രത്യേകം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവനിത് എന്ത് പറ്റിയെന്ന് ജൂലിയസിന് ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവനത് മാനേജ് ചെയ്തു. ജൂലിയസ് പ്ലൂട്ടോയെ പറ്റി ചോദിച്ചപ്പോൾ പ്ലൂട്ടോ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇപ്പോൾ കണ്ടതാണ്, എങ്ങോട്ട് ഓടിപ്പോയി കാണുമെന്നേ. ഓ ഇനിയിപ്പോൾ അവൻ പുറത്തു വല്ലതും ഇറങ്ങി പോയിട്ടുണ്ടാവോ? ഉടനെ ജൂലിയസ് ഞാനത് ശ്രദ്ധിക്കേണ്ടായിരുന്നു. അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്. ജൂലിയസ് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇത് ആദ്യമായിട്ടല്ലോ, നേരത്തെയും ഇതുപോലെ പോയി 1-2 ദിവസം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നിട്ടില്ലേ. നമുക്ക് നോക്കാം, കറങ്ങി തിരിഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അവിടെ കണ്ടായാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ
നമ്മുടെ മൊറേലിനെ കാണാൻ പുള്ളിക്കാരിയുടെ മകൾ ലെനോർ ചെല്ലുന്നുണ്ട്. ലെനോർ അകത്ത് കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മൊറേലിന്റെ ശരീരത്ത് മൊത്തം ഇങ്ങനെ പ്ലാസ്റ്ററുകളൊക്കെ ചുറ്റിയിരുന്നു. പുള്ളിക്കാരി തന്നെ ദൈവം അതൊക്കെ വലിച്ചു പൊട്ടിക്കുന്നു. ഇവള് എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പെരുമാറ്റം. ശരീരം മൊത്തം വെന്തുരുകിയിരിക്കുമല്ലേ, അതിന് മരുന്നൊക്കെ വെച്ച് കിടത്തിയേക്കുമ്പോൾ ആ പ്ലാസ്റ്ററൊക്കെ വലിച്ചു പൊട്ടിക്കുന്നത് ഒരുമാതിരി ഭയങ്കര അരോചകമായിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ലെനോർ അലർ വിളിക്കുന്നത് കാണിച്ച് അവിടെ കട്ടായാൽ അടുത്ത സീനിൽ നമ്മുടെ വിക്ടറീൻ ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ഇവളുടെ മുന്നിൽ വന്ന് വെർണയെ വിളിച്ച് ആ പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇന്ന പോലെ ഞാൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തു, നിങ്ങളുടെ കണ്ടീഷൻ അത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ പെർഫെക്റ്റ്ലി ഓക്കെ ആക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത്. സോ എത്രയും വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയാണ്. അപ്പുറത്തുള്ള വെർണയെ ഇത് സമ്മതിച്ചു. എന്താല്ലേ കൊത്താൻ നിൽക്കുന്ന പാമ്പിന്റെ അണ്ണാക്കിലോട് ചെന്ന് കയറുന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദെൻ നമ്മുടെ കമീലിനെ കാണിക്കുമ്പോൾ അവളുടെ അസിസ്റ്റന്റുകളായിട്ടുള്ള ടോബിയും ടീനയുടെയും കൂടെ പുള്ളിക്കാരി സ്ഥിരം ചെയ്യുന്ന മറ്റേ കലാപരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാനായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ടോബിയും ടീനയും അങ്ങോട്ട് വന്ന് ഇനിയും തങ്ങളെ ഈ പരിപാടിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ടോബിയും ടീനയും റിലേഷൻഷിപ്പിലാണത്രേ. സോ ഇനിയിപ്പോൾ കമീൽ പറയുന്ന പോലെ കമീലിന്റെ ഫാന്റസിക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്തു കൂടാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ, നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്താ ഇതിനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ കോൺട്രാക്റ്റിൽ എഴുതി തന്നിട്ടുണ്ട്. കമീൽ ഇനി ഇവ ഞങ്ങളെ ഇനി കിട്ടത്തില്ല, അന്ന് ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു പൊട്ടന്മാരാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഈ പറയുന്ന ടോബിയുടെയും ടീനയുടെയും യഥാർത്ഥ പേര് ടോബിയും ടീനയൊന്നും അല്ല, ടീനയുടെ യഥാർത്ഥ പേര് ബെത്ത് എന്നൊക്കെയാണ്. കമീലിന്റെ സൗകര്യത്തിന് പുള്ളിക്കാരി അവൾക്ക് തോന്നിയ ഒരു പേരങ്ങ് വെച്ചു. സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കാണെങ്കിലും ഇങ്ങനെ മറ്റൊരാളുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇപ്പൊ ടോബിയും ടീനയും ഇവളുടെ ഫാന്റസി ഒന്നും കൂട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതോടെ കമീൽ ഇവരെ രണ്ടുപേരെയും പിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ കുടുംബത്തിലെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ ചാരപ്പണി ചെയ്യുന്ന പണി ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ, വാട്ടവർ. ഇതേ സമയം നമ്മുടെ ടാമർലൈൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ടാമർലൈൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ആ പുള്ളിക്കാരനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് നോക്കിയിരുന്ന് കാണുകയാണ് ടാമർലൈൻ്റെ ഒരു വിനോദം. എന്നാൽ ഇത്തവണ അവിടേക്ക് വരുന്നത് സ്ഥിരം വരുന്ന പെണ്ണല്ല, പകരം നമ്മുടെ വെർണയാണ്. വിക്ടറിന്റെ കാര്യത്തിൽ മാത്രമല്ല ടാമർലൈൻ്റെ കാര്യത്തിലും വെർണ ഡയറക്ട്ലി ഇടപെട്ടിരിക്കുന്നു. ഈ കുടുംബത്തെ മൊത്തത്തിൽ ചുറ്റി വരിഞ്ഞ് മുറുക്കുവാണ് വെർണ. ഇതേ രാത്രി കമീൽ നേരിട്ട് വിക്ടറിന്റെ ലാബിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇവളുടെ അസിസ്റ്റന്റുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ, ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇവൾ തന്നെ ചെയ്യണം. വിക്ടറിന്റെ ലാബിൽ എത്ര കുരങ്ങുകളുണ്ട്, അതിൽ എത്ര കുരങ്ങൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട്, എത്ര എണ്ണത്തിൽ അവൾ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഇവരുടെയൊക്കെ അച്ഛനോട് റോഡ്രിക്കിനോട് അവൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ, ഫണ്ടിങ് നിർത്താനുള്ള സമയമായോ എല്ലാം അറിയണമല്ലോ. അവിടെ എത്തിയപ്പോൾ അവിടെ റിസപ്ഷനിൽ സെക്യൂരിറ്റി ഗാർഡ് മാത്രമേ ഇരിക്കുള്ളൂ. സെക്യൂരിറ്റി ആരാണെന്ന് നോക്കിയേ, നമ്മുടെ വെർണ തന്നെ. യെസ്, മൊത്തത്തിൽ ഈ കുടുംബം വെർണയുടെ കൺട്രോളിലാണെന്ന് പറയാം. ആദ്യം വെർണ ഇവളെ അകത്തോട്ട് വിടാൻ തയ്യാറായില്ല. പക്ഷേ കമീൽ ബഹളം വെച്ചപ്പോൾ വെർണ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവൾ അകത്തിയെന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു, എത്ര കുരങ്ങുകൾ ജീവനോടെയുണ്ട്, എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കുന്നു. ഇത് കുരങ്ങുകളാണ്, അതുങ്ങൾ ഇങ്ങനെ ചാടി മണ്ടയ്ക്ക് കയറാനുള്ള സ്വഭാവമൊക്കെ കാണിക്കും. മിനിമം ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നില്ലെങ്കിൽ ഇവളുടെ കാര്യം കഷ്ടത്തിലാവും. എന്നാലും കുരങ്ങുകളെല്ലാം കൂട്ടിലാണല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അകത്തിയെന്നതാണ്. അതുങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെർണ അങ്ങോട്ട് വന്ന് എത്രമാത്രം ആനിമൽസിനെ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മെഡിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കണക്കുകൾ അനുസരിച്ച് മില്യൺസ് ഓഫ് ആനിമൽസിനെ ഓരോ വർഷവും ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ബാൻ ചെയ്യപ്പെട്ടതാണ്. എന്നിട്ടും അതൊന്നും വകവെക്കാതെ, ഇതുങ്ങളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാതെ അതുങ്ങളെ ദിവസം പ്രതി കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കമീലിന് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല. ഇവൾക്ക് എന്തോന്ന് കുറ്റബോധം? കാശ്, പണം, അവളുടെ ഫാന്റസീസ്, അത് ഇത് അങ്ങനെയുള്ള ഒരു ലൈഫല്ലേ. വെർണ ആനിമൽസിനോട് ഹ്യൂമൻസ് ചെയ്യുന്ന ക്രൂരതയെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതെ വെർണ എന്ത് പറഞ്ഞാലും അതിനെ എതിർത്തുകൊണ്ട് നിന്നതാണ്. പെട്ടെന്ന് വെർണ ഒരു കുരങ്ങിന്റെ കൂട്ടായി ചാടി ആ ഡെസ്കിൽ കയറി. കുരങ്ങുകൾ ചാടി ആ ഡെസ്കിൽ കയറുന്ന ആ ഒരു രീതിയിൽ കുരങ്ങിന്റെ ബോഡി ലാംഗ്വേജിൽ ഇവള് ചാടി ഡെസ്കിൽ കയറി. എന്നിട്ട് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും അവളുടെ ചങ്കൊക്കെ ഇങ്ങനെ വലിച്ചു പൊളിക്കുന്ന പോലെ കുരങ്ങുകൾ ചെയ്യാറില്ലേ, എക്സാക്ട്ലി അതുപോലെ ആ ഒരു രീതിയിലൊക്കെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ വിക്ടറിൻ ഈ കുരങ്ങുകളെ എത്രത്തോളം ഹറാസ് ചെയ്തിരുന്നു എന്നൊക്കെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. കമീൽ ആകപ്പെട്ടു. തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, താൻ വലിയ കെണിയിൽ അകപ്പെട്ടു എന്ന് കമീൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവൾ ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് വെർണയുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ പതിയുന്ന ഫോട്ടോ ഒരു കുരങ്ങിൻ്റെതാണ്. അവിടെ കെട്ടിയാൽ അടുത്ത ദിവസം ഈ റിസർച്ച് ലാബിലെ എംപ്ലോയീസ് വരുന്നു. രാവിലെ വന്ന് ലാബിനകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ മൊത്തം ബ്ലഡ്. അകത്തോട്ടി ഒന്ന് നോക്കിയപ്പോഴോ നമ്മുടെ കമീലിന്റെ ഡെഡ് ബോഡി അവിടെയുണ്ട്. അതിനടുത്തായിട്ട് ഒരു കുരങ്ങും. അവൾ മരിച്ചിട്ടും ഇത്രയും നേരം അവളുടെ ശരീരം ഇങ്ങനെ പിച്ച് കീറി ഒരു പരുവമാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ലിയോ അഥവാ നെപ്പോളിയൻ അവൻ ഒരു പെറ്റ് ഷോപ്പിൽ വന്നിരിക്കുന്നതാണ്. ജൂലിയസിന്റെ ക്യാറ്റിനെ അബദ്ധവശാൽ ഇവൻ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന് പകരം ജൂലിയസിന്റെ ക്യാറ്റിനെ പോലെ തന്നെ ഇരിക്കുന്ന, പ്ലൂട്ടോയെ പോലെ തന്നെയുള്ള ഒരു കറുത്ത ക്യാറ്റിനെ വാങ്ങാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അടുത്ത രസം. ഈ പെറ്റ് ഷോപ്പിൽ ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് നോക്കിയേ, വെർണ തന്നെ. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊണ്ടേ ഇവള് പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി മനസ്സിലായി. ഒരു കറുത്ത കാറ്റ്, അതിന് പെർഫെക്റ്റ് ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ. അവിടെയുള്ള പൂച്ചകളെയൊക്കെ കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ എക്സാക്ട്ലി പ്ലൂട്ടോയെ പോലെ തന്നെയുള്ളൊരു പൂച്ചയുണ്ട്. എന്നാൽ ഈ പൂച്ചയ്ക്ക് വേണ്ടി ഓൾറെഡി ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വെർണ പറയുന്നതെന്നുണ്ടെങ്കിലും ഇവൻ എത്ര പണം വേണേലും കൊടുക്കാം, പണം വാരി എറിയാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് അങ്ങനെ പുതിയ പൂച്ചയും കൊണ്ട് വീട്ടിൽ വന്നു. ജൂലിയസിന്റെ പ്ലൂട്ടോ ആർക്കും ഉപദ്രവമൊന്നുമില്ലാത്ത പൂച്ചയായിരുന്നു, ആരെയും അങ്ങനെ ആക്രമിക്കൂലായിരുന്നു. ബട്ട് ഇവിടെ ഇവ മേടിച്ചുകൊണ്ട് വന്ന് ഇത് ആദ്യം തന്നെ ഇവന്റെ കൈക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട്. കയ്യിൽ അത്യാവശ്യം വലിയൊരു മുറിവുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇവന്റെ അച്ഛൻ ഇവനെ വിളിച്ച് ഇവന്റെ സഹോദരി മരണപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത്. വിക്ടറിന്റെ ലാബിൽ വെച്ച് വെർണ കമീലിനെ കൊല്ലുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. പക്ഷേ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം വിക്ടറിന്റെ ലാബിൽ കമീൽ ചെന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുരങ്ങുകൾ എങ്ങനെയോ സെല്ലിൽ നിന്ന് പുറത്തു വന്ന് അവളെ കൊന്നു എന്നാണ്. കട്ടിയതാൽ പ്രസന്റിൽ നമ്മുടെ ഡൂപ്പിന്റെ അടുത്ത് റോഡ്രിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ
ഇവരുടെ ഇതേ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് ചെറിയ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ താഴെ ബേസ്മെന്റിൽ എന്താ? ഓ, അത് മാഡ്ലീനാണ്. അവളവിടെ കുറച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ വീടിന്റെ ബേസ്മെന്റിലാ. അതും ഈ സമയത്ത് എന്തോന്ന് വർക്ക്? അവൾ ടെക് എക്സ്പേർട്ട് അല്ലേ, ജിഗാബൈറ്റ് മെഗാബൈറ്റ് അങ്ങനെ എന്തൊക്കെയോ. അല്ല, ഞാനവിടെ പറഞ്ഞു നിർത്തിയേ കമീലിന്റെ മരണം. ഓക്കെ, സീൻ ഷിഫ്റ്റായി നേരെ ഇപ്പൊ കുടുംബത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന അവിടേക്ക് വരുമ്പോൾ കമീലിന്റെ മരണത്തെ തുടർന്നും ഇവർ തമ്മിൽ ഒരുമാതിരി വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. കമീലിന്റെ മരണത്തിൽ കുറച്ചെങ്കിലും വിഷമമുള്ളതായിട്ട് തോന്നുന്നത് ലിയോയെ മാത്രമാണ്. കൂട്ടത്തിൽ ലിയോയും കമീലും അങ്ങനെയൊക്കെ ആയിരുന്നു. അവർ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു. ബാക്കിയുള്ള ടാവർലൈനോ ഫ്രെഡറിക്കോ വിക്ടറിനോ ഇവരാരുമായിട്ടും കമീൽ അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. കൂടാതെ കമീൽ മരിച്ചിരിക്കുന്നത് വിക്ടറിന്റെ ലാബിൽ വെച്ചാണെന്നുള്ള കാര്യം കൂടെ പരിഗണിച്ചതോടെ വിക്ടറിന് ഇതിൽ എന്തൊക്കെയോ കൈയുണ്ടെന്ന് ഇവൻ ആരോപിക്കാൻ തുടങ്ങി. നെപ്പോളിയന്റെ ഓരോരോ ചിന്തകളെ അവൻ ആ ഒരു വിഷമത്തിൽ ഓരോന്നിങ്ങനെ വിളിച്ച് പറയുന്നതാണ്. സ്റ്റോപ്പ് ഇറ്റ്, എന്ത് ഇത് സംഭവിച്ചു, നമ്മളിനി മീഡിയാസിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ലിയോ, നീയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നും മാഡലീൻ. ഒരുമാതിരി വിഷമത്തിലായിരുന്നു നെപ്പോളിയൻ. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചപ്പോൾ, ലിയോ നിന്നോട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചതല്ല, സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞതാ. എന്റെ മക്കളിൽ 2 പേരാണ് ഈ അടുത്ത് തന്നെ മരണപ്പെട്ടത്, പ്രോസ്പെറോയും കമീലും. ഇതിന്റെയൊക്കെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെ മാഡലീൻ നിന്നോടൊക്കെ എന്ത് പറയുന്നു അത് കേട്ട് അനുസരിച്ചോണം. മനസ്സിലായോ? ഞാനിവിടെ ഒരു കമാൻഡറാണ്, പറയുന്നത് അനുസരിക്കുക. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇടം വലം നോക്കാതെ നീയൊക്കെ ചെയ്തിരിക്കണം. ഇങ്ങനെ കമാൻഡ് ഇട്ടു. ഇനിയിപ്പോൾ റോഡ്രിക്കിനെ ഇവരെല്ലാം സർ എന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. But sir, yes sir. Sir, yes sir. എന്നാലും ഇതൊന്നും കേൾക്കാനും അനുസരിക്കാനും ലിയോ നിന്നില്ല. പുള്ളി ആ സ്റ്റേറ്റ്മെന്റിന് ചുരുട്ടി കളഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കൂട്ടത്തിൽ ഇവന്റെ അച്ഛനെ പറ്റി വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു. ലൈക്ക് പുള്ളിക്കാരന് കുറേ ഭാര്യമാരുണ്ട്, കുറേ സ്ത്രീകളുമായി റിലേഷൻ ഉണ്ട്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തിരി ഏറെ മോശമായി സംസാരിച്ചു. ഉടനെ ആർത്തർ ലിയോയെ പിടിച്ചു നിർത്തി. എന്നാൽ റോഡ്രിക്ക് ലിയോ പറഞ്ഞൊക്കെ കേട്ടൊരുമാതിരി ചത്ത പോലായിട്ട് ലിയോയെ വിട്ടേക്കാൻ പറഞ്ഞു. ജസ്റ്റ് ലുക്ക് അറ്റ് ആർത്തർ പിം. ഈ പുള്ളിക്കാരൻ എന്തൊരു ലോയലാണ്. ഇയാളുടെ കമ്പനിയല്ല, ഇയാളുടെ കുടുംബമല്ല, ഇയാൾക്ക് ഒരു പണം കൊടുക്കുന്നുണ്ട്, അതിനവർ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു. ഈ കുടുംബത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഏത് എക്സ്ട്രീം വരെയും ഇങ്ങനെ പോകും. അത്രത്തോളം വിശ്വസ്തനായ മനുഷ്യൻ. ദെൻ റോഡ്രിക്കിനും മാഡലിനും വിക്ടറിന്റെ ലാബിൽ നിന്ന് കളക്ട് ചെയ്ത CCTV വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആർത്തർ പിം. ആ സമയം ലാബിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനെ ഇവരാരും നിയമിച്ചതല്ല. ആ സമയം അവിടെ ഇരിക്കേണ്ട സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഇല്ലതാനും. ഇവർ ആ ഒരു വിഷ്വൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ വെർണയുടെ മുഖം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. സോ ഇവൾ ആര് എന്തെന്നൊക്കെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ഫോട്ടോ ഈ ഒരു വിഷ്വൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതേ സമയം അങ്ങ് കോർട്ടിൽ ഡൂപ്പിനും അദ്ദേഹത്തിന്റെ സൈഡിലുള്ള അഡ്വക്കേറ്റ്സും ഒക്കെ അഷർ ഫാമിലി വരാൻ വേണ്ടി കാത്തിരിക്കുവാണ്. സമയം ഒരുപാട് കഴിഞ്ഞു പോയി, അരമണിക്കൂർ കഴിഞ്ഞു, ഇതുവരെയും അവർ വന്നിട്ടില്ല. ഇവർ ഇത്രയൊക്കെ താമസിച്ചതുകൊണ്ട് കോർട്ടിന്റെ സമയം കളയുന്നതുകൊണ്ട് അവർക്ക് ഫൈൻ കൊടുക്കണമെന്നൊക്കെ ഡൂപ്പിന് ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ആർത്തർ പിം അങ്ങോട്ട് വന്ന് സംഭവിച്ച കാര്യങ്ങൾ അറിയിച്ചു. കമീൽ മരിച്ചുപോയി, അതുകൊണ്ട് ഫാമിലിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് അറിയിച്ചു. സോ കോടതി കേസ് മാറ്റിവെച്ചു. അടുത്ത തിങ്കളാഴ്ച വീണ്ടും വിചാരണ തുടങ്ങും. ആൻഡ് ഇവിടെ ഇവരുടെ വീട്ടിൽ റോഡ്രിക്ക് വിക്ടറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വിക്ടറിന്റെ ലാബിലേക്ക് എന്തുകൊണ്ട് കമീൽ പോയി നിങ്ങൾക്ക് അറിയണം. റോഡ്രിക്കിന്റെ ഓരോ മക്കളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരുന്ന കമീലിന് എന്തെങ്കിലും സംശയം തോന്നാൻ ഇവളുടെ ലാബിലേക്ക് അതും പാതിരാത്രി സമയത്ത് പോകത്തില്ല. എന്തുകൊണ്ടാണ് കമീൽ വിക്ടറിനെ സംശയിച്ചത്? വിക്ടറിനെ അവിടെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് റോഡ്രിക്ക് ചോദിക്കുമ്പോൾ ആസ് യൂഷ്വൽ വിക്ടറിൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒളിച്ച് കളിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവള് ലിറ്ററലി ഹെൽപ്ലെസ് ആണെന്ന് പറയാം. കാര്യം ഒന്നാമതെ ഫണ്ടിങ് നിൽക്കുമെന്നുള്ള ആശങ്ക ഒരു സൈഡിൽ, കൂടാതെ മൃഗങ്ങൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും തന്നെ സക്സസ് അല്ല. കുറെ അഡ്രനാലിൻ കുത്തിവെച്ച് മൃഗങ്ങളെയൊക്കെ കൊന്നു കളഞ്ഞതേ ഉള്ളൂ. അത് സക്സസ് ആവാതെ തന്നെ ഒരു ഹ്യൂമൻലി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവള് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ പുറത്ത് വന്നാൽ ആ പീസ് പൊട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. റോഡ്രിക്ക് തുടരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇവരിനിപ്പോൾ ഹ്യൂമൻസിൽ പരീക്ഷണം നടത്താൻ തുടങ്ങുവാണെന്ന് ഇവൾ തുറന്നു പറഞ്ഞു. ആക്ച്വലി ആനിമൽസിലെ പരീക്ഷണം ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്യും, അധികം വയ്യാതെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അത് കേട്ടതോടെ റോഡ്രിക്ക് ഒന്ന് സമാധാനപ്പെട്ടു. ഓക്കെ, അങ്ങനെയെങ്കിൽ നല്ലതാണ്, പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ മുന്നിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. സെയിം ടൈം ഇവരുടെ വക്കീൽ ആർത്തർ പിം നമ്മുടെ ഫ്രെഡറിക്കിന് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. പ്രോസ്പെറോ ഒക്കെ പറഞ്ഞപ്പെട്ട അവിടെ നീ പുള്ളിക്കാരൻ്റെ ഒരു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ശരിക്കും അത് ഫ്രെഡറിക്കിന്റെ വൈഫ് മൊറേലിന്റെ ഫോണായിരുന്നു. മൊറേലിന്റെ സ്വന്തം ഫോണല്ല, ആ പാർട്ടിയിൽ ചെല്ലുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പെറി അവൾക്ക് കൊടുത്ത ഫോൺ. ഇത് മൊറേലിന്റെ ഫോണല്ല, ഇങ്ങനൊരു ഫോൺ അവൾക്കില്ല എന്നിവൻ ഉറപ്പിച്ച് പറഞ്ഞു. എന്നാലും ആർത്തർ പിം പറയുന്നത് എത്രയും വേഗം ഈ ഫോൺ അൺലോക്ക് ചെയ്തിരിക്കണം, അത് പാസ്വേഡ് എന്താണെന്ന് നീ തന്നെ കണ്ടുപിടിച്ചോണം, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ലീഡായിരിക്കും ഇത്, നീ എങ്ങനെയെങ്കിലും ഇത് അൺലോക്ക് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. ഇവൻ എന്തായാലും ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിന്റെ പാസ്വേഡ് ഇട്ടത് പ്രോസ്പെറോ ആണ്. പ്രോസ്പെറോ ആ പാസ്വേഡ് നമ്മുടെ മൊറേലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊറേൽ എഴുന്നേറ്റ് വരണം. നേരത്തെ അവൾ ഹോസ്പിറ്റലിൽ വെച്ച് വിയേർഡായിട്ട് അവളുടെ പ്ലാസ്റ്ററൊക്കെ വലിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവളുടെ ഫിസിക്കൽ കണ്ടീഷൻ മാത്രമല്ല, മെന്റൽ കണ്ടീഷൻ മാത്രം ഓക്കെ അല്ല. പുള്ളിക്കാരി വല്ലാത്തൊരവസ്ഥയിലാണ്. ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ അവൾ റിക്കവറായി വന്നെങ്കിലേ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളായിരിക്കും, അല്ലെങ്കിൽ ജയിൽ ബ്രേക്ക് ചെയ്യാം. എന്നാൽ അതിലേക്കൊന്നും ഇവർ ചിന്തിച്ചു പോകുന്നില്ല. ഡേറ്റ ലോസ് ഒന്നും ഉണ്ടാവരുത്. സോ എങ്ങനെയെങ്കിലും ഇത് അൺലോക്ക് ചെയ്യും, പാസ്വേഡ് അടിച്ച് എങ്ങനെയും അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടു. ഇതേ സമയം തന്നെ കമീൽ കൊല്ലപ്പെട്ട ആ രാത്രി വിക്ടറിന്റെ ലാബിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ എൻഹാൻസ് ചെയ്ത ഫോട്ടോ റോഡ്രിക്കിന് കിട്ടുന്നുണ്ട്. വെർണയെ കണ്ടപ്പോൾ തന്നെ ആർത്തറും മാഡ്ലീനും അങ്ങ് പതറിപ്പോയി. ഇതെങ്ങനെ സാധ്യമാവും? ഇത് പോസിബിൾ അല്ലല്ലോ. ഈ ഫോട്ടോ കണ്ട് മാഡ്ലീൻ അവർക്കറിയാവുന്ന ഒരു സ്ഥലത്തോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു മതിൽ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇവരിവിടെ വന്നിട്ടുണ്ടെന്നേ. അന്ന് ഇവിടെ ഈ മതിലല്ലായിരുന്നു, പകരം ഇവിടെ ഒരു ബാറോ ഒരു പബ്ബോ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കുറേ പോസ്റ്റേഴ്സും ഇതൊക്കെ പതിച്ചൊരു മതിൽ, അവിടെ ഒരു കാക്കയുടെ പെയിന്റിങ്ങും ഉണ്ട്, അവിടെ ആയിട്ടൊരു കാക്ക വന്നിരിക്കുന്നുണ്ട്. ഈ കാക്ക സബ്ജക്റ്റിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്തായാലും ഇതെല്ലാം കൂടെ കണ്ടതുകൊണ്ട് ഇവർ രണ്ടുപേരും ശരിക്കും അങ്ങ് ഒരുമാതിരി വെപ്രാളത്തിലായെന്ന് പറയാം. റോഡ്രിക്ക് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഏറ്റവും താഴെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെന്നു. അവിടെ ഒരു മതിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ മതിലിനപ്പുറത്തു
തോന്നുന്ന എന്തോ ഒരു മെറ്റാലിക് ശബ്ദവും അങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ മതിലിന് ഒരു കഥ പറയാനുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള മതിലുകളാണ് ഇവരുടെ ജീവിതം മൊത്തം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും. അവിടെ കെട്ടിയതാൽ അന്ന് രാത്രി കിടന്നുറങ്ങേണ്ട സമയം. എന്നാൽ ലിയോയും ജൂലിയസും ആ സമയം എന്തൊക്കെയോ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജൂലിയസ് ലിയോയ്ക്ക് BJ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലിയോ ഇതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ആ ഒരു മൊമെന്റ് നിൽക്കുമ്പോൾ തന്നെ ഇവൻ രണ്ടാമത് മേടിച്ചുകൊണ്ട് വന്ന പൂച്ച ഇവനെ പേടിപ്പിക്കുന്നുണ്ട്. രാത്രി സമയം ഇരുട്ടിന്ന് പൂച്ചയുടെ കണ്ണങ്ങനെ തിളങ്ങുന്ന പോലെ. മാത്രമല്ല ഇവൻ ജസ്റ്റ് തലയണക്കടിയിലേക്ക് ഒന്ന് കൈ കൊണ്ടുപോയിട്ട് കൈ പുറത്തെടുത്തപ്പോൾ അതിൽ മൊത്തം ബ്ലഡ്. വെപ്രാളപ്പെട്ട് ലിയോ ചാടി എണീറ്റതാണ്. ജൂലിയസ് താഴെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവന്റെ ഈ ചാടി എണീക്കൽ കാരണം അവന്റെ മൂക്കിടിച്ചൊരു വരവുമായി. ഇത് എവിടുന്ന് ഈ ബ്ലഡ് വന്നെന്ന് പറഞ്ഞ് ഇവൻ തലയണ പൊക്കി നോക്കുമ്പോൾ അതിനടിയിൽ ഒരു എലിയെ കൊന്നിട്ടേക്കുന്നു. പൂച്ച സാറിന്റെ പണി തന്നെ. അതും അതിനെ വേറെങ്ങും പിടിച്ചോണ്ടിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഇവൻ കിടക്കുന്ന തലയണയുടെ അടിയിൽ തന്നെ കൊണ്ടുവന്നിട്ടു. എഗെയിൻ അവിടെ കട്ടായി വീണ്ടും സീൻ പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ആയി വന്നാൽ നമ്മുടെ റോഡ്രിക്കിയുടെ കാര്യങ്ങളൊക്കെ ഡൂപ്പിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീടിന് മുകളിൽ നിന്ന് എന്തോ വന്ന് താഴെ വീണു. റോഡ്രിക്ക് വിരണ്ടു പോയെന്നേ. പുള്ളിക്കാരൻ പേടിച്ച് മാറി പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ അതിങ്ങേറെ മകൻ ലിയോ ആയിരുന്നു. ലിയോയുടെ ബോഡി അല്ലെങ്കിൽ ലിയോയുടെ ആത്മാവ്. അതും അല്ലെങ്കിൽ ഇയാൾക്ക് ഹാലുസിനേഷൻ സംഭവിക്കുന്നത്. ഡൂപ്പിന് ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഇയാൾ എന്തോ നീ പൊട്ടം കളിക്കുന്നതെന്ന് പറഞ്ഞ് ഡൂപ്പിൻ ചൂടാവുന്നുണ്ട്. അല്ല പിന്നെ ഈ പാതിരാത്രി സമയം ഇങ്ങനെ വിളിച്ചു വരുത്തി ഇവിടെ വിളക്കൊക്കെ വെച്ച് കഥയും പറയുന്നു. അതിനിടയിൽ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കി ഞെട്ടുന്ന പോലെ ഓരോന്ന് ആക്ട് ചെയ്യുന്നു. ദേഷ്യം വരാതിരിക്കുമോ? ഡൂപ്പിൻ ഐ എം റിയലി സോറി. ഇത് ഞാൻ ആക്ട് ചെയ്യുന്നതൊന്നുമല്ല. അങ്ങനെ സംഭവിക്കുന്ന ഓരോന്ന് കണ്ട് പേടിക്കുന്നതല്ലേ. ശരിക്കും ഉള്ളി തൊട്ട് പറയാം റിയലി സോറി. നിനക്ക് നമ്മൾ ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേരെ ഇവർ രണ്ടാളും ആദ്യം മീറ്റ് ചെയ്ത ഒരു ദിവസത്തിലേക്ക് പോകുന്നു. ഇവരുടെ പാസ്റ്റിലേക്ക് പോകുന്നു. അന്ന് ആ കാലത്ത് നഗരത്തിലെ ശ്മശാനങ്ങൾ തോണ്ടി ശവങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്രിമിനൽ ആ നഗരത്തിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ റോഡ്രിക്കിൽ എത്തി നിൽക്കുന്നത്. കുറ്റക്കാരൻ റോഡ്രിക്കല്ല. ഇവർ സംശയിക്കുന്നത് ഫോർച്യൂനാറ്റോ ഫാർമസ്യൂട്ടിക്കൽസിനെയാണ്. നമ്മുടെ റോഡ്രിക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറങ്ങി തിരിഞ്ഞുവിൻ്റെ അടുത്ത് വന്നു. ഓൾറെഡി ഒരു 10-30 ആളുകളുടെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞ് ഡൂപ്പിൻ ചെന്നിരുന്നു. അവരാരും ഡൂപ്പിൻ പറയുന്നത് കേൾക്കാനോ അവനെ സഹായിക്കാനോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന് സഹകരിക്കാനോ തയ്യാറായില്ല. റോഡ്രിക്കും ഇതേപോലെ തന്നെ ആദ്യം ഒട്ടും സഹകരണം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിയതെങ്കിലും ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇതെന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനൊരു മനസ്സ് കാണിച്ചു. ഡൂപ്പിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫോർച്യൂനാറ്റോ ഫാർമസ്യൂട്ടിക്കൽസ് കൺസെന്റ് ഇല്ലാതെ പല ആളുകളെ കൊണ്ടും ഫോഴ്സ്ഫുള്ളി അവരുടെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുന്നതായിട്ടൊക്കെ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ടെസ്റ്റിന് വിധേയമായ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ അടക്കിയെടുത്തുനിന്ന് അവരുടെ ശവശരീരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സോ നഗരത്തിലെ എല്ലാ കല്ലറയും പൊട്ടിച്ച് അതിൽ നിന്ന് ശവങ്ങൾ എടുത്തുകൊണ്ട് പോകല്ല. ഫോർച്യൂനാറ്റോ കമ്പനിയുടെ പരീക്ഷണത്തിന്റെ ഫലമായി മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശവങ്ങളാണ് കാണാതായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തി അതിന്റെ ഫയൽസ് ഒക്കെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന കൂട്ടത്തിൽ നമ്മുടെ ഹീറോ നമ്മുടെ റോഡ്രിക്കിന്റെ സയൻസും അതിൽ ചില പേപ്പേഴ്സിലുണ്ട്. ഇതെല്ലാം കാണുന്ന അനബല്ലി നോ ഇതൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ നടക്കുന്നതായിട്ട് ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഇദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുമല്ലോ എന്നിങ്ങനെ റോഡ്രിക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അനബല്ലി ഒരു പാവമാണ്, ഒരു പഞ്ചപാവമാണ്. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ഇവർക്കിടയിൽ വന്ന് പെട്ടുപോയെന്നേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ റോഡ്രിക്ക് പറയുന്നതാവട്ടെ ആക്ച്വലി ഈ സയൻസ് ഒക്കെ ഞാൻ തന്നെയാണ് ഇട്ടത് അതോ വേറെ ആരെങ്കിലും എൻ്റെ സയൻസ് ഇട്ടാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതെല്ലാം കൂടെ പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നൊരു മൂഡിലല്ല എന്ന് പറഞ്ഞ് ഡൂപ്പിനെ മടക്കി അയച്ചു. സംതിങ് ഫിഷി. ഒരു പക്ഷേ നമ്മുടെ റോഡ്രിക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തതായിരിക്കും. അതല്ലെങ്കിൽ കമ്പനി സിഇഒയോ കമ്പനിയിലുള്ള ആരെങ്കിലും ഒക്കെയോ ഇവന്റെ സിഗ്നേച്ചർ യൂസ് ചെയ്ത് റോഡ്രിക്കിനെ ആ കെണിയിൽ അകപ്പെടുത്തുന്ന പോലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതാണെങ്കിലോ അതിനൊരു സാധ്യത ഉണ്ടല്ലോ. ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൂപ്പിൻ ഇവിടെ വന്ന് സംസാരിച്ചത്. ഡൂപ്പിന് അത്രയെങ്കിലും മര്യാദ കാണിച്ചു. ഇവൻ കുറച്ചെങ്കിലും കേസിനോട് പ്രോപ്പറായിട്ട് സഹകരിക്കായിരുന്നു. എന്തായാലും ഇവന്റെ മനസ്സ് മാറി ഇവൻ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഡൂപ്പിൻ അങ്ങനെ കാർഡ് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ശേഷം ഇക്കാര്യങ്ങളെ പറ്റി ഇവരുടെ കമ്പനി സിഇഒ റൂഫസ് ഗ്രിസ്വേൾഡിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. റോഡ്രിക്ക് അങ്ങനെ ഒരു സൈൻ ഇട്ടിട്ടില്ല. റോഡ്രിക്ക് ഒരു പേപ്പറിലും സൈൻ ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെ അവന്റെ സിഗ്നേച്ചർ അവിടെ വന്നു? ഇതിനെപ്പറ്റി ഇവരോട് ചോദിച്ചപ്പോൾ റോഡ് നിനക്കറിയാലോ നമ്മുടെ കമ്പനി നമ്മളൊരു ടീമാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണിത്. അവരിനി നിന്നെ ശല്യം ചെയ്യത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ സിഗ്നേച്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു ടീമാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും, അതൊന്നും നീ കാര്യമാക്കണ്ട. ഇത് റോഡ്രിക്കിന് ഇഷ്ടപ്പെടുവോ? ഇവൻ അറിയാതെ ഇവന്റെ സിഗ്നേച്ചർ യൂസ് ചെയ്തേക്കുന്നു. റോഡ്രിക്ക് അതിനെപ്പറ്റി വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു നമ്മളൊരു ടീമായിട്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട, ഞാൻ പറയും നീ അനുസരിക്കും, മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതൊക്കെ കേട്ട് സാർ യെസ് സാർ അതായിരിക്കണം നിന്റെ മറുപടി എന്നിങ്ങനെ റൂഫസ് റോഡ്രിക്കിനോട് പറഞ്ഞു. റോഡ്രിക്കിനും അനുസരിക്കല്ലാതെ വേറെ വഴിയില്ല. അവനും സർ യെസ് സാർ സാർ പറയുന്ന പോലെ കേട്ടോളാം എന്ന് സമ്മതിച്ചു. റൂഫസിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. റൂഫസ് ഇവന് ഫെരാരിയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ. റോഡ്രിക്കിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ച് പിടിച്ചു നിർത്താനൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. റോഡ്രിക്ക് തിരികെ വീട്ടിൽ ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ അവന്റെ ഭാര്യയോടും സഹോദരിയോടും പറഞ്ഞപ്പോൾ ഭാര്യ പറയുന്നത് റോഡ്രിക്ക് നിങ്ങൾ ആ ജോലി രാജിവെക്കണം, നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കാം. ആ കമ്പനി ചെയ്യുന്നൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളുടെ പെർമിഷൻ കൂടാതെ അവർ യൂസ് ചെയ്തേക്കുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളായിരിക്കും ആദ്യം പെടുന്നത്. സോ നമുക്ക് ആ ജോലി വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്നിവള് പറയുന്നുണ്ടെങ്കിലും മാഡ്ലീൻ ആവട്ടെ റോഡ്രിക്ക് ഫോർച്യൂനാറ്റോ നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ അച്ഛൻ്റെ കമ്പനി. ഇപ്പൊ റൂഫസ് നിന്നെ ഒരു എച്ചിൽ പെട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. അതെന്തോ ആവട്ടെ ആ കമ്പനി നമുക്ക് സ്വന്തമാക്കണം. അവൻ തരുന്ന എച്ചിൽ നിന്ന് തൽക്കാലം നീ അവിടെ നിൽക്ക്. കുറച്ചു കാലം അവൻ്റെയൊക്കെ എച്ചിൽ നിന്ന് അവിടെ നിൽക്കേണ്ടി വന്നാലും അവനെയൊക്കെ കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഡൂപ്പിനോട് വെച്ചിട്ട് പോയി അദ്ദേഹത്തിന്റെ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അതായത് ഫോർച്യൂനാറ്റോ കമ്പനി തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ആ കമ്പനിക്ക് എതിരെ പ്രവർത്തിക്കാവുന്ന ഡൂപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങേ സഹായിക്കാമെന്ന് പറഞ്ഞു. വെൽ ഇങ്ങനെ ചെയ്താൽ ഫോർച്യൂനാറ്റോ കമ്പനി ഇവരുടെ സ്വന്തമാകത്തില്ല, പകരം കമ്പനിയെ തകർക്കാൻ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മാഡലീൻ ആണെന്ന് നമ്മൾ പരിഗണിക്കണം. പുള്ളിക്കാരി എന്തെങ്കിലും കാണാതെ ഒരിക്കലും ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എന്തോ പ്ലാൻ ഉണ്ട് അവൾക്ക്. അവിടെ കെട്ടിയതാൽ അടുത്ത സീനിൽ ഇവിടെ നമ്മുടെ ലിയോയും ജൂലിയസും രാവിലെ എണീറ്റ് വരുന്നു. രാവിലെ തന്നെ ജൂലിയസ് പ്രത്യേകം ലിയോയോട് പറയുന്നുണ്ട് ഇന്ന് ആവശ്യമില്ലാത്ത പൊടിയൊന്നും വലിച്ചു കയറ്റാൻ പോയേക്കരുത്. നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിനക്ക് തന്നെ ഒരു ബോധമില്ല. ഇന്നലെ രാത്രി എന്തൊക്കെയാണ്
പൂച്ചേ, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, നീ ഒന്ന് കൺട്രോൾ ചെയ്ത് നിന്നേ പറ്റൂ, ഇനി ആവശ്യമില്ലാത്ത പൊടിയൊന്നും എടുക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ ഇവൻ്റെ മൂത്ത ചേട്ടൻ നമ്മുടെ ഫ്രെഡറിക്ക് ഇവൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അനിയും കൂട്ടാ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? വലിയ നിന്റെ വീടാണല്ലോ, നീ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ. എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റ് കിട്ടിയില്ലടാ, പടി കൂടെ ഓടി കയറിയാ വന്നേ. അത് എന്താണെന്ന് വെച്ചാൽ എടാ കുറച്ച് പൊടി ഉണ്ടാവുമോ? എന്തോന്ന്, നിങ്ങൾ ഈ സാധനമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയാ? അത് ഒന്നും പറയണ്ടടാ, മൊറേലിൻ്റെ അവസ്ഥ നിനക്കറിയാലോ. അവൾ എന്തിനാ പൊട്ടൻ ചെറുക്കം വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അവിടുന്ന് ഒരു ഫോണും കിട്ടി, അത് അവളുടെ ഫോണാണെന്നാണ് ആർത്തർ പറയുന്നത്. ഇതിപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ട്. എനിക്ക് മൊത്തം എനർജി പോകുന്ന പോലെ. എന്തെങ്കിലും ഒരു പൊടി ഉണ്ടേ താടാ. നിങ്ങൾക്ക് പറ്റിയ സാധനം എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ക്ലാസിക് ഐറ്റം എടുത്തു കൊടുക്കുന്നു. ഇവൻ്റെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ കബോർഡിനകത്തുണ്ടായിരുന്നു ഇവൻ രണ്ടാമത് വാങ്ങിച്ചുകൊണ്ട് വന്ന പൂച്ച. ലിയോയ്ക്കൊന്ന് തിരിഞ്ഞു മാറാൻ പോലുള്ള സമയം കൊടുത്തില്ല. പൂച്ച കറക്റ്റ് ഇവനെ കണ്ണിനകത്ത് തന്നെ മാന്തി. ദേ കണ്ടില്ലേ, കറക്റ്റ് കണ്ണിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു മുറിവ് പൂച്ച ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ഫ്രെഡറിക്ക് കാണുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഇവൻ്റെ കണ്ണിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പോലുമില്ല. ജസ്റ്റ് പുള്ളിക്ക് കൊടുത്ത പൊടി എടുത്തുകൊണ്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോടാ എന്നും പറഞ്ഞങ്ങ് പോയി. സ്വാഭാവികം, ഈ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അറിയാമല്ലോ. ദെൻ ഇവിടെ നമ്മുടെ ടാമർലൈൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ഇവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇവളെ കൂടെ കൊണ്ടു നടക്കുന്ന ബിൽ എന്ന പുള്ളിക്കാരൻ ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അതിൻ്റെ ആടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ആ പരസ്യത്തിൽ ബില്ലിൻ്റെ കൂടെ വെർണയുണ്ട്. വെർണ അവിടെ എങ്ങനെ വന്നു? ഇവൾക്ക് ഭയങ്കര സംശയമായി. കഴിഞ്ഞ ദിവസം ഇവളുടെ വിയേർഡ് ഫാന്റസിക്ക് അനുസരിച്ച് അതിന് നിന്ന് കൊടുത്ത ആ പെണ്ണ് ദേ ഇപ്പോൾ അവൻ്റെ കൂടെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്നു. ഇതുവരെ താൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് നിന്നിട്ടുള്ള ബിൽ ഇപ്പോൾ തൻ്റെ പെർമിഷൻ കൂടാതെ അവളുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം ഇവൾക്ക് തോന്നി. ഇപ്പുറത്ത് ലിയോയ്ക്ക് ഇരിക്കപ്പുറത്തില്ലെന്ന് പറയാം. പുള്ളിക്കാരൻ ആ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ഒന്ന് കഴുകി ഗെയിം കളിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ ഗെയിമിംഗ് ചെയറിൽ ദേ ഒരു പ്രാവ് ചത്ത് കിടക്കുന്നു. പൂച്ചയുടെ പണിയാണെന്നേ. ദെൻ അതിനെ കളയാൻ വേണ്ടി അതിനെ എടുത്തുകൊണ്ട് നടന്നില്ലപ്പോൾ ഇവൻ്റെ ചെരുപ്പിനകത്ത് എന്തോ ഒരു വ്യത്യാസം നോക്കിയപ്പോൾ ചെരുപ്പിനുള്ളിൽ ചെറിയൊരു എലി ചത്ത് കിടക്കുന്നു. പുല്ല് ദേഷ്യം വരാതിരിക്കോ? ഒരു പൂച്ചയെ മേടിച്ചാൽ ഇത്ര വലിയ പ്രശ്നമാകുന്ന ആരെങ്കിലും ചിന്തിക്കൂ? ഇങ്ങനെയായതോടെ ആ പണ്ടാരം പിടിച്ച പൂച്ചയെ മേടിച്ചെടുത്തേക്ക് തന്നെ തിരിച്ചു വിട്ടേക്കാമെന്ന് തീരുമാനിച്ച് അവിടുത്തെ ആളെ വിളിച്ചു വരുത്തുന്നു. ആരേ? നമ്മുടെ വെർണയെ. എന്താ ഇവിടെ ഈ ചത്ത് കിടക്കുന്ന ഈ കൂട്ടങ്ങളെല്ലാം കണ്ടില്ലേ? ഇതിനെല്ലാം പൂച്ച കൊന്നതാണ്. ഇപ്പോൾ തോന്നുന്നുണ്ടോ അതൊരു സാധാരണ പൂച്ചയാണെന്ന്? ദിവസം പ്രതി 10-20 എണ്ണത്തെ കൊന്നേക്കാവുന്ന അതിന് വല്ല നേർച്ചയുണ്ടോ? ആ പണ്ടാരം പൂച്ച വീട്ടിലോട് വിളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും അതിനെ പിടിച്ചുകൊണ്ട് പോയേ പറ്റൂ എന്നൊക്കെ വെർണയോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വീട്ടിലുള്ള ഒരു വോളിലേക്ക് ഇങ്ങനെ ചെവി ചേർത്ത് വെച്ച് പൂച്ച ഈ വോളിനകത്തുണ്ട്, ഭിത്തിക്കകത്തുണ്ട് എന്ന് പറഞ്ഞു. ലിയോയും ഒരു സംശയത്തോടെ വന്ന് ചെവി അങ്ങോട്ട് ചേർത്ത് വെച്ചപ്പോൾ പൂച്ച അതിനകത്തോട് ഓടുന്ന ശബ്ദം കേൾക്കാം. അല്ല, ഇതെങ്ങനെ ഈ വോളിനകത്ത് കയറി? വല്ല ഗ്യാപ്പും ഉണ്ടോ? ലിയോ പൂച്ച എങ്ങോട്ടാണ് ഓടി പോകുന്നത്, വോളിനുള്ളിലൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ച് അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വെർണ പൂച്ചകളെ പറ്റി ഇവൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പൂച്ചകൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത്ര ഫ്ലെക്സിബിൾ ആണ്, ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റും, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഡയലോഗ് അടി. സത്യം പറഞ്ഞാൽ പൂച്ചയ്ക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവൾ. ലിയോ വെർണയെ നോക്കി നിൽക്കുന്ന സമയത്ത് പൂച്ച പുറകിലൂടെ ചാടി വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ലിയോ സർവ്വശക്തിയും യൂസ് ചെയ്ത് പൂച്ചയെ പിടിച്ച് അതിന്റെ ഒരു കണ്ണ് കുത്തി പൊട്ടിക്കുന്നുണ്ട്. പെട്ടെന്ന് പൂച്ച ഇവന്റെ കയ്യിൽ നിന്ന് വഴി മാറി ഓടിപ്പോയി. ബട്ട് വെർണയെ നോക്കുമ്പോൾ വെർണയുടെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ച് ഒരുമാതിരി ഭയങ്കര വല്ലാത്തൊരു കോലത്തിലെത്തിയിട്ടുണ്ട് അവൾ. എന്താ പറയാ, ലിയോ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയിന്നേ. പൂച്ചയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചപ്പോൾ ദേ വെർണയുടെ കണ്ണ് അതുപോലെ ആയിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ വെർണയെ കാണാതാവുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഭിത്തികൾക്കുള്ളിലൂടെ പൂച്ച ഓടി പോകുന്ന ശബ്ദവും. കൺട്രോൾ തെറ്റി നിൽക്കുമായിരുന്നു ലിയോ. പൊടിയൊന്നും എടുത്തിട്ടില്ല, എന്നാലും മാനസികമായിട്ട് കയ്യിൽ നിന്ന് പോയി നിൽക്കുക. കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. വീട്ടിലെ ഭിത്തികളൊക്കെ അടിച്ചു പൊട്ടിക്കുവാണ്. എവിടുന്നാണോ ശബ്ദം കേൾക്കുന്നത് അവിടേക്ക് അടിച്ചു പൊട്ടിക്കുന്നു. ഇപ്പോഴത്തെ ലിയോയുടെ സിറ്റുവേഷൻ പോലെ അത്ര എക്സ്ട്രീം ആയിട്ടില്ലെങ്കിലും ഹോസ്പിറ്റലിൽ മൊറേലിൻ്റെ അടുത്തിരിക്കുന്ന ഫ്രെഡറിക്കിന്റെ അവസ്ഥ ഒരുമാതിരി ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം പുള്ളി അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ച പൊടിയൊക്കെ വലിച്ചു കയറ്റി ഇവളുടെ ഈ ഫോൺ ഇവളുടേതാണെന്ന് ആർത്തർ പറഞ്ഞ് ഈ ഫോൺ അൺലോക്ക് ചെയ്യാൻ കുറേ വഴികൾ നോക്കി. തൻ്റെ ഭാര്യ തന്നിൽ നിന്നെന്തോ മറക്കുന്നുണ്ടെന്നുള്ള ആ ഒരു തോന്നലൊക്കെ വന്നിട്ട് ഇയാൾ ഒരുമാതിരി കൺട്രോൾ വിട്ട അവസ്ഥയിലാണ്. അവളുടെ കയ്യിൽ കണക്ട് ചെയ്തിരുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഊരി മാറ്റി ഫിംഗർ പ്രിന്റ് വെച്ച് അൺലോക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. എന്നിട്ട് ഈ പൊട്ടൻ അവളുടെ മുഖത്തൂടെ ചുറ്റിയിരുന്ന തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവളുടെ ഫേസ് സ്കാൻ ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യാൻ നോക്കുന്നു. പൊട്ടൻ വെച്ച യജാതി പൊട്ടൻ. ആ കെമിക്കൽസ് എല്ലാം കൂടെ വീണ് അവളുടെ മുഖം പഴയ പോലെ അല്ല. പറഞ്ഞിട്ട് കാര്യമല്ലോ, കിളിപോയ അവസ്ഥയിലാണ്. എല്ലാം കൂടെ വലിച്ചു കയറ്റി സ്വഭാവത്തിലല്ല പുള്ളി. ടാമർലൈൻ അവളെ കൂടെ കൊണ്ടുകൊടുക്കുന്ന ബിൽ എന്ന പുള്ളിക്കാരനോട് ഇന്ന് പരസ്യത്തിൽ വെർണയെ കണ്ട കാര്യത്തെപ്പറ്റി ചോദിക്കുന്നു. ആൻഡ് ഇവരോട് വെർണ പറഞ്ഞേക്കുന്നത് അവളുടെ പേര് ക്യാൻഡി എന്നാണെന്നാണ്. ഇതിനെപ്പറ്റിയൊക്കെ ബില്ലിനോട് ചോദിച്ചപ്പോൾ ബിൽ ക്യാൻഡി എന്ന പെണ്ണിനെ അവിടെ കണ്ടേയില്ല, ആ പരസ്യത്തിൽ അവൾ ഇല്ലായിരുന്നു എന്നാണ് ബില്ല് പറയുന്നത്. അല്ലാതെ അങ്ങനെ ശരിയാവും, ഇവള് ലൈവായിട്ട് കണ്ടതല്ലേ കാര്യങ്ങളൊക്കെ. പക്ഷേ ബില്ലിന് ആ പെണ്ണിനെ അവിടെ കണ്ടതായിട്ട് ഓർമ്മയില്ലെന്ന് ഇന്നേ വരെ ടാമർലൈൻ പറയുന്നത് മാത്രമേ ബില്ല് കേട്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഇവള് പെർമിഷൻ കൊടുക്കാത്ത പക്ഷം അവൻ ഒന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റോഡ്രിക്കും ജൂണോയും കൂടെ അവരുടെ ആ ഒരു ലോകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ജൂണോ ലിഗഡോം യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. പുള്ളിക്കാരി ഇപ്പോൾ അതിന് അഡിക്റ്റ് ആണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ അതില്ലാതെ പറ്റത്തില്ല. ലിഗഡോം നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവളുടെ കാലിന്റെ പെയിൻ കൂടി വന്നേക്കാം, അവൾക്ക് നടക്കാൻ പറ്റാതായേക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ എത്ര നാൾ ഇവൾ ലിഗഡോം യൂസ് ചെയ്ത് പിടിച്ച് നിൽക്കും എന്നുള്ള കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെ ഇവളെ കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ ദേ ജൂണോട് പുറകിൽ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു രൂപം നിൽക്കുന്നു. ഇങ്ങനെയുള്ള മക്കളിൽ ആദ്യം കൊല്ലപ്പെട്ട പ്രോസ്പെറോ ആണത്. ഇവിടെ വെച്ചാണ് റോഡ്രിക്ക് ആദ്യമായി പ്രോസ്പെറോയുടെ ആത്മാവിനെ ഇങ്ങനെ കാണുന്നത്. പുള്ളി അങ്ങ് ഞെട്ടി ഉറച്ച് ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായി പോയി. ഇദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ കണ്ട് ജൂണോ മാഡ്ലീനെ വിളിച്ചു. തുടർന്ന് മാഡ്ലീൻ വന്ന് ഇദ്ദേഹത്തെ സമാധാനിപ്പിച്ച് എന്ത് പറ്റി, എന്താ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ക്യാഡസിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ബോഡിയിലെ ബ്ലഡ് വെസൽസ് കട്ടി പിടിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ, ഒരു പ്രത്യേക രോഗം. ഇവരുടെ അമ്മയ്ക്കും ഇതേ പ്രശ്നമായിരുന്നു, ഇദ്ദേഹത്തിനും ഇപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ്. ഇത് ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഹാലൂസിനേഷൻസ് ഒക്കെ കാണുന്നുണ്ട്, എന്തൊക്കെയോ പുള്ളി കാണുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ഇങ്ങനെ ഒരു മകളെ കൊണ്ട് പറ്റും, വിക്ടറീൻ. അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷണം സക്സസ് ആണെങ്കിൽ, ഹ്യൂമൻസിൽ പരീക്ഷണം നടത്തി അത് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങേർക്ക് ഈ
ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വെറുതെ അല്ല റോഡ്രിക്ക് വിക്ടറിനെ തുടർച്ചയായിട്ട് ഫോഴ്സ് ചെയ്യുന്നത്. ഫണ്ടിങ് നിർത്തും, അത് നിർത്തും, ഇത് നിർത്തും എന്നൊക്കെ പറഞ്ഞ് അവളെ പരമാവധി ഫോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും അതൊന്ന് വിജയിപ്പിക്കാനുള്ള ശ്രമം ഇങ്ങേറെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടേ. മാഡലിൻ ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ കട്ടിയതാൽ ഇവിടെ നമ്മുടെ ജൂലിയസ് തിരിച്ച് ലിയോയുടെ വീട്ടിൽ വരുമ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. വീടിന്റെ ചുമരെല്ലാം തല്ലി പൊട്ടിച്ച് ഒരു പരുവമാക്കി വെച്ചേക്കുന്നു. ജൂലിയസ് എന്ത് വിചാരിക്കും? അവൻ പൊടി യൂസ് ചെയ്ത് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് കാണിച്ചു കൂട്ടുമെന്നല്ലേ വിചാരിക്കുള്ളൂ. ചില ചുമരൊക്കെ അടിച്ച് തല്ലി പൊട്ടിച്ച് വലിയ ഹോളൊക്കെ ആക്കി നോക്കുമ്പോൾ അതിനകത്ത് വെർണ കിടക്കുന്ന പോലെയൊക്കെയാണ് ഇവന് കാണാൻ പറ്റുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വെർണ കയറി വന്ന എല്ലാ തരത്തിലും പണിത് ഇപ്പൊ അവന്റെ പണി വാളിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ അവനെ എത്തിച്ചേക്കുന്നത് കണ്ടില്ലേ. ലിയോയ്ക്ക് അവിടെ വെർണയും പൂച്ചയൊക്കെ കാണാൻ പറ്റി. ജൂലിയസിന് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ലിയോ ഒന്ന് തല പിടിച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ അവിടെ വെർണയും ഇല്ല, പൂച്ചയും ഇല്ല. തിരിഞ്ഞ് ബാൽക്കണിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആ തില്ലത്ത് പൂച്ചയിരിക്കുന്നു. അതിനെ കൊല്ലാനുള്ള വാശിയിൽ ഓടിച്ചെന്ന് അതിന് നേരെ ചുറ്റി ഓങ്ങിയതാണ്. ലിയോ തെറിച്ച് ബാൽക്കണിയിൽ നിന്ന് താഴെ പോയി. കയ്യിലിരുന്ന് തോറിന്റെ ഹാമർ പോലെ ഒന്നാണ്. ഇനിയിപ്പോൾ അത് വലിച്ചുകൊണ്ട് പോയതാണോ? എന്തായാലും ലിയോ താഴെ വീണ് മരണപ്പെട്ടു. പിന്നെ ഇത്രയും നേരം പലയിടത്തായിട്ട് പല ആനിമൽസ് ഒക്കെ ചത്ത് കിടക്കുന്നത് കണ്ടില്ലേ, അതെല്ലാം ഇവരുടെ തോന്നൽ മാത്രമായിരുന്നു. ശരിക്കും അങ്ങനെ ആനിമൽസ് ഒന്നും അവിടെയെങ്കിലും ഇല്ലായിരുന്നു. കഥ നേരെ 1979 ഡിസംബർ 31 വരുവാണ്. നമുക്കറിയാം ഇവിടെ വെച്ചാണ് നമ്മുടെ റോഡ്രിക് അഷറും മാഡലീനും ആദ്യമായി വെർണയെ കാണുന്നത്. വെർണയുമായുള്ള ഈ കൂടിക്കാഴ്ചയാണ് ഇവരുടെ കുടുംബത്തിന്റെ പതനത്തിന് കാരണം എന്ന് ഇതിനോടകം ഇത്രയും കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഈ പബ്ബിനകത്തും കാക്കയൊക്കെ കാണാം കേട്ടോ. നമ്മുടെ വെർണ വരുന്ന പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാക്കകൾ വരുന്നത് കാണാം. കാക്ക എന്ന് പറയുന്നതിനേക്കാളും റേവൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അറിയാലോ, ആ വലിയ ഫ്ലഡ് ഉണ്ടായ സമയത്ത് നോഹ അദ്ദേഹത്തിന്റെ കപ്പലിൽ നിന്നും റേവൻസിനെ പുറത്തുവിട്ടിരുന്നു. ഭൂമി മുഴുവൻ പ്രളയമായി എല്ലാം നശിച്ചിട്ടും ആ റേവൻസ് സർവൈവ് ചെയ്തിരുന്നു. വ്യത്യസ്ത കൾച്ചറുകളിൽ റേവൻസിനും പങ്കുണ്ട്. ചില ആളുകൾ റേവൻസിനെ അത്ര നല്ലതായിട്ടല്ല കണക്കാക്കുന്നത്. റേവൻസ് വരുന്നത് അത്ര നല്ല സൂചനയായിട്ടല്ല കണക്കാക്കുന്നതെങ്കിൽ ചില കൾച്ചറുകളിൽ റേവൻസിനെ ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെർണ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവന്റെ കയ്യിലെ ലൈൻസ് ഒക്കെ നോക്കി, ഓ ഇന്ന് നല്ല ദിവസമാണല്ലോ, നിന്റെ ലൈഫ് ഇന്ന് മുതൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവാൻ പോവാ, ഇത്രയും നാൾ ഉണ്ടായതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അടിപൊളി ജീവിതത്തിലേക്ക് നീ കടക്കാൻ പോവാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ പറയുന്നതൊക്കെ കേട്ട് റോഡ്രിക്ക് അങ്ങ് ഇൻട്രസ്റ്റഡ് ആയി. ഏതാണ്ട് അവനും അതൊക്കെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുവാണേ. ഇന്ന് മുതൽ താൻ വേറൊരു ലൈഫാണ് ജീവിക്കാൻ പോകുന്നത്, താൻ അടിപൊളിയാവാൻ പോവാണ് എന്നൊക്കെ റോഡ്രിക്കും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ വെർണ മാഡലിനോടും സംസാരിക്കുന്നുണ്ട്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകണം, ചിന്തിച്ചു നോക്ക്. മേ ബി നിങ്ങൾ ഫേമസ് ആയേക്കാം, അല്ലെങ്കിൽ റിച്ച് ആയേക്കാം. ഉടനെ മാഡലിൻ എനിക്ക് റിച്ച് ആവണം, കാശുകാരി ആവണം എന്ന് പ്രത്യേകം എടുത്തു പറയും. യാ ഓഫ് കോഴ്സ് നിങ്ങൾ റിച്ച് ആവും. അങ്ങനെ ആയി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പണം ഉണ്ടാക്കി, ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടാക്കി, പിന്നെ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ക്യൂനായി കഴിഞ്ഞാൽ ഒരാണിനും എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കായിരിക്കും പവർ, എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. 1979 മാഡലിൻ പറഞ്ഞതാണ്. പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ പുള്ളിക്കാരി ആഗ്രഹിച്ചതൊക്കെ നടന്നതുപോലെയുണ്ട്. വേറെ പുരുഷന്മാരായിട്ടൊന്നും ബന്ധമില്ല, ആരുമായിട്ടും കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഒരു പാർട്ണർ എന്ന രീതിയിൽ ആരും ഇല്ലല്ലോ. ദെൻ ഇവളുടെ ബ്രദറിന്റെ കൂടെ ചേർന്ന് നിന്ന് കമ്പനി റൺ ചെയ്ത് വലിയ രീതിയിൽ വലിയ സക്സസ് ആയി, ഒത്തിരി പണം ഉണ്ടാക്കി. ഇന്നും അഷർ കുടുംബത്തിലെ ഫൈനൽ വേർഡ് മാഡലിന്റെ തന്നെയാണ്. റോഡ്രിക് അഷറിനെ മാത്രമല്ല, ഇന്നിപ്പോൾ കുടുംബത്തിലുള്ള ആരെയും പുള്ളിക്കാരിക്ക് നിസ്സാരമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൺവിൻസ് ചെയ്യാൻ സാധിക്കും. ഓരോന്ന് പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. സമയം രാത്രി 12 മണിയായി. ന്യൂ ഇയർ ആണ്. 1980 തുടങ്ങി. മാഡലിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവളുടെ ബ്രദർ റോഡ്രിക്ക് അവിടെ മറ്റേതോ സ്ത്രീയെ കിസ് ചെയ്യുന്നുണ്ട്. വീട്ടിലൊരു ഭാര്യയുണ്ട് അനബല്ലി. അവളെ അറിയിക്കാതെ എന്തൊക്കെയോ ഇങ്ങേര് കാണിച്ചു കൂട്ടി. ഇവിടം തൊട്ടാണ് ഇങ്ങേരുടെ ജീവിതമേ താളം തെറ്റിയത് എന്ന് ഒരു തരത്തിൽ പറയാം. അതായത് കുടുംബജീവിതത്തിലൊക്കെ വലിയൊരു ഫെയിലിയർ ആയിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ ഇതേ പോയിന്റിൽ നിന്നാണ് പുള്ളിക്കാരൻ അടിപൊളിയായതെന്നും പറയാം. ബിസിനസ് പരമായിട്ട് പുള്ളി ഒത്തിരി വളർന്നതും ഇത്രയും കാശുകാരനായതും ഒക്കെ ആ ഒരു മാറ്റത്തിന് കാരണമായത് ഈ ഒരു നൈറ്റാണ്. റോഡ്രിക്ക് പബ്ബിൽ വന്ന് ഏതോ ഒരു പെണ്ണിനെ അവിടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാഡലിനോട് വെർണയെയും കിസ് ചെയ്യുന്നുണ്ട്. അവിടെ കെട്ടിയതാൽ അഷർ കുടുംബത്തിലെ 3 ആളുടെ സംസ്കാര ചടങ്ങുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം മരണപ്പെട്ട പ്രോസ്പെറോ, രണ്ടാമത് മരണപ്പെട്ട കമീൽ, മൂന്നാമത് മരണപ്പെട്ട ലിയോ അഥവാ നെപ്പോളിയൻ. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഷർ കുടുംബത്തിലെ 3 ആളുടെ മരണം വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇവർക്കിടയിൽ ഉണ്ടാക്കുന്നത്. പൊതുജനത്തിനും വലിയ ആശങ്കയുണ്ട്. കൂടാതെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംശയവും ഉണ്ട്. ഇവരുടെ കമ്പനിക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്നു. ഇവരുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ കൂറുമാറി എല്ലാ ഡീറ്റെയിൽസും പുറത്തുവിടുമെന്ന് അഗസ്റ്റി ഡൂബിൻ പറഞ്ഞു. അതിനുശേഷം തുടർച്ചയായി 3 മരണങ്ങൾ, അതും വളരെ വളരെ വിചിത്രമായ രീതിയിലുള്ള 3 മരണങ്ങൾ. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ഈ കുടുംബത്തിലുള്ള ആരെങ്കിലുമാണ് ഇത് ചെയ്യുന്നതെന്ന് സംശയം തോന്നാം. സംസ്കാര ചടങ്ങിൽ പള്ളി നിറയെ ആളുകളുണ്ട്. നമ്മുടെ റോഡ്രിക്കിന്റെ മുൻ ഭാര്യമാരുമുണ്ട്. പ്രോസ്പെറോയുടെയും കമീലിന്റെയും ലിയോയുടെയും ഒക്കെ അമ്മമാര്. സംസ്കാര ചടങ്ങിനിടെ റോഡ്രിക്ക് തിരിഞ്ഞ് പള്ളിയുടെ പുറകിലോട്ട് നോക്കുമ്പോൾ അവിടെയായിട്ടൊരു ക്ലൗൺ രൂപം നിൽക്കുന്നത് കാണാം. കഥയുടെ തുടക്കത്തിൽ ഇതേപോലൊരു ക്ലൗൺ രൂപത്തെ കണ്ട് ഇദ്ദേഹത്തിന്റെ കാറിനകത്ത് ഇതേപോലൊരു ക്ലൗൺ രൂപത്തെ കണ്ട് പുള്ളിക്കാരൻ വീണു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതാരാണ് ഈ ക്ലൗൺ രൂപം എന്നുള്ളത് മാത്രമാണ് ഇതുവരെ ഒരു ഐഡിയയും കിട്ടാത്ത കാര്യം. വെർണയല്ല, ഇദ്ദേഹത്തിന്റെ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ള മക്കൾ ആരുമല്ല, പിന്നെ ആരിത്? ഇങ്ങനെ ക്ലൗൺ രൂപത്തെ മാത്രമല്ല പുള്ളിയുടെ 3 മക്കളെയും ഇതേപോലെ ഈ കോലത്തിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 3 ആളുടെ അമ്മമാർ ഈ പള്ളി വന്നിട്ടുണ്ടായിരുന്നു. റോഡ്രിക്ക് അവരോടൊന്ന് സംസാരിക്കാനോ അവരുടെ ഈ സിറ്റുവേഷനിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും തയ്യാറായില്ല. എന്തൊരു മനുഷ്യനാണല്ലേ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ മുൻ ഭാര്യമാരെ അല്ലെങ്കിൽ ഇങ്ങനെ
ഇവരൊക്കെ കുഞ്ഞുങ്ങളെ കൊടുത്ത അമ്മമാരല്ലേ അത്? അറ്റ്ലീസ്റ്റ് അവരുടെ മക്കൾ മരിച്ചിരിക്കുകയാണ്, അതിൻ്റെയെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ, അവരോടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യണ്ടേ? ഇതിനൊക്കെ ശേഷം റോഡ്രിക്കിന്റെ ബാക്കിയുള്ള 3 മക്കളും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുവാണ്. ഈ 3 മരണങ്ങൾ സ്വാഭാവിക മരണങ്ങളാണെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും തുടരെ ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നു. ഇതിന് പുറകിലൊക്കെ ഒരാൾ കളിക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കാമല്ലോ. ജീവനോടെ ബാക്കിയുള്ള ഇവർക്ക് 3 പേർക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡിനെ കൊണ്ടൊക്കെയാണ് 3 ആൾ നടക്കുന്നത്. ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഒത്തുകൂടിയതാണ്. പക്ഷേ പറഞ്ഞ് ഇവർ തമ്മിൽ അടിയായി. 3 ആളും ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നെങ്കിലും 3 പേർക്കും പരസ്പരം വിശ്വാസമില്ലെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റോഡ്രിക്കിന്റെ സ്വത്ത് മൊത്തം അടിച്ചെടുക്കാൻ വേണ്ടി ഇവരിൽ ആരെങ്കിലും ആണോ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് പോലും ഇവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എങ്ങും എത്താതെ പിരിഞ്ഞു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തർക്കങ്ങളൊക്കെ ആയിട്ട് 3 പേരും 3 വഴിക്ക് പോയി. ഇവിടെ ഫ്രെഡറിക്കും അദ്ദേഹത്തിന്റെ മകൾ ലെനോറും മൊറേലുള്ളിടത്തേക്കാണ് വരുന്നത്. ലെനോർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് മൊറേൽ പതിയെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. സംസാരിക്കാറായിട്ടില്ല, എന്നാലും പുള്ളിക്കാരി കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് ഇവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എസ് ഓർ നോ എന്നുള്ള രീതിയിൽ, ഒരു തവണ കണ്ണടച്ചാൽ നോ, 2 തവണ കണ്ണടച്ചാൽ എസ്, അങ്ങനെ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ പുള്ളിക്കാരി റിക്കവർ ആയി വരുന്നുണ്ട്. ഇവ കണ്ടീഷനൊക്കെ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതോടെ ഫ്രെഡറിക്ക് പറയുന്നത് എന്നാൽ പിന്നെ മൊറേലിനെ അങ്ങനെ വീട്ടിലേക്ക് മാറ്റിയേക്കാവുന്നതാണ്, അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഡോക്ടർ ഈ തീരുമാനം കൊണ്ട് സ്വാഗതം ചെയ്യുന്നില്ല. കാരണം അത് റിസ്കിയാണ്, ഹോസ്പിറ്റലിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്നാണ് പുള്ളി പറയുന്നത്. ലെനോറും അമ്മയെ ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഫ്രെഡറിക്ക് കേൾക്കുന്നില്ല. പുള്ളിക്കാരന് ഇവളെ വീട്ടിൽ കൊണ്ടുപോകണം. കാരണം ആർത്തർ പിം ഇങ്ങനെ ആ മൊബൈൽ ഏൽപ്പിച്ചതിന് ശേഷം ഇങ്ങേരുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളുണ്ട്. മൊറേൽ തന്നെ ചതിക്കുമായിരുന്നോ, താൻ അവളെ വിശ്വസിച്ച പോലെ അവൾ തിരിച്ച് വിശ്വസിച്ചില്ല എന്നൊക്കെയുള്ള ആ ഒരു ഡൗട്ട് കാരണം എത്രയും വേഗം ആ മൊബൈൽ അൺലോക്ക് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇതേ സമയം വിക്ടറിന്റെ അവിടെ വിക്ടറിനും പുള്ളിക്കാരുടെ പാർട്ട്ണർ ഡോക്ടർ റൂയിസ് ഇല്ലേ, അവർ തമ്മിൽ അടിയായി. എന്താ സംഭവം എന്ന് വെച്ചാൽ വിക്ടറിൻ ഇവളുടെ പാർട്ട്ണർ ഡോക്ടർ റൂയിസിനെ അറിയിക്കാതെയാണ് ആ ഹേർട്ട് പ്രോബ്ലം ഉള്ള പുള്ളിക്കാരിൽ ഇവരുടെ മെഷീൻ ചെക്ക് ചെയ്യാവുന്ന തീരുമാനം എടുത്തതും ആ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്തതും. എന്നാൽ ഇപ്പോൾ ഡോക്ടർ റൂയിസ് ഇക്കാര്യം അറിഞ്ഞു. ഡോക്ടർ റൂയിസിന് ദേഷ്യം വരാതിരിക്കുമോ? പുള്ളിക്കാരുടെ ഫേക്ക് സിഗ്നേച്ചർ ഒക്കെ ഇട്ട് ഇവൾ ഇതിന് അപ്രൂവൽ കൊടുത്തേക്കുന്നു. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഇവർക്കല്ലേ പ്രശ്നം? ഇതെല്ലാം പറഞ്ഞവരോട് ഡോക്ടർ റൂയിസ് ആവട്ടെ ഈ സർജറി നടത്താൻ താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ബട്ട് വിക്ടറിൻ അവളെ പോകാൻ സമ്മതിച്ചില്ല. ആ ടേബിളിൽ ഇരുന്ന് അത്യാവശ്യം കട്ടിയുള്ള ഒരു സാധനം എടുത്തിട്ട് ഒറ്റയേറ് കറക്റ്റ് ഡോക്ടർ റൂയിസിന്റെ തലയ്ക്ക് പുള്ളിക്കാരി വടിയായി. അതായത് വിക്ടറിൻ ഡോക്ടർ റൂയിസിനെ കൊന്നുകളഞ്ഞെന്ന്. അന്നേരം ഉണ്ടായ ദേഷ്യത്തിലെടുത്ത് എറിഞ്ഞതാണ്. ഇങ്ങനാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. താൻ തന്റെ പാർട്ണറെ കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായ വിക്ടറിൻ പിന്നീട് ഒരുമാതിരി വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇവള് കൊന്നുകളഞ്ഞ ഡോക്ടർ റൂയിസിന്റെ ഫോണിലേക്ക് വിളിച്ച് അത് കോൾ വോയിസ് മെയിലിൽ കണക്ട് ആകുമ്പോൾ റൂയിസ് ഐ എം റിയലി സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നീ തിരിച്ചു വരണം എന്നൊക്കെ പറയാണ്. മാത്രമല്ല ഇവരുടെ ഡിവൈസ് ഉണ്ടല്ലോ, ഹേർട്ട് ചലിപ്പിക്കുന്ന ഡിവൈസ്, അത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ള സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഇപ്പോൾ ഇവൾക്ക് നിരന്തരം കേൾക്കാൻ പറ്റുവാണ്. ഇത് എവിടുന്നാണെന്ന് ഇവൾക്ക് അറിഞ്ഞുകൂടാ. ആ സൗണ്ട് ഇങ്ങനെ നിരന്തരമായി ഇവൾ കേൾക്കുന്നു. ഒന്നുകിൽ ഇവിടെല്ലാം ഇമാജിൻ ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ ആ ഡിവൈസ് ഈ വീട്ടിൽ എവിടുന്നോ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കെട്ടിയാൽ നമ്മുടെ ആർത്തർ പിമും ഡൂപ്പിനും അവരുടെ ജഡ്ജിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. റീസെന്റ് അഷർ കുടുംബത്തിൽ നടക്കുന്ന ആ സംഭവങ്ങളെ പറ്റിയാണ് അവർ ചർച്ച ചെയ്യുന്നത്. ആർത്തർ പിം പറയുന്നത് ഡൂപ്പിൻ അന്ന് കോടതിയിൽ പറഞ്ഞായിരുന്നല്ലോ ഇന്ന പോലെ അഷർ കുടുംബത്തിനുള്ളിലുള്ള ഒരാൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്ന്. അതിനുശേഷമാണ് അഷർ കുടുംബത്തിൽ ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നത്. സോ ഇദ്ദേഹം അന്ന് പറഞ്ഞ കാര്യവുമായിട്ട് ഇപ്പോൾ നടക്കുന്ന മരണങ്ങൾക്ക് ബന്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ആർത്തറിനൊരു സംശയം. എന്നാൽ ഇവിടെ ആർത്തർ പിം എന്തൊക്കെ പറഞ്ഞാലും ഡൂപ്പിൻ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. ഡൂപ്പിൻ എങ്ങനെ അത് തുറന്നു പറഞ്ഞാൽ അടുത്തതായിട്ട് കൊല്ലപ്പെടാൻ പോകുന്നത് ഡൂപ്പിൻ ആരാണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ വ്യക്തിയായിരിക്കും. ഉറപ്പായും അഷർ കുടുംബത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് താൻ പറയില്ലെന്ന് ഡൂപ്പിൻ ഉറപ്പിച്ചു പറഞ്ഞു. ആർത്തർ പിം ഡൂപ്പിനോട് ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസന്റ് ടൈമിലും ചോദിക്കുന്നുണ്ട്. വെരി സർപ്രൈസിംഗ്ലി ഡൂപ്പിനോട് പറയുന്നതാവട്ടെ അദ്ദേഹത്തിന് ഒരു ഇൻഫോർമെന്റ് ഇല്ലായിരുന്നു എന്ന്. അതായത് ഈ കുടുംബത്തിലുള്ള ആരും അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു നമ്പർ ഇട്ടതാണെന്ന്. നന്നായിരിക്കുന്നു, പുള്ളിയുടെ ഈ നമ്പർ കാരണം കുടുംബത്തിലെ എല്ലാവരുടെയും തലയ്ക്ക് 50 മില്യൺ ബൗണ്ടിയാണ് ഇങ്ങനെ വെച്ചത്. ഇപ്പോൾ ഈ സത്യമൊക്കെ അറിഞ്ഞപ്പോൾ അറിയാതെ നമ്മുടെ റോഡ്രിക്ക് ചിരിച്ചുപോയി. ഒട്ടും താമസിച്ചില്ല, ചിരിയൊക്കെ അങ്ങ് മാറി. റോഡ്രിക്ക് നോക്കുമ്പോൾ തന്റെ തൊട്ടുമുള്ളിരിക്കുന്ന ഡൂപ്പിന്റെ ഡ്രസ്സിൽ മുഴുവൻ ബ്ലഡ് പടരുന്നു. അയാളുടെ ഹൃദയമിടിപ്പ് വല്ലാണ്ടങ്ങ് കൂടി. അത് വളരെ പ്രകടവുമാണ്. ഡൂപ്പിൻ ജസ്റ്റ് തലയുയർത്തി മുകളിലേക്ക് നോക്കി. വിക്ടറിനായിരുന്നു അത്. പുള്ളിക്കാരി ഇങ്ങനെ ഏതോ ഒരു രീതിയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത്രയുള്ള എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഓരോ എപ്പിസോഡിൽ ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ ഫോർഷാഡോ ചെയ്യും. ഈ എപ്പിസോഡിൽ വിക്ടറിനാണ് കൊല്ലപ്പെടാൻ പോകുന്നത്. അവൾ എങ്ങനെ ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇനി ചോദ്യം. കട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് മുമ്പ് 1979 നമ്മുടെ മാഡ്ലിൻ നേരിട്ട് കമ്പനി സിഇഒയെ കാണാൻ ചെല്ലുന്നുണ്ട്. ഫോർച്യൂനായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യാം, അങ്ങനെ അവരുടെ എക്സ്പാൻഷൻ വളരെ വേഗത്തിലാക്കാൻ സാധിക്കും, ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി പെട്ടെന്നാകാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു പ്രൊപ്പോസലുമായിട്ടാണ് അവൾ ചെന്നത്. എന്നാൽ പുള്ളിക്കാരെ സമ്മതിച്ചില്ല. റോഡ്രിക് അഷറിന്റെ സഹോദരി ഇങ്ങനെ ഒരു പ്രൊപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചതി കാണുമെന്നാണ് അങ്ങേര് വിചാരിച്ചത്. അങ്ങനെ മാഡ്ലിനോട് സംസാരിച്ച രീതിയൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരി അവളുടെ ലൈഫിൽ ഇത്രയും അവമാനിക്കപ്പെട്ട വേറെ സിറ്റുവേഷൻ ഇല്ലെന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെ ആയതോടെ ഡൂപ്പിൻ പറയുന്നത് അനുസരിക്കാൻ റോഡ്രിക്കും മാഡ്ലിനും തയ്യാറായി. ഡൂപ്പിന് ആവശ്യപ്പെടുന്ന പോലെ കമ്പനിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കേസ് അന്വേഷണത്തിന് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചു. മുമ്പും ഏതാണ്ട് ഇവർ ഇതേ തീരുമാനത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അത് ആടി ഒലിഞ്ഞ് നിൽക്കുമായിരുന്നു, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നുള്ള മട്ടിൽ. എന്നാൽ മാഡ്ലിൻ കൂടെ അവമാനിക്കപ്പെട്ടതോടെ പൂർണ്ണമായും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഇവർ രണ്ടാളും തീരുമാനമെടുത്തു. ഫോർച്യൂനാറ്റോ കമ്പനി ഇതുവരെ നടത്തിയിട്ടുള്ള സകല പരീക്ഷണങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇല്ലീഗലായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ എല്ലാം
ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് കമ്പനിയുടെ ബേസ്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും നമ്മുടെ മാഡ്ലീനും കമ്പനി സിഇഒ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇന്ന് മാഡ്ലീന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കൊരു പ്ലസ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഡൂപ്പിന്. ആ ഡോക്യുമെന്റ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പായതോടെ പുള്ളിക്കാരൻ ഇനി അതനുസരിച്ച് കാര്യങ്ങൾ ചലിപ്പിക്കാമല്ലോ. എഗെയിൻ അവിടുന്ന് കട്ടിയതാൽ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആർത്തർ പിം ഇതുവരെ സംഭവിച്ചിട്ടുള്ള 3 കൊലപാതകങ്ങളുടെ അല്ലെങ്കിൽ 3 മരണങ്ങളുടെ സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് അതിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചു. വെർണ. പ്രോസ്പെറോയുടെ പാർട്ടിയിൽ മാസ്ക് വെച്ചിരുന്നെങ്കിലും അത് വെർണ തന്നെയാണെന്ന് ഏതാണ്ട് ഇവർ ഉറപ്പിക്കുന്നുണ്ട്. ലിയോയുടെ ഫോണിൽ നിന്ന് വെർണ പൂച്ചയും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി. ആൻഡ് കമീൽ കൊല്ലപ്പെട്ട അവിടെ വെർണ തന്നെയാണുള്ളതെന്ന് ഇവർക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഇത്രയൊക്കെ ആയതോടെ മാഡ്ലീൻ കുറച്ചുകൂടെ സത്യങ്ങൾ തുറന്നു പറയുന്നു. അന്ന് 1979 ഡിസംബർ 31 റോഡ്രിക്കും മാഡ്ലീനും അന്ന് ചെന്ന ബാറിൽ ഈ സ്ത്രീ ഉണ്ടായിരുന്നു, അവിടുത്തെ ബാർട്ടൻഡറായിട്ട്. അതേ സ്ത്രീ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീ എന്നും പറയാൻ പറ്റത്തില്ല, അത് യുക്തിക്ക് വിരുദ്ധമായി പോവല്ലോ. ഒരുപക്ഷെ ആ സ്ത്രീയുടെ മകളാണെങ്കിലോ, അതായത് വെർണയുടെ മകളാണെങ്കിലോ, റോഡ്രിക്കിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഏത് പെണ്ണിനെ കണ്ടാലും പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് മാഡ്ലീനോട് വെച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങേർക്ക് ഒരുപാട് ഭാര്യമാരിൽ നിന്ന് കുറേ മക്കളും ഉണ്ടായത്. ഇനിയിപ്പോൾ അന്ന് ആ ബാർട്ടൻഡറുമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ബാർട്ടൻഡറിന്റെ മകളായിക്കൂടെ ഇവള്. മറ്റു മക്കളുടെ കൂടെ സ്വത്തിന്റെ ഷെയർ ചോദിച്ചു വന്നില്ല, പകരം ഇങ്ങേരുടെ ഓരോരോ മക്കളെയായിട്ട് വകവരുത്തുന്നതാണെങ്കിലോ, ഒരു സൈക്കോയെ പോലെ അവളുടെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങേരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിലോ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചുകൂടെ. തുടർന്ന് ആർത്തർ പിം എന്നാൽ പിന്നെ ഇങ്ങനൊരു വഴിക്ക് അന്വേഷിക്കുക എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മാഡ്ലീൻ ആർത്തറിനോട് ആവശ്യപ്പെടുന്നത് അവളെ കണ്ടു കിട്ടിയാൽ അവളുടെ കണ്ണ് ചൂടുന്നെടുത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. തൊട്ടടുത്ത സീനിൽ തന്നെ നമ്മുടെ വെർണയുടെ കണ്ണുകളും വെർണയും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നും അറിയാത്ത പാവത്തെ പോലെ വിക്ടറിന്റെ മുന്നിലിരിക്കുവാണ്. വിക്ടറിയും പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് തന്റെ ഹേർട്ടിന്റെ പ്രശ്നം വിക്ടറിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പേഷ്യന്റ് ആയിട്ട് ഇവിടെ വെർണ ഡോക്ടർ റൂയിസിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഡോക്ടർ റൂയിസ് ആണ് ഇവളെ സർജറി ചെയ്യാൻ പോകുന്നതെന്നാണ് വിക്ടറിൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ റൂയിസിനോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വിക്ടറിൻ ഓൾറെഡി ഡോക്ടർ റൂയിസിനെ തീർത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കുറേ സമയമായിട്ട് വിക്ടറിന് മാത്രം എന്തോ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു, എന്തോ ഒരു ഡിവൈസ് ചലിക്കുന്ന പോലെ. വെർണോട് ചോദിച്ചപ്പോൾ അവൾക്കത് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. എന്നാൽ വിക്ടറിനാവട്ടെ വെർണ പറയുന്നതിന് മറുപടി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവള് സംസാരിക്കുന്ന സമയത്തൊക്കെ ആ ശബ്ദം ഇങ്ങനെ കൂടി വരുന്ന പോലെ അത് വിക്ടറിനെ വല്ലാണ്ട് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നു. ശബ്ദം കേട്ട് ഇവൾക്ക് ഒരുമാതിരി ഭ്രാന്ത് പോലായി. അവിടെയുള്ള പല സാധനങ്ങളും ഇളക്കി പറിച്ച് ഇത് ഇവിടുന്നാണ് ഈ ശബ്ദം വരുന്നതെന്നൊക്കെ നോക്കുവാണ്. ഭിത്തിക്കുള്ളിലും വെന്റുകൾക്കിടയിലും അവിടെ ഇവിടെ മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് ഡോക്ടർ റൂയിസിന് വോയിസ് മെയിൽ വായിക്കുന്നുണ്ട്. ഇവള് ഡോക്ടർ റൂയിസിനെ ഓൾറെഡി കൊന്നതാണ്, പക്ഷേ ഇവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഡോക്ടർ റൂയിസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കരുതി ആ ഒരു മാനസികാവസ്ഥയിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥ. അപ്പുറത്തെ ടാമർലൈൻ്റെ സിറ്റുവേഷനും ഇത്ര മോശമായിട്ടില്ലെങ്കിലും ഏതാണ്ട് ഇതിൻ്റെയൊക്കെ ഒരു തുടക്ക സ്റ്റേജിലാണ് പുള്ളിക്കാരി എന്ന് പറയാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഓവർ ടൈം വർക്ക് ചെയ്യുന്നു. ഇവള് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ തരത്തിലുള്ള ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനോടും വാശി, ചില കാര്യങ്ങളിലൊക്കെ വലിയ നിർബന്ധം, സ്വഭാവത്തിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ. ഇതിനൊക്കെ തുടർന്ന് നമ്മുടെ ബിൽ ഇവള് കൂടെ കൊണ്ടുനടക്കുന്ന ആ പുള്ളിക്കാരൻ ഇവളോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആകെ കൺട്രോൾ ചെയ്തിരുന്ന പുള്ളിക്കാരി എന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തു. കൂട്ടത്തിൽ ഇവനെ പുള്ളിക്കാരി സെലക്ട് ചെയ്തതാണ്, സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്തതാണെന്നുള്ള കാര്യം പറഞ്ഞു. അതായത് ബില്ലിനെ ഇഷ്ടപ്പെട്ട് ബില്ലിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ അവനെ കൂടെ കൊണ്ട് നടക്കുന്നതൊന്നുമല്ല. ഇവളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ ബില്ലാണെന്ന് ഇവൾ മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങളോട് ഒരുപാട് വ്യക്തികളെ സോർട്ട് ചെയ്ത് ഫൈനലി വന്ന ലിസ്റ്റിൽ നിന്ന് ഇവൾ ബില്ലിനെ ചൂസ് ചെയ്യുക മാത്രമായിരുന്നു. ജസ്റ്റ് ഇവളുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇത്ര വിയേർഡായിട്ട് ടാമർലൈൻ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം വെർണ തന്നെയാണെന്ന് പറയേണ്ടി വരും. ടാമർലൈനിന് ഒരു വിയേർഡ് ഫാന്റസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഇത്രയും നാൾ അല്ലെങ്കിൽ വെർണ വരുന്നതിന് മുമ്പ് വരെ ടാമർലൈൻ്റെ കൺട്രോളായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ ബില്ലിൻ്റെ അടുത്ത് വെർണ വരാൻ തുടങ്ങിയോ അന്ന് മുതൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. ടാമർലൈൻ അറിയാതെ ബില്ലും വെർണയും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരവരുടേതായിട്ടുള്ള വഴിക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഇവൾക്കുണ്ടായി. ഇങ്ങനെ ഒരു വിയേർഡായിട്ടുള്ള ഫാന്റസിയും ഒരുപാട് നിർബന്ധവുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. എല്ലാം കൂടെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ചു കൂട്ടി അവസാനം ഈ ഒരു അവസ്ഥയിലായിപ്പോയി. ഇത്രയൊക്കെ മോശമായി ഇവൾ സംസാരിച്ചതോടെ ബില്ല് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി അധിക ദിവസങ്ങളില്ല ഇവളുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത് ബില്ലാണ്. പക്ഷേ അവനിപ്പോൾ ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവള് തന്നെ ലോഞ്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പുതിയൊരു മോഡലിനെ കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ റോഡ്രിക്ക് ആവട്ടെ താഴെ ബേസ്മെന്റിൽ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ളൊരു വോളിൽ നോക്കി നീ ഇപ്പോൾ സന്തോഷിക്കുമായിരിക്കും അല്ലേ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത്രയും വർഷങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നേടി അവസാനം എല്ലാം ഇങ്ങനെ കൈവിട്ടു പോകുന്നു, ഇദ്ദേഹത്തിന് എന്ത് പറ്റിയല്ല ചിന്തിക്കുന്നത്. എന്തോ ഈ വോളിൽ നോക്കി പുള്ളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. മാനസികമായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയതോടെ റോഡ്രിക്ക് ആവട്ടെ ഇവരുടെ കമ്പനി പുറത്തിറക്കുന്ന ലിഗഡോൺ എന്ന ഒരു മെഡിസിൻ കഴിക്കാൻ വരെ തയ്യാറാവുന്നുണ്ട്. അതും വലിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആൾ തട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് അത് പുള്ളിക്കാരനെ കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. പകരം ഒരു വലിയ വാളെടുത്ത് ഇങ്ങനെ തന്നെ ശരീരത്തെ കുത്തിയിറക്കി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നും നടന്നില്ല. പുള്ളിയെ കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ ഇവിടെ നീ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചെങ്കിൽ ചാടി ചത്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെയും നമ്മുടെ റോഡ്രിക്കിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം പരാജയപ്പെട്ടതോടെ പുള്ളിക്കാരൻ ഇവിടെ നേരെ നമ്മുടെ വിക്ടറിൻ്റെ അടുത്ത് ചെന്നു. പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇവളോടൊന്ന് സംസാരിക്കാൻ ഒരു സമാധാനമാവല്ലോ എന്ന് കരുതി വന്നതാണ്. പക്ഷേ വിക്ടറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. കുറേ സമയമായിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇറിറ്റേറ്റ് ആക്കുന്ന ആ ഒരു ശബ്ദം ഇങ്ങനെ തുടരെ കേട്ടതുകൊണ്ട് വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് വീടിനതിരിക്കുമായിരുന്നു. ഇപ്പോൾ റോഡ്രിക്ക് വന്നപ്പോൾ മ്യൂസിക്കിൻ്റെ ഒക്കെ സൗണ്ട് കുറച്ചു. ആൻഡ് പുള്ളിക്കാരി ഇപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും റോഡ്രിക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കാൻ തയ്യാറായി. റോഡ്രിക്ക് മെഡിക്കലി കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. വിക്ടറിൻ്റെ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും ഒരു സക്സസ് ആവണമെന്ന് ഇദ്ദേഹം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിനും അത് വളരെ അനിവാര്യമാണ്. കുറേ കാലം കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവളുടെ ആ ഒരു പ്രൊജക്റ്റ് സക്സസ് ആയേ പറ്റൂ. തുടർന്ന് ഇവളെ വളരെ സമാധാനിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് പിന്നെയും വിക്ടറിന് ആ ഒരു ഡിവൈസിന്റെ ശബ്ദം കേൾക്കുവാണ്. ഇവരുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഹേർട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിവൈസ് അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നു. എന്നാൽ എവിടുന്നാണ് ഇവൾക്കൊട്ട് കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. ഇത്തവണ വിക്ടറിന് മാത്രമല്ല റോഡ്രിക്കിനും ഇതേ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് നോക്കി പോകുമ്പോൾ നേരത്തെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചിരുന്നു. അതായത് ഡോക്ടർ റൂയിസ് ഇവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ
വിക്ടറിൻ പെട്ടെന്ന് കൈ കിട്ടിയ ഒരു സാധനം എടുത്ത് ഒറ്റയേർ കറക്റ്റ് അവളുടെ തലയ്ക്ക് തന്നെ കൊണ്ട് പുള്ളിക്കാരി വീണു. അവളുടെ തല പൊട്ടി ബ്ലഡ് വരുന്നൊക്കെ കണ്ട് സഹായത്തിന് ആളെ വിളിക്കാൻ ആദ്യം വിക്ടറിൻ ശ്രമിച്ചെങ്കിലും താൻ ഇതിൽ പ്രതിയാകുന്നുള്ള ആ ഒരു തിരിച്ചറിവ് കാരണം പുള്ളിക്കാരി അത് ഉപേക്ഷിച്ചു. ആരെയും കോൺടാക്ട് ചെയ്തില്ല. ഡോക്ടർ റൂയിസ് മരണപ്പെട്ടു എന്ന് മാത്രമല്ല മരിച്ച അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവൾ എന്ത് ചെയ്തെന്നോ, ഡോക്ടർ റൂയിസിന്റെ ശരീരം കീറി അവളുടെ ഹേർട്ടിൽ ഇവരുടെ ഡിവൈസ് ഘടിപ്പിച്ചു. ജീവനുള്ള മൃഗങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ട് പോലും അതൊരു സക്സസ് ആയിരുന്നില്ല. ആ മൃഗങ്ങളൊക്കെ ഡിവൈസ് ഉണ്ടായിട്ട് മരിച്ചു പോവാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി മരണപ്പെട്ട ഡോക്ടർ റൂയിസിന്റെ ശരീരം കീറി അവളുടെ ഹേർട്ടിൽ ആ ഡിവൈസ് ഘടിപ്പിച്ചെന്ന് വെച്ചാൽ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അതേ കണ്ടില്ലേ, ഇതാണ് ഡോക്ടർ റൂയിസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും നേരം വിക്ടറിൻ കേട്ട ആ ഡിവൈസ് ചലിക്കുന്ന ശബ്ദം അത് ഡോക്ടർ റൂയിസിന്റെ ശരീരത്തിൽ ഇവൾ കണക്ട് ചെയ്ത ഈ ഡിവൈസിന്റെ ശബ്ദമാണ്. താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ ആ ഒരു മനോനിലയിലായി ഇത്രയും നേരം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമായിരുന്നു വിക്ടറിൻ. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന റോഡ്രിക്കിന്റെ അടുത്ത് വന്ന് ഒരുമാതിരി സൈക്കോയെ പോലെ പെരുമാറി വളരെ വിയേർഡായിട്ട് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ച് അദ്ദേഹത്തിന് കഴുത്തിന് നേരെ ആദ്യം ഒരു കത്തിയൊക്കെ വെക്കുന്നുണ്ട്. ദെൻ അതേ കത്തി ഉപയോഗിച്ച് ഇവളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി അങ്ങനെ വിക്ടറിൻ അവിടെ മരണപ്പെടുകയാണ്. സംഭവം ഇതൊരു ആത്മഹത്യയാണെന്ന രീതിയിലാണ് റോഡ്രിക്ക് കണ്ടതെന്നുണ്ടെങ്കിലും ഇവളെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇതും ഒരു കൊലപാതകം തന്നെയാണ്. ദെൻ നമ്മുടെ ടാമർലിൻ്റെ അവസ്ഥ മോശം എന്ന് വെച്ചാൽ മോശമായിക്കൊണ്ടേയിരിക്കുന്നു. പുള്ളിക്കാരി നേരെ നിൽക്കുന്നു നടക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് സ്വബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് പറയാം. ഇതേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എന്തോ കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ സാധനം വെച്ചു. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് വീണ്ടും അങ്ങോട്ട് നോക്കിയപ്പോൾ സ്റ്റൗവിൽ വെച്ച സാധനം കാണാനില്ല. സ്റ്റൗ ഓഫ് ആയി കിടക്കുന്നു. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒത്തിരി ടെൻഷനുണ്ടേ. ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിന് ഇവർ തന്നെ പ്രസന്റ് ചെയ്യേണ്ട അവസ്ഥയായല്ലോ. മറ്റേ ബില്ല് പോയായിരുന്നല്ലോ. അവന് ക്യാൻഡി എന്ന ആ സ്ത്രീയുമായി ബന്ധമുണ്ട്. അവർ തമ്മിൽ അടുപ്പത്തിലാണെന്നാണ് ഇവൾ വിചാരിക്കുന്നത്. എന്നാൽ ക്യാൻഡി ആയിട്ട് ഇവരുടെ മുന്നിൽ വന്നത് വെർണയാണ്. നമ്മുടെ ടാമർലൈനെ ഇല്ലാണ്ടാക്കുകയാണ് അവളുടെ ഉദ്ദേശം. നമുക്കല്ലേ അറിയൂ. പ്രൊഡക്റ്റ് ലോഞ്ചിന് ബില്ലിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ചേഞ്ച് ചെയ്ത് ടാമർലൈനെ പ്രസന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഇവളിങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ടാമർലൈൻ്റെ ശ്രദ്ധ ജസ്റ്റ് ഒന്ന് മാറി. പിന്നെയും ആ ഒരു പേപ്പറിലേക്ക് നോക്കിയപ്പോൾ അതിൽ ആരോ കുറേ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നു. വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജസിലൊക്കെ അതിലിങ്ങനെ കുത്തി വരച്ച് എഴുതി വെച്ചേക്കുന്നു. ഇങ്ങനെയൊക്കെ തുടർച്ചയായി സംഭവിച്ചാൽ ആരാണെങ്കിലും സ്വന്തം റിയാലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ ഇവളുടെ വീടിനുള്ളിൽ മറ്റാരോ ഉള്ള പോലെ ഒരു ഫീൽ. ആരോ അവിടെ ഉണ്ട്. ഒരാൾ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടാമർലൈൻ ആരാതെന്നൊക്കെ ചോദിച്ചു ചെന്നപ്പോൾ അവിടെ ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നതാണ് പുള്ളിക്കാരി കാണുന്നത്. ഇതാരുടെ ഇവിടെ കൊണ്ട് വെച്ചേ, ഇതെന്ത് സംഭവം എന്നുള്ള മട്ടിൽ പുള്ളിക്കാരി ഒരു ചെറിയ പേടി ഉണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഫ്ലഷ്, പച്ച ഫ്ലഷ്. അതും ഈ ജീവികളൊക്കെ ഇങ്ങനെ അരിച്ച് തിന്നുന്ന രീതിയിൽ. എന്നാൽ ഇത് ടാമർലൈൻ്റെ തോന്നൽ മാത്രമായിരുന്നു. പുള്ളിക്കാരി രണ്ടാമതൊന്നോട് നോക്കിയപ്പോൾ ആ ബോക്സ് കാലിയായിരുന്നു. കുറേ സമയമായിട്ട് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമല്ലേ, പ്രോപ്പറായിട്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ താൻ ഉറങ്ങാത്തോണ്ട് തോന്നുന്നതാണെന്ന് വിചാരിച്ച് പുള്ളിക്കാരി കുറേ ഗുളിക കഴിച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും പിൽസ് കഴിച്ചിട്ടും പുള്ളിക്കാരിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കട്ടിയതാൽ പ്രസന്റ് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതെ റോഡ്രിക്ക് ഒന്ന് നിർത്തിക്ക്. അല്ല താൻ ഈ കഥ ഇത്ര വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. പെറിയ അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ക്യാമിലും അവരുടെ അസിസ്റ്റൻസുമായിട്ടുള്ള ബന്ധം അവർ പേഴ്സണലി സംസാരിച്ചിട്ടുള്ളത്. വിക്ടറിൻ അതീവ രഹസ്യമായി വെച്ചിരുന്ന പല കാര്യങ്ങൾ. ദേ ഇപ്പോൾ ടാമർലൈൻ അവളുടെ ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സംസാരിച്ചോ? യെസ് ഡൂപ്പിൻ, എൻ്റെ മക്കൾ തന്നെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ അവർ ജീവനോടെ ഇരുന്നപ്പോഴല്ല പറഞ്ഞത്, അവർ മരിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. എഗെയിൻ അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ വിക്ടറിൻ മരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു വന്ന നമ്മുടെ റോഡ്രിക്ക് ഒരു പെട്ടി തുറന്ന് അതിനകത്ത് വെച്ചിരുന്ന ഭയങ്കര വിലപിടിപ്പുള്ള സഫയർ സ്റ്റോൺസ് എടുക്കുവാണ്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടോസർട്ട് എന്ന ക്യൂനിനെ മമ്മിഫൈ ചെയ്തപ്പോൾ പുള്ളിക്കാരുടെ തലയിൽ വെച്ച് കൊടുത്ത 2 സഫയർ സ്റ്റോൺസ് ആണ് അത്ര ഇത്. അല്ല ഈ സാധനം എങ്ങനെയാണ് റോഡ്രിക്കിന് കിട്ടിയെന്നോ? ഇയാളുടെ സഹോദരി മാഡലിൻ്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങേര് ഇല്ലീഗലി ഈ സാധനം നേടിയെടുത്തത്. അതീവ രഹസ്യമായി ഇങ്ങേരുടെ സ്വാധീനം യൂസ് ചെയ്ത് ഇത്ര വിലപിടിപ്പുള്ള ഒരുപക്ഷെ ഈജിപ്ഷ്യൻസ് കരുതുന്ന പോലെ മാജിക്കൽ പവേഴ്സ് ഒക്കെയുള്ള ഈ സഫയർ സ്റ്റോൺ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുള്ളി ആരോടാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? പുള്ളിക്കാരൻ്റെ മരണപ്പെട്ട 4 മക്കളോട്. ദേ കണ്ടില്ലേ, 4 പേരും ഈ അവസ്ഥയിൽ ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിനോട് പറഞ്ഞ കാര്യം സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ വിശദമായി ഇൻ ഡീറ്റെയിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. മക്കളുടെ ആത്മാക്കൾ പറഞ്ഞു കൊടുത്തു. ശേഷം മാഡലിൻ അങ്ങോട്ട് വന്നു. ഇദ്ദേഹം ഇങ്ങനെ ചോര കുളിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വിക്ടറി ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തെന്നും അക്കാര്യങ്ങൾ ആർത്തർ പിമ്മിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും സംഭവം നടന്ന സ്ഥലത്ത് ഇദ്ദേഹം നിൽക്കാൻ പാടില്ല. ഫോർച്യൂനാറ്റോ കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള വിക്ടറിൻ്റെ ആ ഒരു ഹേർട്ട് മെഷീൻ അത് വിക്ടറിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് എത്രയും വേഗം തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്കാരൻ തിരക്ക് പിടിച്ച് ഈ ഓഫീസിൽ വന്നത്. പോലീസ് എത്തുമ്പോൾ ഇദ്ദേഹത്തെ അവിടെ കണ്ടാലും പ്രശ്നമാണ്, ഫോർച്യൂനാറ്റോ കമ്പനിയുടെ ആ ഒരു മെഷീൻ അവിടെ കണ്ടാലും പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ തുടർച്ചയായി സംഭവിക്കുന്നത് വെർണ കാരണമാണെന്നാണ് മാഡലിൻ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം വെർണയെ കണ്ടുപിടിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ റോഡ്രിക്ക് ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങേരുടെ കമ്പനിക്കാണ്. കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് ഓരോരുത്തരായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എത്രയും വേഗം ഒരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ന്യൂസിലൂടെയാണ് വിക്ടറിൻ കൊല്ലപ്പെട്ട വാർത്ത ഓരോരുത്തരായി അറിയുന്നത്. വാർത്ത അറിഞ്ഞതും ഫ്രെഡറിക്കിന്റെ മകൾ അങ്ങ് ഞെട്ടിപ്പോയി. അവൾക്കങ്ങ് പേടിയായി. കാരണം കുടുംബത്തിൽ ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ അമ്മ തലനാരടിക്കാണ് രക്ഷപ്പെട്ടത്. കൊച്ചിന് ആ ഒരു ആശങ്കയുണ്ട്. എന്നാൽ ഫ്രെഡറിക്ക് ആവട്ടെ, മോൾ ഒന്നും കണ്ട് പേടിക്കണ്ട, ഈ മരിച്ചവരൊന്നും നല്ല ആളുകളല്ല, ഇവരൊക്കെ വളരെ മോശം ആളുകളാണ്. ശരിക്കും നമ്മളാണ് ഫോർച്യൂനാറ്റോ, ഇവരൊന്നും ഇതിന് അവകാശികളെ അല്ല, എവിടുന്നോ ഏതോ സ്ത്രീക്കുണ്ടായ ആളുകളല്ലേ, മോൾ ഒന്നും കാര്യമാക്കണ്ട എന്ന മട്ടിലാണ് പുള്ളിയുടെ റെസ്പോൺസ്. അവിടുന്ന് കട്ടിയതാൽ അടുത്ത സീനിൽ വിക്ടറിൻ മരിച്ച കാര്യമൊക്കെ അറിഞ്ഞ് നമ്മുടെ
ബില്ല് ടാമർലൈൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവൻ ആവുന്നേ പോകുന്ന കെഞ്ചിക്കാണ് ടാമർലൈനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഓക്കെ അല്ല, നീ സമാധാനപ്പെട്ട് ചിന്തിച്ചേ പറ്റൂ, ഞാനും ക്യാൻഡി തമ്മിൽ നീ കരുതുന്ന പോലെ ബന്ധമൊന്നുമില്ല, ഈ പ്രസന്റേഷനൊക്കെ എനിക്ക് വിട്ട് തന്നേക്ക് ഞാനിത് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പുള്ളിക്കാരി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. കുറേ സമയം കർക്കശമായിട്ട് തന്നെ പുള്ളിക്കാരി പിടിച്ചു നിന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കയ്യിൽ പോയി. പുള്ളിക്കാരി മനസ്സിലുള്ള സങ്കടവും വിഷമവും ഒക്കെ ഇവനോട് തുറന്നടിച്ച് പറഞ്ഞു, പ്ലീസ് ബില്ല്, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ബില്ലിനെ അവിടെ കാണാനില്ല. നേരത്തെ സംഭവിച്ച പോലെ തന്നെ ഒന്നുകിൽ ഇവൾക്ക് തോന്നുന്ന ഇല്യൂഷൻ, അതല്ലെങ്കിൽ വെർണയുടെ പണി. അവിടെ കട്ടിയാൽ നമ്മുടെ ആർത്തർ പി മാഡ്ലിനെ കോൺടാക്ട് ചെയ്ത് വിക്ടറിൻ മരിച്ചെടുത്തു നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ ഡീറ്റെയിൽസിനെ പറ്റി സംസാരിക്കുകയാണ്. വിക്ടറിൻ്റെ അടുത്ത് നമ്മുടെ വെർണ ചെന്നിരുന്നല്ലോ ഹേർട്ട് പേഷ്യൻ്റ് ആയിട്ട്. പുള്ളിക്കാരി അവളുടെ ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അവളന്ന് പ്രൊവൈഡ് ചെയ്ത അഡ്രസ്സ് ഏതാണെന്നോ, നമ്മുടെ റോഡ്രിക്കും ഡൂബിനും ഇപ്പോൾ പ്രസന്റിലിരുന്ന് സംസാരിക്കുന്ന ഈ വീടില്ലേ, ഇതേ വീട് തന്നെ, ഇവരുടെ പഴയ വീട്, ഇവർ ജനിച്ചു വീണ ആ വീട്. ഇതോടെ ഇവരുടെ കുടുംബത്തിന്റെ ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് വെർണ എന്ന് നമുക്ക് ഉറപ്പിക്കാം. പുള്ളിക്കാരി ഹ്യൂമൻ അല്ലെന്ന് പറഞ്ഞാലും തെറ്റില്ല. അമാനുഷികമായ എന്തൊക്കെയോ കഴിവുകൾ അവൾക്കുണ്ടെന്ന് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങ് പാസ്റ്റില് 1979 ഡൂപ്പിനെ സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ്രിക് വലിയ റിസ്ക് എടുത്ത്, ലിറ്ററലി വലിയ റിസ്ക് എടുത്ത് കമ്പനിയുടെ ബേസ്മെന്റിൽ അവർ സൂക്ഷിച്ചിരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഫയൽസ്, കമ്പനി ചെയ്തിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കോപ്പി ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം റിസ്ക് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുത്താണെന്ന് റോഡ്രിക്കിന് അന്നേ അറിയാമായിരുന്നു. ശരിക്കും റോഡ്രിക്കിന്റെ ആവശ്യം ഫോർച്യൂനേറ്റോ കമ്പനി തന്റെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. ഫോർച്യൂനേറ്റോയുടെ നിലവിലെത്തിയ സിഇഒയെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി പ്രൊമോഷൻ നേടി ഇയാൾ ആ പൊസിഷനിലെത്തുക, കമ്പനി സ്വന്തമാക്കുക, കമ്പനിയുടെ കൂടുതൽ ഷെയർസ് സ്വന്തമാക്കുക, അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. ഇവിടെ പ്രസന്റ് ആർത്തർ പിമാവട്ടെ വെർണയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പുള്ളിക്കാരുടെ ഫേസ് ഒക്കെ പല സിസ്റ്റങ്ങളിലൂടെ സ്കാൻ ചെയ്ത് ഇതിനു മുമ്പ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള വെർണയുടെ കുറേയധികം ഫോട്ടോസ് കളക്ട് ചെയ്യുന്നുണ്ട്. വെരി വെരി സർപ്രൈസിംഗ്ലി സമൂഹത്തിൽ അതിസമ്പന്നന്മാരുടെയും അധികാരമുള്ളവരുടെയും ഒക്കെ കൂടി ഇവളെ കാണാൻ സാധിക്കും. ബിൽ ഗേറ്റ്സിന്റെ കൂടെയുണ്ട്, സക്കർബർഗിന്റെ കൂടെയുണ്ട്, ബില്യണേഴ്സും മില്യണേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകളുടെ കൂടെ അവളെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇതിലുവേ പോലും ഒത്തിരി കുഴപ്പിച്ച് കളയുന്ന കാര്യം എന്താണെന്നാൽ വെർണ എല്ലാ ഫോട്ടോയിലും ഒരേപോലെ തന്നെയാണ്. ഒരു 2 വർഷം മുമ്പുള്ള ഫോട്ടോ ആണെങ്കിലും 5 വർഷം മുമ്പുള്ള ഫോട്ടോ ആണെങ്കിലും ഈവൻ 30 വർഷങ്ങൾക്ക് മുമ്പെടുത്തതാണെങ്കിലും 60 വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോ ആണെങ്കിലും ഇതിലെല്ലാം വെർണ ഒരേപോലെയാണ്. വെർണയ്ക്ക് പ്രായമാവുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് 1944 എടുത്തൊരു ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അതിലെങ്ങനെയായിരുന്നോ വെർണ അതുപോലെ തന്നെയാണ് വെർണ ഇപ്പോഴും. അവൾ എന്തോ ടൈപ്പ് വിച്ചാണെന്ന് തോന്നുന്നു. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇങ്ങനെയും അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ ഉന്നത പൊസിഷനിലിരിക്കുന്ന പല ആളുകളെ അവൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഗേറ്റ്സിനെയും സക്കർബർഗിനെയും ഒക്കെ കാണിച്ചത് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ എന്തോ. ഇതേസമയം ഫ്രെഡറിക്കിന്റെ വൈഫ് മൊറേൽ കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ട്. ഇത്രയും നാൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി, ലിപ്സൊക്കെ അനക്കി ശബ്ദമൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ലെനോർ കാര്യം വളരെ സന്തോഷത്തോടെ ഫ്രെഡറിക്കിന് എടുത്തി എന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് തന്ത്രപരമായി ലെനോറിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് മൊറേലിന്റെ ബോഡിയിൽ എന്തൊക്കെയോ മയക്കുമരുന്ന് പൊടി ഐറ്റംസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് അവൾ ബെറ്റർ ആവാത്ത അവസ്ഥയിൽ അവളെ ഇതേ അവസ്ഥയിൽ തന്നെ കുറേ കാലം കീപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു വിടുവാണ്. എന്തൊരു മനുഷ്യനല്ലേ, ഇങ്ങർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ഇപ്പോഴും ഇയാൾ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെന്ന് ഒരു ഉറപ്പുമില്ല. എന്നിട്ടും മൊറേലിനെ ഇങ്ങനെ വല്ലാതെ അങ്ങ് ഹറാസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ റോഡ്രിക്ക് ആവട്ടെ അവരുടെ കമ്പനിയുടെ ബേസ്മെന്റിൽ വന്ന് അവിടുത്തെ ആ ഒരു വോളിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങേർക്ക് ആ വോളിൽ നിന്ന് എന്തൊക്കെയോ ബെൽസ് കേൾക്കാൻ പറ്റുന്നു, ശബ്ദം കേൾക്കാൻ പറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങോട്ട് വരുന്ന മാഡ്ലീൻ ഇദ്ദേഹത്തോട്, റോഡ്രിക്ക് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ, ഇന്ന് ടാമർലൈൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ആണ്, അവൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവണം, വാ എണീക്ക്, ഇവിടെ എന്തിനാ കുത്തിയിരിക്കുന്നത്. എന്നാൽ റോഡ്രിക്കിന്റെ മറുപടി, തനിക്ക് ഈ വോളിൻ്റെ അവിടെ നിന്ന് ബെൽസ് കേൾക്കാൻ സാധിക്കുന്നു, തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, തൻ്റെ ഹാർട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒറിജിനലാണോ അല്ലയോ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് കേട്ട് മാഡ്ലീൻ ഇങ്ങനെ ചെപ്പക്കുറ്റിക്കിട്ട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അടി കൊണ്ടിട്ടും പുള്ളിക്കാരൻ ഒരുപാട് എന്തൊക്കെയോ വലിച്ചു കയറ്റിയവനെ പോലെ പബ്ബ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു. ടാമർലൈനെ സപ്പോർട്ട് ചെയ്യാൻ റോഡ്രിക്ക് അവിടെ ചെന്നില്ല. പകരം മാഡ്ലീൻ അവിടെ ചെന്ന് ടാമർലൈനെ അടിപൊളിയായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. മോളെ, നീ മെൻസിന്റെ കാര്യം വിട്ടേക്ക്, നിന്റെ അച്ഛനാണെങ്കിലും നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബില്ലാണെങ്കിലും അവന്മാരൊക്കെ വളരെ സിമ്പിളാണ്. പറയാറില്ലേ മെൻസ് ആർ സിമ്പിൾ, അതുപോലെ തന്നെ അവന്മാർ സ്റ്റുപ്പിഡാണ്, മെൻസ് ആർ സ്റ്റുപ്പിഡ്. സി, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത്. പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കും. നീ ധൈര്യമായിട്ട് പ്രസന്റേഷൻ ചെയ്യല്ലേ, എല്ലാവരും നിന്റെ പ്രസന്റേഷൻ കാത്തിരിക്കുവാണ്. കുറേ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ കമ്പനിക്ക് തിരിച്ചു കയറി വരാനുള്ള ഒരു അവസരമാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ ടാമർലൈനും ഭയങ്കര ആത്മവിശ്വാസം. അങ്ങനെ എല്ലാം സെറ്റ്, എല്ലാം അടിപൊളി. ചെറിയൊരു പേടിയുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെ. ഹോസ്റ്റ് ടാമർലൈനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ടാമർലൈൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ വേറൊരു ടാമർലൈൻ വന്നു നിന്ന് പ്രസംഗിക്കുന്നു. ശരിക്കുള്ള ടാമർലൈൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഈ പുള്ളിക്കാർ നോക്കുമ്പോൾ ആരോ ഒരാൾ തന്നെ പോലെ അവിടെ വന്ന് നിന്ന് പ്രസന്റ് ചെയ്യുന്നു. ഇതെന്ത് പണ്ടാരം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സ്റ്റേജിലോട്ട് കയറി ചെന്നപ്പോൾ ആക്ച്വലി ഇവള് കണ്ടത് മറ്റൊരു ടാമർലൈനെ ഒന്നും ആയിരുന്നില്ല. ഇവളുടെ അസിസ്റ്റന്റ് അവിടെ നിന്ന് എല്ലാവരെയും വെൽക്കം ചെയ്ത് നമ്മുടെ ടാമർലൈനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ടാമർലൈൻ്റെ തോന്നൽ മാത്രമായിരുന്നു. അല്ലെങ്കിൽ വെർണ ഇവൾക്ക് അത്തരത്തിലുള്ള വിഷൻസ് കാണിച്ചു കൊടുത്തു എന്ന് പറയാം. തുടക്കം തന്നെ പാളിപ്പോയി. എന്നാലും നമ്മുടെ ടാമർലൈൻ സമാധാനപ്പെട്ട് കൂളായി ആളുകളെ സംസാരിച്ച് വീഴ്ത്താനുള്ള അവളുടെ കഴിവൊക്കെ യൂസ് ചെയ്ത് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സമാധാനമായിട്ട് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദേ പിന്നെയും വെർണ. ഓഡിയൻസിനിടയിൽ ഇവൾക്ക് വെർണയെ കാണാൻ പറ്റുന്നു. ഇവരുടെ പ്രൊഡക്റ്റിന്റെ മോഡലായിട്ട് വരുന്നത് പോലും വെർണയാണ്. സ്ക്രീനിൽ വെർണയുടെ മുഖമൊക്കെയാണ് അപ്പിയർ ആവുന്നത്. ഇതെന്തൊരു സിറ്റുവേഷൻ ആണെന്ന് നോക്കിക്കോണേ. ടാമർലൈൻ്റെ മുഖം വരേണ്ടടുത്ത് വെർണയുടെ മുഖം വരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് ടാമർലൈൻ്റെ ആ വിയേർഡ് ഫാന്റസി ഉണ്ടല്ലോ, ഇവളുടെ പാർട്ണർ ബില്ലിനെ വേറൊരു സ്ത്രീയുടെ കൂടെ അങ്ങനെ ഇങ്ങനെ, ആ സംഭവം വീഡിയോ ആയിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇത് ടാമർലൈന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ സ്ക്രീനിൽ ഇങ്ങനെയുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇവൾക്ക് അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇവൾ അത്തരത്തിലുള്ള ഒരു ഇല്യൂഷൻ കണ്ടപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇത് കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഇത് അറിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശങ്ക, ആ സമയത്തുണ്ടായ വെപ്രാളമൊക്കെ കൂടി പുള്ളിക്കാരി ഭയങ്കര വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി. മൈക്ക് സ്റ്റാൻഡ് എടുത്ത് സ്ക്രീനൊക്കെ അടിച്ചു പൊട്ടിച്ച് ആകെ മൊത്തം ബഹളം. കൂടാതെ ഓഡിയൻസിൻ്റെ ഇടയിൽ വെർണയെ കണ്ടപ്പോൾ മൈക്ക് സ്റ്റാൻഡ് അങ്ങോട്ട് ഒറ്റയേറ്. മൈക്ക് സ്റ്റാൻഡ് തെറിച്ച് എന്ന് കൊള്ളുന്നത് നമ്മുടെ ജൂണോടെ തലക്കിട്ട്. ആ ഒരു വെപ്രാളത്തിൽ ടാമർലൈൻ സ്റ്റേജിൽ നിന്ന് മാറിപ്പോയി. ഇതെല്ലാം കാണുന്ന മാഡ്ലൈൻ ഓഡിയൻസിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ദേ അവിടെയായിട്ട് വെർണയെ ഇവൾക്ക് കാണാൻ പറ്റുന്നു. മാഡ്ലൈൻ ഓടി വെർണയെ എടുത്ത് ചെല്ലുമ്പോഴേക്കും വെർണ ഡിസപ്പിയർ ആയി.
ആയിപ്പോയി. ജസ്റ്റ് വെർണയെ ടച്ച് ചെയ്യാൻ അങ്ങോട്ട് ചെന്നു, അപ്പോഴേക്കും വെർണ ഡിസപ്പിയർ ആയിപ്പോയി. ആൻഡ് മാഡ്ലിന്റെ കയ്യിൽ കരി പുരണ്ടിരിക്കുന്നതും കാണാം. എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് പറയാം. പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് അത് ഇങ്ങനെയായി. ടാമർലൈൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഭയങ്കര നെഗറ്റീവ് ഒപ്പീനിയൻ. ഇങ്ങനെ വളരെ 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 മോശം അവസ്ഥയിൽ നിൽക്കുന്ന ടാമർലൈന് വീണ്ടും വെർണയെ കാണാൻ പറ്റിയാലോ? തിരിച്ച് വീട്ടിൽ ചെന്ന് കയറിയപ്പോഴും പിന്നെയും പലയിടത്തായിട്ട് അവൾക്ക് വെർണയെ കാണാൻ പറ്റുന്നു. ഒരു സ്റ്റിക്ക് എടുത്ത് വെർണയെ അടിക്കാൻ ചെന്നതാണ്. കണ്ണാടിക്കുള്ളിൽ വെർണയുടെ റിഫ്ലക്ഷൻ കണ്ട് അവിടേക്ക് ഒരൊറ്റ അടി. ചില്ല് പൊട്ടി കറക്റ്റ് ഇവളുടെ മുഖത്ത് തന്നെ കയറി. പിന്നെയും തുടർച്ചയായി ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. കണ്ണാടികളിൽ വെർണയെ കാണുന്നു, ഇവൾ കണ്ണാടി അടിച്ച് പൊട്ടിക്കുന്നു. അതിന്റെ ചില്ല് ഇവളുടെ കയ്യിലും കാലിലും ശരീരത്തും മൊത്തം കുത്തി കയറുന്നു. ബെഡ്റൂമിലുണ്ടായിരുന്ന ഗ്ലാസ് മൊത്തം പുള്ളിക്കാരി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. തറയിലും ബെഡിലും വരെ കണ്ണാടി ചില്ലായി. ബെഡിന് നേരെ മുകളിലായിട്ട് അവിടെയും ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അതിൽ വെർണയെ കണ്ടപ്പോൾ അങ്ങോട്ടും ചാടിയ ഒരൊറ്റയടി. ചാടിയപ്പോൾ ബെഡിലുള്ള കണ്ണാടി പൊങ്ങി വരികയും ചെയ്തു. മുകളിലെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചപ്പോൾ അവിടെ നിന്നുള്ള കണ്ണാടി എല്ലാം കൂടെ പൊട്ടി താഴോട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ ടാമർലൈൻ്റെ ശരീരത്തിലേക്ക് ഒത്തിരി കണ്ണാടി ചില്ലുകൾ തറച്ചു കയറി അവൾ മരണപ്പെടുകയാണ്. അങ്ങനെ ടാമർലൈനും മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഇനി റോഡ്രിക്കിന്റെ മക്കളിൽ ബാക്കിയുള്ളത് ഫ്രെഡറിക്ക് മാത്രമാണ്. അവനിപ്പോൾ അവൻ്റെ ഭാര്യ മൊറേലിനോട് ചെയ്യുന്ന ക്രൂരതയൊക്കെ കാണുമ്പോൾ അവനും ജീവിച്ചിരിക്കാൻ ഒട്ടും അർഹനല്ലെന്ന് തോന്നുന്നു. ദെൻ ഇവിടെ പ്രശ്നമില്ല, നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിൻ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡൂപ്പിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ അഷർ കുടുംബത്തിൽ ഒരേ ഒരാളെ മാത്രമേ ഗുഡ് അഷർ എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ല മനസ്സിനുടമ എന്ന് പറയാൻ പറ്റൂ. അത് അനബൽ ലീ ആണെന്നാണ് പറയുന്നത്, ഫ്രെഡറിക്കിൻ്റെ ആദ്യ ഭാര്യ. അന്ന് 1979 ഫോർച്യൂനാറ്റോ കമ്പനിക്കെതിരെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ ഡൂപ്പിൻ അവരുടെ സഹായം ചോദിച്ചു തന്നപ്പോൾ ആ സമയത്ത് പോലും ഡൂപ്പിനോട് വളരെ മാന്യമായി പെരുമാറിയ, ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞ ഒരേ ഒരു വ്യക്തി അനബൽ ലീ ആണെന്ന് പറയുന്നുണ്ട്. ഉടൻ റോഡ്രിക്ക് ഡൂപ്പിനെ തിരുത്തി. അനബൽ ലീ മാത്രമല്ല അങ്ങനെയുള്ളത്, എൻ്റെ കൊച്ചുമകൾ ലെനോർ, അവളും നീ പറഞ്ഞ പോലെ നല്ല മനസ്സിനുടമയാണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ കണക്കാന്ന്. ആ സീനോടെ കട്ടായാൽ അടുത്ത സീനിൽ നമ്മുടെ ടാമർലൈൻ്റെ മരണവാർത്ത അറിഞ്ഞ് റോഡ്രിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്രയും നാൾ പ്രോസ്പെറോ മുതൽ വിക്ടറിൻ വരെ മരിച്ചപ്പോൾ ഇല്ലാത്ത ഇമോഷനാണ് ഇപ്പോൾ ഇങ്ങർക്ക്. കാരണം വ്യക്തമാണ്, ഇദ്ദേഹത്തിന് അനബൽ ലീയിലുണ്ടായ 2 മക്കളാണ് നമ്മുടെ ഫ്രെഡറിക്കും ടാമർലൈനും. അനബൽ ലീയെയും റോഡ്രിക്കിന് ഒത്തിരി ഇഷ്ടമായിരുന്നു, അവളിലുണ്ടായ മക്കളെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. റോഡ്രിക്കിനെ കണ്ടാൽ തന്നെ അറിയാം, സത്യം പറഞ്ഞ പുള്ളിക്കാരൻ കൺട്രോൾ പോയി നിൽക്കുക. എങ്ങനെ സാധാരണ പോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? തൻ്റെ മക്കൾ ഓരോരുത്തരായി മരണപ്പെടുന്നു. അതിപ്പോൾ വന്ന് തൻ്റെ ഏറ്റവും അടുത്ത, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇതിൻ്റെ കൂടെ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം കൂടെ ആയതോടെ പുള്ളിക്കാരൻ ഒട്ടും സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ബോർഡ് മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മാഡലിൻ്റെ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു AI ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ആ AI യൂസ് ചെയ്ത് കമ്പനിയെ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്തേക്കാന്നുള്ളതാണ് പ്ലാൻ. ഇപ്പോൾ നിലവിലൊരു ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ കമ്പനി എന്നുള്ള ലേബലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെക് കമ്പനി എന്നുള്ളൊരു ലെവലിലേക്ക് കമ്പനിയെ മാറ്റിയെടുക്കാവുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ടെക് കമ്പനി എന്ന ലേബലിലേക്ക് ആക്കുന്നതോടെ ഇപ്പോൾ നിലവിൽ കമ്പനി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ പറയുന്നതിലൂടെ ബോർഡ് മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല, കമ്പനി മറ്റൊരു തരത്തിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞ് ബോർഡ് മെമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമ്മുടെ റോഡ്രിക്കിൻ്റെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിലുള്ള മൊറേലിൻ്റെ റൂമിൽ മുഴുവൻ അങ്ങേര് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇവരുടെ കല്യാണ ഫോട്ടോസ്, അതല്ലാതെ ഇവരുടെ ഫോട്ടോസ് തന്നെ പാർട്ടായിട്ട് ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ച് കണ്ണ് തുറന്നാൽ മൊറേൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് കാണുന്നതിലൂടെ അവളെ അങ്ങനെയൊക്കെ ഹറാസ് ചെയ്യുക എന്നതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇവൾക്ക് മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട്, എസ്പെഷ്യലി ഇവൻ്റെ ബ്രദർ പ്രോസ്പെറോ ആയിട്ട് ബന്ധമുണ്ടെന്ന് ഇവൻ വിചാരിക്കുന്നുണ്ടല്ലോ. മൊറേൽ നീ എഴുന്നേറ്റോ, മെഡ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് നേരത്തെ അവളുടെ ബോഡിയിൽ കുത്തിവെച്ച് അതേ ഐറ്റം വീണ്ടും കുത്തിവെക്കുന്നു. ഇങ്ങനെ ഈ അവസ്ഥയിലുള്ള ഒരാളെ എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാമോ ആ രീതിയിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഈ സമയം റോഡ്രിക്ക് ഫ്രെഡറിക്കിനെ ഫോൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എപ്പോഴെങ്കിലും കമ്പനി ബോർഡ് മെമ്പേഴ്സ് ഫ്രെഡറിക്കിനെ കോൺടാക്ട് ചെയ്ത് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്. ഇതുവരെ ബോർഡ് മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയുള്ള മൂവ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കമ്പനി ഇതുപോലെ തന്നെ മുന്നോട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ബോർഡിലുള്ള മറ്റ് മെമ്പേഴ്സ് എല്ലാം കൂടി ഒരു വോട്ടിങ്ങിന് തീരുമാനിച്ചാൽ റോഡ്രിക്കിന് ഫ്രെഡറിക്കിൻ്റെ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. ഇവൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. സോ ഇനിയിപ്പോൾ ബോർഡ് മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്ത് തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടായാലും, ഈവൻ നമ്മുടെ ഫ്രെഡറിക്കിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊന്നും നിന്ന് കൊടുക്കരുതെന്ന് പറയുകയാണ് റോഡ്രിക്ക്. ഫ്രെഡറിക്കും സമ്മതിച്ചു. ഇടം വലം നോക്കാതെ അച്ഛൻ്റെ കൂടെ നിന്നിരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ദെൻ തിരികെ വീണ്ടും ഫ്രെഡറിക്കിൻ്റെ വീട്ടിൽ വന്ന് മൊറേലിന് കൊടുക്കാനുള്ള ഒരു മയക്കുമരുന്നൊക്കെ വീണ്ടും കലക്കി വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് അവളെ ട്രിഗർ ചെയ്ത് ഫിസിക്കലി മെൻ്റലി അങ്ങ് ഹറാസ് ചെയ്ത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഫോർച്യൂനാറ്റോ കമ്പനിയുടെ അങ്ങിങ്ങായി പൂട്ടിക്കിടക്കുന്ന ഫാക്ടറീസൊക്കെ, മാരക കെമിക്കൽസ് ഒക്കെ കെട്ടിക്കിടക്കുന്ന ഫാക്ടറീസൊക്കെ എത്രയും വേഗം ഇടിച്ച് നശിപ്പിച്ചിരിക്കണമെന്നും ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. ഫ്രെഡറിക്ക് മൊറേലിനോട് 100% ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നത്. അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവളെ ഹാപ്പിയാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങേര് തന്നെ പറയുന്നത്. എന്നിട്ടും മൊറേൽ ഫ്രെഡറിക്കിനോട് പറയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ കീപ്പ് ചെയ്തു, മറ്റാരുടെയോ കൂടെ പോയി, പ്രോസ്പെറോയുടെ പാർട്ടിയിൽ പോയി. ഇങ്ങനെയൊക്കെ ചെയ്തത് ഇവൾ തന്നെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ചതിച്ചത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഫ്രെഡറിക് ഈ അവസ്ഥയിലുള്ള മൊറേലിന്റെ മുഖം പിന്നെയും വികൃതമാക്കുന്നുണ്ട്. ഓരോ നിമിഷവും അവളുടെ ബോഡി റിക്കവർ ആവാൻ ശ്രമിക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. പിന്നെയും മയക്കുമരുന്നും കുത്തിവെച്ച് വീണ്ടും ഇങ്ങനെ ഹറാസ് ചെയ്ത് മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവളെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കുക. വീട്ടിൽ മൊറേലിനെ കിടത്തിരിക്കുന്ന റൂമിലേക്ക് മറ്റാർക്കും വരാൻ സാധിക്കത്തില്ല. ഈവൻ ഇങ്ങരുടെ മകളെ പോലും കടത്തിവിടത്തില്ല. ലെനോറിനും അതിൻ്റെതായ ആശങ്കയുണ്ട്. ലെനോർ ആവട്ടെ കുറേ റിസർച്ച് ഒക്കെ ചെയ്ത് ഇവളുടെ അമ്മ മൊറേലിന് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഫ്രെഡറിക്കിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഫ്രെഡറിക്ക് ലെനോറിനോട് ദേഷ്യപ്പെട്ടു. പുള്ളിയുടെ ആ ഒരു സൈക്കോ തരം മകളുടെ മുന്നിലും വെളിവായി. ഞാൻ പറഞ്ഞു കേട്ട് മര്യാദയ്ക്കൂടെ നിന്നോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാതിരി ഞാൻ കലിപ്പിച്ച് കൊച്ചിനെയും പേടിപ്പിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് മാറിപ്പോയി. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇതേ സമയത്ത് ഇവരിരിക്കുന്ന വീടിന് താഴെ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനും പറ്റുന്നുണ്ട്. താഴെ മാഡലിനുണ്ടെന്ന് നേരത്തെ റോഡ്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെന്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത്രയും നേരം റോഡ്രിക്ക് ഇങ്ങനെ കഥ പറഞ്ഞു വന്നതും താഴെ കേൾക്കുന്ന ശബ്ദങ്ങളും ഇടയ്ക്കിടെ റോഡ്രിക്ക് ഞെട്ടിത്തിരിച്ചിരിക്കുന്നതും പ്രേതങ്ങളെ കണ്ട പോലെ റിയാക്ട് ചെയ്യുന്നതും ഇതെല്ലാം കൂടെ ആയപ്പോഴേക്കും ഡൂപ്പിന് സംശയം അങ്ങ് ഇരട്ടിച്ചു. ഇതെന്തോ ഒരു ട്രാപ്പാണ്, തന്നെ ഇവർ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുന്ന ഇങ്ങനെ അവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഉടനെ റോഡ്രിക്ക്, ഡൂപ്പിൻ പോവല്ലേ, ഞാൻ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്കത് കേൾക്കണ്ടേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു വരുമല്ലേ, നീ സമാധാനം ഇട്ടിരുന്ന് കേൾക്ക്
എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അനബല്ലിയെയും അവളോടൊപ്പം റോഡ്രിക്കിനടുത്തേക്ക് ഓടി വരുന്ന നമ്മുടെ ഫ്രെഡറിക്കിനെയും കുഞ്ഞ് ഫ്രെഡറിക്കിനെയും കാണാൻ പറ്റുവാണ്. ഒരു നിമിഷം ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് എത്ര മനോഹരമായിരുന്നു എന്ന് ചിന്തിച്ചു പോയി. ഒരുപക്ഷെ ഫോർച്ചുനാറ്റോ ഈ ഒരു ബിസിനസ് വേൾഡ് ഇങ്ങനെ ഒത്തിരി പണമൊക്കെ ഉണ്ടാക്കി ഈ ഒരു ലെവലിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അനബല്ലിയുടെയും ഫ്രെഡറിക്കിൻ്റെയും ടാമർലിൻ്റെയും ഒക്കെ കൂടെ വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊരു കുടുംബജീവിതം നയിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചേനെ. നഷ്ടപ്പെട്ടു പോയ തൻ്റെ ആ ഒരു ലൈഫിനെ, അനബല്ലിയോടൊപ്പം ആ ഒരു ഹാപ്പി ലൈഫിനെ ഓർത്ത് ഇദ്ദേഹം ഒത്തിരി വിഷമിക്കുന്നതും കാണാം. റോഡ്രിക്ക് കുഞ്ഞ് ഫ്രെഡറിക്കിനെ എടുത്തുയർത്തി. ഉടനെ താണ്ട് നമ്മുടെ ഫ്രെഡറിക്കിൻ്റെ അരയുടെ ആ ഒരു ഭാഗം മുതൽ മുറിഞ്ഞ് താഴേക്ക് വീഴുവാണ്. അവിടെ നിന്ന് നേരെ അങ്ങ് പാസ്റ്റിലേക്ക് പോയാൽ 1979 നമ്മുടെ ഡൂപ്പിൻ റോഡ്രിക്കിന്റെ സഹായത്തോടെ ഫോർച്യൂണർ കമ്പനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു. കമ്പനിക്കെതിരെ ആക്ഷൻസ് തുടങ്ങി. റോഡ്രിക്കിനെ ഒരു സാക്ഷിയായി റെപ്രസെന്റ് ചെയ്ത് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാണ്. കമ്പനിക്ക് വേണ്ടി വാദിക്കാൻ കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള അഡ്വക്കേറ്റ്സ് അവിടെയുണ്ട്. കമ്പനിയിൽ ചെയ്തിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പറ്റി വിശദമായി ചോദിച്ച് വരുമ്പോൾ നമ്മുടെ റോഡ്രിക്ക് കാലുമാറി. കമ്പനിയുടെ CEO റൂഫസ് ഗ്രിസ്വെൽഡ് നമ്മുടെ റോഡ്രിക്കിനെ അറിയിക്കാതെ അവന്റെ സൈൻ ഇട്ട് കുറെ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്നും റോഡ്രിക്കിന്റെ സമ്മതമില്ലാതെ ഇവന്റെ സൈൻ ഇട്ട് റൂഫസ് ഗ്രിസ്വെൽഡ് ചെയ്തതല്ല, എല്ലാം തന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് നടന്നതെന്ന് നമ്മുടെ റോഡ്രിക്ക് ഉറപ്പിച്ചു പറഞ്ഞു. താനാണ് ആ ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്തത്. പരീക്ഷണങ്ങളെല്ലാം തന്റെ സമ്മതത്തോടെയായിരുന്നു. അവിടെ പരീക്ഷണത്തിന് വന്ന പേഷ്യൻസിന്റെയും പൂർണ്ണ സമ്മതത്തോടെയാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നതെന്ന് ഇവനങ്ങ് പറഞ്ഞതേ ഡൂപ്പിന് സഹിക്കാനായില്ല. ഇവിടെ മുതലാണ് നമ്മുടെ ഡൂപ്പിനും റോഡ്രിക്കും തെറ്റുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ ഇങ്ങനെ ഒരുതിനെ കണ്ടുപിടിച്ച് ഇവന്റെ സഹായത്തോടെ കമ്പനിയുടെ എല്ലാ ഉടായ്പും പുറത്തു കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ താണ്ട് ഇവൻ എല്ലാ കുറ്റവും ഏറ്റേക്കുന്നു. കമ്പനിക്ക് അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എല്ലാം ഇവന്റെ സമ്മതത്തോടെയാണ് നടന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഡൂപ്പിന് അവിടെ നിന്ന് പിടങ്ങിപ്പോയി. ആൻഡ് റോഡ്രിക്കിനെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അനബല്ലി അങ്ങ് വല്ലാണ്ടായി. മാഡ്ലിൻ ആവട്ടെ അനബല്ലിയെ സമാധാനിപ്പിച്ച് നീ ടെൻഷൻ അടിക്കാൻ ആവശ്യമൊന്നുമില്ല, ഇന്ന് വൈകിട്ട് ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ വന്നിരിക്കും. റോഡ്രിക്കിനെ അവർക്ക് അങ്ങനെ ജയിലിലിടാനൊന്നും പറ്റത്തില്ല, അവൻ പുറത്തിറങ്ങിയിരിക്കും. ഞാനാ പറയുന്നത് കാര്യം. ഇതെല്ലാം മാഡലിന്റെ കൂടെ പ്ലാൻ ആയിരുന്നു. മാഡ്ലിനും റോഡ്രിക്കും പ്ലാൻ ചെയ്ത് കമ്പനിക്കെതിരെ ഇവൻ മൊഴി കൊടുക്കാതിരുന്നാൽ കമ്പനി CEO റൂഫസ് ഗ്രിസ്വെൽഡ് അവനെ രക്ഷപ്പെടുത്താമെന്ന് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാമെന്ന് ഏറ്റിരുന്നു. പോലീസിനും ഇനി ഒരുപാട് നേരം റോഡ്രിക്കിനെ അങ്ങനെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം റോഡ്രിക്ക് അവർക്ക് എടുത്തു കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കളവ് പോയ ഡോക്യുമെന്റ്സ് ആണെന്ന് കമ്പനിക്ക് വാദിക്കാൻ പറ്റും. സ്റ്റോളൻ ഡോക്യുമെന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സിന് ഏത് കോടതിയാണ് വില കൊടുക്കുക? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാക്കർ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്ത കുറച്ച് ഫിനാൻഷ്യൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പുറത്തു വന്ന ഡീറ്റെയിൽസും കൊണ്ട് കോടതി ചെന്നപ്പോൾ മാൻ സിറ്റി വാദിച്ചത് ഇതൊക്കെ ഹാക്ക് ചെയ്തെടുത്ത ഡേറ്റയാണ്, ഇത് വിശ്വാസത്തിലെടുക്കരുതെന്നാണ്. സംഭവം ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാലും ഹാക്ക് ചെയ്തെടുത്ത ഡേറ്റ ആയതുകൊണ്ട് അത് അത്ര മുകളിലേക്ക് എടുക്കാൻ പറ്റത്തില്ല, തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ റോഡ്രിക്ക് ആ ഡോക്യുമെന്റ്സ് ഒക്കെ മോഷ്ടിച്ചതാണെന്ന് അവൻ തന്നെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പനി അങ്ങനെ വാദിച്ചാൽ പിന്നെ കേസ് മുന്നോട്ട് പോകത്തില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. റോഡ്രിക്ക് ഡൂപ്പിനെ ചതിക്കുമായിരുന്നു പറഞ്ഞപ്പോൾ അനബല്ലിക്ക് സഹിക്കാനായില്ല. പുള്ളിക്കാരിയോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. തന്റെ ഹസ്ബൻഡ് തന്നോട് പോലും പറയാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നൊക്കെയുണ്ട്. മാഡലിൻ ആസ് യൂഷ്വൽ ലൈക്ക് എ ക്വീൻ, എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി വിചാരിച്ച പോലെ പുള്ളിക്കാരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നു. അങ്ങനെ തന്നെ പോട്ടെ എന്ന് അവിടെ നിന്ന് കിട്ടിയതാൽ നമ്മുടെ ആർത്തർ പെം മാഡലിന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രകാരം വിക്ടോറിയൻ്റെ അടുത്ത് ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് ചെന്ന വെർണ പുള്ളിക്കാരുടെ അഡ്രസ് ആയിട്ട് കൊടുത്തിരുന്നത് നമ്മുടെ മാഡലിൻ്റെയും റോഡ്രിക്കിൻ്റെയും പഴയ വീടായിരുന്നല്ലോ. ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ നശിച്ച് കിടക്കുവാണ്. ആൻഡ് പുള്ളിക്കാരി ഇത്രയും നാൾ യൂസ് ചെയ്യുന്ന വിഗൊക്കെ മാറ്റി പണ്ടത്തെ മാഡലിൻ്റെ അതേ ഹെയർ സ്റ്റൈലൊക്കെ ആക്കിയിട്ടാണ് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഇവരുള്ളിൽ കയറിയതും ഡോർ തനിയെ അങ്ങ് അടഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ വന്നതുകൊണ്ടാവാം ഞെട്ടുന്നൊന്നുമില്ല. എപ്പോഴും പുള്ളിക്കാരി ഏതാണ്ട് ഇതേ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണെന്നേ. പുള്ളിക്കാരി സ്വയം ഒരു ക്വീൻ ആണെന്ന് വിചാരിക്കുന്നു. ഓർ ലിറ്ററലി ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരുടെ പെരുമാറ്റവും സംസാരവും എല്ലാം. ആ വീടിനുള്ളിൽ വെർണ ഇവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വരൂ മാഡ്ലിൻ, വന്ന് ഇവിടെ ഇരിക്കുക. വെൽ, ഈ 2 സീറ്റുകൾ റോഡ്രിക്കിനും ഡൂപ്പിനും വേണ്ടി റെഡിയാക്കിയിട്ടിരുന്നതാണ്. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതുന്നില്ല. വാ മാഡലിൻ, അവിടെ നിൽക്കാതെ വന്നിരിക്കുക. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റോഡ്രിക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇരിക്കും, ഈ ഡ്രിങ്ക് കുടിക്കും. ചില സമയത്തൊക്കെ പുള്ളി വിഷമിച്ച് കരയും. ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു എന്ന് പുള്ളി റിയലൈസ് ചെയ്ത് തുടങ്ങി. കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നും. എല്ലാം നേടിയെന്ന് സ്വയം വിചാരിച്ചൊരു മനുഷ്യൻ പിന്നെ ആ ഒരു ടിപ്പിക്കൽ ക്ലീഷേ ലെവലിലേക്ക് താണ് പിന്നെയും കിടന്ന് കരയുന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിന്റെ ബ്രദർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാഡ്ലിൻ ഇവിടെ നമ്മുടെ വെർണയോട് ആവശ്യപ്പെടാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. ഓ മാഡ്ലിൻ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നു? അത് നിന്റെ ക്യാരക്ടറിന് ചേരുന്നതല്ലോ. ഇതെല്ലാം അവസാനിപ്പിക്കേണ്ട രീതിയിലല്ലേ അവസാനിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പറ്റില്ലല്ലോ. പണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചത്, പണ്ടത്തെ ആ ഒരു ഡീല് നീ ഇപ്പോഴും മറന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നോ നോ നോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമുക്കൊരു പുതിയ ഡീൽ ഉണ്ടാക്കണം. ഇത് ഇങ്ങനെ അവസാനിക്കാൻ പാടില്ല. നീ എന്നെ കൂടെ കേൾക്കണം, എൻ്റെ ടേംസ് അനുസരിച്ച് പുതിയ ഡീൽ ഉണ്ടാക്കണം എന്ന് മാഡ്ലിൻ പറഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ ക്ലിയോപാട്ര. എത്രയൊക്കെ തകർന്ന് തരിപ്പണമായിരുന്നാലും എല്ലാം അവസാനിക്കാൻ പോകാന്ന് പറഞ്ഞാലും അവസാന നിമിഷം വരെ ഈ ആറ്റിറ്റ്യൂഡ് വിടാതെയുള്ള സംസാരം ഉണ്ടല്ലോ. വെർണ, എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രൈസ് തരാൻ ഞാൻ തയ്യാറാണ്. എത്ര വേണം നിങ്ങൾക്ക്? എന്ത് തന്നാൽ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതൊക്കെ എൻഡ് ചെയ്യാൻ പറ്റും. വെർണ സമ്മതിക്കുന്ന ലക്ഷണമില്ല. ദേഷ്യം എന്ന മാഡ്ലിൻ ചാടി എണീറ്റ് വെർണയുടെ തല പിടിച്ചൊരൊറ്റ പിടിക്കൽ. ദാണ്ട് എല്ലാം ഇവൾ പ്രതീക്ഷിച്ചതിനേക്കാളും എളുപ്പമായിരുന്നല്ലോ. വെർണ ദേ താഴെ വീണ് കിടക്കുന്നു. എന്നാൽ വെർണയെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? ദേ പുള്ളിക്കാരി പിന്നെ നമ്മുടെ മാഡ്ലിൻ്റെ പുറകിൽ നിന്ന് വരുന്നു. ഓ ക്രൂവൽ മാഡലിൻ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. മാഡ്ലിൻ, നീ ആരായിരുന്നു എന്ന് എനിക്കറിയാം. നീ ഇപ്പോൾ ആരാണെന്നും ഇനി നീ എങ്ങനെയായി മാറുമെന്നും എനിക്കറിയാം. നിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ എനിക്കറിയാം. അതൊക്കെ കാണുമ്പോൾ, അതൊക്കെ തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു മാഡ്ലിൻ. ഇതെല്ലാം കേട്ടതോടെ മാഡ്ലിൻ ശരിക്കും വേർത്തു തുടങ്ങി. പുള്ളിക്കാരി ആദ്യമായി ഒരാളോട് സോറി പറയുന്നു. ഇതേസമയം നമ്മുടെ കുട്ടി ലെനോർ മൊറേലിനെ കിടന്നിരിക്കുന്ന ആ ഒരു റൂമിന്റെ ഡോർ ഒരു വിധത്തിൽ അടിച്ചു തുറന്ന് അകത്തിയെന്ന് അവളുടെ അമ്മയെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഈ അവസ്ഥയിലുള്ള മൊറേലിന്റെ പല്ല് പോലും ഫ്രെഡറിക്ക് പിഴുതെടുത്ത അവസ്ഥ. അറ്റ് ദ സെയിം ടൈം ജൂണോ നമ്മുടെ റോഡ്രിക്കിന്റെ അടുത്ത് നിന്ന് ഇത്ര നാൾ അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിഗ്ഡോണിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അത് പതിയെ കുറച്ചില്ലെങ്കിൽ അവളുടെ ജീവൻ ആപത്താകുമെന്ന് പറയാണ്.
പറയുകയാണ്. ഇവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടൂ. പുള്ളിയാവട്ടെ നീ കരുതുന്ന പോലെ ഒന്നുമില്ല, എവിടെയെങ്കിലും ഇരിക്കുന്നവന്മാർ ഇതിനെ പറ്റി ഒന്നും അറിയാത്തവന്മാർ എന്തെങ്കിലും പറയുന്നത് കരുതി നീ അതൊക്കെ വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് വരാവോ? നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അതേ അളവിൽ തന്നെ യൂസ് ചെയ്തോ. ഇവരൊക്കെ പറയുന്ന പോലെ ഇത് അഡിക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിന്റെ കൈയും കാലും ഒന്ന് വിറച്ചെന്നിരിക്കും, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞെന്നിരിക്കും, ഛർദ്ദിക്കാം, തലവേദന, വയറുവേദന, ചുമ, ഹേർട്ട് ബീറ്റ് കൂടുക, ശരീരം ആസകലം കൊളുത്തി പിടിക്കുന്ന പോലെ, മെൻ്റലി ഒരുമാതിരി ബാലൻസ് ഇല്ലാത്ത പോലെ, ഒരുമാതിരി ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്ന പോലെ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നിരിക്കാം. ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ നീ മരിച്ചു പോകത്തൊന്നുമില്ല. ഇതിലും വേദ സിമ്പിളായിട്ട് ഇവർ തട്ടിപ്പോകുന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ കേട്ട ജൂണാവട്ടെ താനൊരു മൃഗമാണ്, തന്നെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു. ജൂണോ, നിനക്കന്ന് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം നീ ചത്തു പോകേണ്ടതായിരുന്നു. അവിടുന്ന് നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ലീഡോണാണ്. എൻ്റെ ക്രിയേഷൻ നിന്റെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നിന്നെ ഇങ്ങനെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിച്ചു. നിന്റെ ശരീരത്ത് കൂടുതലും ആ ലീഡോൺ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? ചുരുക്കി പറഞ്ഞാൽ ജൂണോയെ വെറുതെ അങ്ങനെ വിട്ട് കളയുന്നത് നന്നായിരുന്നില്ല. ഇവളെ കൂടെ നിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നിങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് കൂടെ നിർത്തി, അത്ര തന്നെ. ഇപ്പം നമ്മുടെ ലെനോറിന് അവളുടെ അമ്മയെ അവളുടെ അച്ഛൻ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതൊക്കെ കണ്ട് സഹിക്കാനാവാതെ കൊച്ചി കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചു. അവരുടെ വീട്ടിലേക്ക് പോലീസൊക്കെ വരുന്നതും കാണാം. ഇതേസമയം ഫ്രെഡറിക് എവിടെയാണെന്നോ ഫോർച്യൂണറ്റോ കമ്പനിയുടെ തകർന്ന് നടക്കുന്ന ഫാക്ടറീസ് ഒക്കെ, അന്ന് പ്രോസ്പെറോ യൂസ് ചെയ്ത ഫാക്ടറീസ് ഉൾപ്പെടെയുള്ള ഫാക്ടറീസ് ഒക്കെ നശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അതെല്ലാം ഇടിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കാരൻ അതിനകത്തുനിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി പോകുന്നുണ്ട്. പുറത്തേക്കുന്ന വർക്കേഴ്സിൽ നിന്നും ഒരു വയർലെസ് സെറ്റ് വാങ്ങി ഇവർ ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം ഇടിച്ച് നശിപ്പിക്കാവൂ എന്നും പറഞ്ഞു. ഫാക്ടറിക്ക് ഉള്ളിൽ ചെന്നോ മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മുടെ പ്രോസ്പെറോടുള്ള വാശി തീർക്കാൻ വേണ്ടി, പ്രോസ്പെറോട് ഇവനുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ നിന്ന് മൂത്രമൊഴിച്ച് വെക്കാൻ വേണ്ടിയാണ്. ഫ്രെഡറിക് ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ പുള്ളിയുടെ സ്വഭാവത്തിലല്ലെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം മുമ്പൊരിക്കൽ ഇവൻ ലിയോയുടെ അടുത്തുനിന്ന്, അതായത് നെപ്പോളിയൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് പൊടി ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ സാധനം തന്നെയാണ് മൊറേലിൻ്റെ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നാലും വലിയ കാര്യത്തിൽ ഫാക്ടറിക്കകത്ത് കയറി പ്രോസ്പെറോടുള്ള വാശിക്ക് അവിടെ അങ്ങനെ പിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫ്രെഡറിക്കിൻ്റെ ശരീരത്തിൻ്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് പുള്ളി താഴെ വീണ് പോകുന്നു. കാരണം പുള്ളിക്കാരൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ പൊടി അമിതമായി പോയി, ഓവർഡോസായി. ഈ പണി ഒപ്പിച്ചതും വെർണ തന്നെയാണ്. ഇങ്ങനെ വീണ് കിടക്കുന്ന ഫ്രെഡറിക്കിൻ്റെ അടുത്ത് വരുന്ന വെർണ, എന്തുവാടെ ഇത്, ഈ സാധനമൊക്കെ അകത്താക്കി സിബ് ക്ലോസ് ചെയ്യാൻ അറിയത്തില്ല നിനക്ക്, ഇതൊരുമാതിരി എന്നെ കളിയാക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ദെൻ ഇവൻ്റെ ഉണ്ടായിരുന്ന ഒരു വയർലെസ് സെറ്റ് എടുത്ത് ഇവൻ്റെ ശബ്ദത്തിൽ പുറത്തുള്ള വർക്കേഴ്സിനോട് ഇനി ഒന്നും നോക്കണ്ട, എല്ലാം ഇടിച്ച് നശിപ്പിച്ചേക്കാൻ പറഞ്ഞു. വർക്കേഴ്സ് ഫാക്ടറി ഇടിച്ച് നശിപ്പിക്കുന്നു. അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീഴുന്ന ഒരു ഭാഗം ഒരു പെൻഡുലം പോലെ ഇങ്ങനെ ആടി കറക്റ്റ് നമ്മുടെ ഫ്രെഡറിക്കിൻ്റെ അരയുടെ അവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത്, അതും ഒറ്റയടിക്കങ്ങ് മുറിച്ച് കളയുന്നില്ല, കുറേശ്ശെയായി അങ്ങനെ ഓരോ സ്വിങ്ങിനും കട്ട് ചെയ്ത് പതിയെ ഇഞ്ചിഞ്ചായിട്ട് അവനെ കൊല്ലുവാണ്. അങ്ങനെ ഫ്രെഡി മരിച്ചു. വാർത്ത അറിഞ്ഞ മാഡ്ലിൻ ഇക്കാര്യം റോഡ്രിക്കിൻ്റെ അടുത്ത് എന്ന് പറയുന്നു. ഈ സമയം റോഡ്രിക്ക് കമ്പനിയുടെ ബേസ്മെന്റിലുള്ള ഒരു വാളിൽ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ മാഡ്ലിൻ ഇപ്പോൾ വ്യക്തതയുണ്ട്. റോഡ്രിക്കും താനും ഒക്കെ അധികം വൈകാതെ മരണപ്പെടുമെന്ന് അവൾക്കറിയാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാഡ്ലിൻ ഒരു പ്ലാനുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്യുന്നത്. വെർണ വന്ന് റോഡ്രിക്കിനെയും മാഡ്ലിനെയും കൊല്ലാൻ വേണ്ടി കാത്തിരിക്കേണ്ട, പകരം എന്തായാലും മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റോഡ്രിക്ക് അവരുടെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മാഡ്ലിനെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഇതാണ് പുള്ളിക്കാരിയുടെ പ്ലാൻ. സോ ഇദ്ദേഹത്തോട് അളവിൽ കൂടുതൽ മെഡിസിൻ യൂസ് ചെയ്ത് ഇവരുടെ കമ്പനിയുടെ തന്നെ മെഡിസിൻ യൂസ് ചെയ്ത് ആത്മഹത്യ ചെയ്തേക്കാൻ പറഞ്ഞു. റോഡ്രിക്, നീ ഒരു ഹീറോ ആണ്, ഇപ്പം നീ ശരിക്കും ഒരു ഹീറോ ആവേണ്ട സമയമായി, ഡു ഇറ്റ്, എനിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ നിർബന്ധിച്ചെന്നല്ല, കൺവിൻസ് ചെയ്തു. ഇദ്ദേഹം ഒരു രാജാവാണ്, ഇദ്ദേഹം ഒരു ലെജൻഡാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കൺവിൻസ് ചെയ്ത് ആ ഗുളിക മൊത്തം കഴിപ്പിച്ചു. ഇത്രയൊക്കെ ഒറ്റയടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരാളായാലും തട്ടിപ്പോവും. റോഡ്രിക്കിൻ്റെയും വിധി മറ്റൊന്നായിരുന്നില്ല. പുള്ളിക്കാരനും പതിയെ മരണപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചതോടെ വെർണയുടെ പ്ലാൻ തെറ്റി. വെർണ പ്ലാൻ ചെയ്ത പ്രകാരം, അല്ലെങ്കിൽ അവളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ അവൾ കണ്ട ഫ്യൂച്ചർ പ്രകാരം ഏറ്റവും അവസാനമായിരിക്കാൻ നമ്മുടെ റോഡ്രിക്ക് മരണപ്പെടേണ്ടത്. ആ ഒരു ഫ്യൂച്ചർ തെറ്റിയതോടെ ഈ ശാപത്തിൽ നിന്ന് ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് മാഡ്ലിൻ വിചാരിച്ചത്. മാഡ്ലിൻ ചിന്തിച്ചതും ഇപ്പോൾ ചെയ്തതും ഒക്കെ കറക്റ്റ് കാര്യമാണ്. പക്ഷേ ഇവിടെ റോഡ്രിക്കിനെ മരിക്കാൻ വെർണ അനുവദിക്കുന്നില്ല. വെർണ റോഡ്രിക്കിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം വിഴുങ്ങിയ ഗുളിക മുഴുവൻ ഛർദ്ദിപ്പിച്ച് വീണ്ടും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ നിന്നെ ഞാൻ മരിക്കാൻ വിടില്ല, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ പ്ലാനിനനുസരിച്ച് നീ ചത്താൽ മതി എന്ന്. അല്ല, ഇത്രയൊക്കെ ക്രൂരമായി വെർണ ഇവരിങ്ങനെ ഹോണ്ട് ചെയ്ത് ഈ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ മാത്രം എന്ത് തെറ്റാണ് മാഡ്ലിനും റോഡ്രിക്കും ചെയ്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവർ എന്ത് തെറ്റ് ചെയ്തു? ആരെങ്കിലും ഇവർ കൊന്നോ, അല്ലെങ്കിൽ അതിലും മോശമായിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്താണ് 1979 സംഭവിച്ചത്? കൊന്നു. തീർച്ചയായും ഇവർ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 84,000 ആളുകളാണ് US മാത്രം ഇവരുടെ മെഡിസിൻ യൂസ് ചെയ്ത് കൊല്ലപ്പെട്ടത്. അതൊക്കെ ഇങ്ങനെ പ്രസന്റിൽ സംഭവിച്ച കാര്യങ്ങളല്ലേ, റീസെന്റ് സംഭവിച്ച കാര്യങ്ങളല്ലേ. ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1979 അല്ലെങ്കിൽ 1980 ഫസ്റ്റ് ഡേയിൽ, അന്നത്തെ ആ ഒരു ന്യൂ ഇയർ ദിവസം വെർണ ഇവരെ മീറ്റ് ചെയ്തതാണ്. വെർണയ്ക്ക് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ കാണാനുള്ള കഴിവുള്ള സ്ഥിതിക്ക് അന്ന് തന്നെ വേണമെങ്കിൽ റോഡ്രിക്കിനെയും മാഡ്ലിനെയും തടഞ്ഞു നിർത്തായിരുന്നു. ഇവരുടെ മെഡിസിൻ യൂസ് ചെയ്ത് ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെടത്തില്ലായിരുന്നു. എന്നാൽ അന്ന് അതിന് ശ്രമിക്കാത്ത വെർണ ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവരുമായിട്ടൊരു കരാർ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു? അതാണ് പ്രധാന ചോദ്യം. എന്തുകൊണ്ടോ അന്ന് പറഞ്ഞ ഒരു കരാറുണ്ടാക്കി ഇവരെ ഇത്രത്തോളം ആളുകളെ കൊല്ലുന്നതിലേക്ക് ലീഡ് ചെയ്തു. എന്നിട്ടിപ്പോൾ അവസാനം ഇവർ ചെയ്തതിനൊക്കെ കണക്ക് ചോദിക്കാൻ വന്നേക്കുക. സത്യം പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെയൊക്കെ ലോജിക്ക് കേൾക്കുമ്പോൾ ചിരിച്ചിരിച്ച് പണ്ടാറടങ്ങും. മറ്റൊരു സംഭവം ഉണ്ടല്ലോ, നിന്നെ ജനിപ്പിച്ചത് ഞാൻ, നീ ഈ വഴിയൊക്കെ സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചത്, നീ എന്തൊക്കെ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചതെല്ലാം ഞാൻ എന്ന് കരുതി നീ പാവം ചെയ്യുമോ? പാവം ചെയ്താൽ നിന്നെ ഞാൻ നരകത്തിലിട്ട് പൊരിക്കൂലേ? ഇതേ ലോജിക്കാണ് ഇവിടെ വർണ്ണിക്കും. ലിറ്ററലി എല്ലാം തീരുമാനിച്ചത് പുള്ളിക്കാരി. ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ തീരുമാനിച്ചത് പുള്ളിക്കാരി. ഇവരുമായിട്ടൊരു കരാർ വരെ ഉണ്ടാക്കിയിട്ട് ഒടുക്കും ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരുടെ മാത്രം
കുടുംബം തലയിൽ കെട്ടിവെച്ച് ഈ കുടുംബത്തെ മൊത്തം പൂർണ്ണമായി നശിപ്പിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ്രിക്കിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് മാത്രമല്ല ബേസ്മെന്റിലുള്ള വോളിൽ നിന്ന് ഇദ്ദേഹത്തിന് മണിയടിക്കുന്ന ശബ്ദം, ബെൽസിന്റെ ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം ഇതുവരെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒരുപക്ഷെ ഈ മണിയടിയായിരിക്കും വെർണ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള റീസൺ, ഇവരുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടാക്കാനുള്ള റീസൺ. ഭയപ്പെടേണ്ട, നേരത്തെ നമ്മൾ കണ്ട അതേ ക്ലൗൺ തന്നെ. ഈ ക്ലൗണ് ഇവിടുത്തെ ഈ വോള്, മണിയടി ഇതെല്ലാം കൂടെ എങ്ങനെയോ കണക്ട് ആവുന്നു. ഇപ്പോൾ ഫ്രെഡറിക്കിന്റെ വീട്ടിൽ പോലീസ് വന്നു ലെനോറിന്റെ മൊഴിയെടുത്തു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്റെ അച്ഛൻ തന്റെ അമ്മയെ വല്ലാതെ ഹറാസ് ചെയ്യുമായിരുന്നു. അവരിൽ മയക്കുമരുന്നുകളൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കൊച്ചു മൊഴി കൊടുത്തത്. ഇതിനിടെ ആർത്തർ പിം ഇടപെട്ട് ആ ഒരു മൊഴിയൊക്കെ മാറ്റി കമ്പനിക്കും ഫാമിലിക്കും കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ മറ്റൊരു തരത്തിലാക്കുന്നുണ്ട്. എന്നാൽ ആർത്തർ പറയുന്നത് കേൾക്കാൻ ലെനോർ തയ്യാറായില്ല. അവൾ അവളുടെ മൊഴിയിൽ ഉറച്ചു നിന്നു. അത്ഭുതമില്ല, ലെനോർ അങ്ങനെയാണ്. ഇവരുടെ ഒന്നും കൂട്ട് അത്ര ബാഡ് അല്ല കൊച്ച്. കട്ട് ചെയ്താൽ പണ്ട് 1979 ഡിസംബർ 31 1980 വരവേൽക്കാൻ എല്ലാവരും തയ്യാറായി അതിന്റെ പാർട്ടി ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പാർട്ടിയിലേക്ക് ചെല്ലുന്ന നമ്മുടെ റോഡ്രിക്കിന്റെയും മാഡ്ലിന്റെയും അടുത്ത് ഇവർ പലപ്പോഴായി വിഷൻസിലൂടെ കണ്ടിട്ടുള്ള ആ ഒരു ക്ലൗൺ രൂപം വരുന്നു. മുഖംമൂടി മാറ്റുമ്പോഴാണ് നമുക്ക് ആളെ മനസ്സിലാവുന്നത്. ആക്ച്വലി അത് ഈ കമ്പനിയുടെ CEO ആണ്, റൂഫസ് ഗ്രിസ്വോൾഡ്. ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം റോഡ്രിക്കും മാഡ്ലിനും ഇത്രയൊക്കെ ഗെയിം കളിച്ച് ഫൈനലി കമ്പനിയെ രക്ഷപ്പെടുത്തിയല്ലോ. ആ പാർട്ടിയിൽ വെച്ച് റോഡ്രിക്കിനെ ഫ്യൂച്ചർ ഓഫ് ഫോർച്യുനാറ്റോ എന്ന് റൂഫസ് ഗ്രിസ്വോൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ റോഡ്രിക്കിന് പ്രൊമോഷൻ കിട്ടുന്നു. കമ്പനിയിലെ ഒരു അഭിവാജ്യ ഘടകമായി അവൻ മാറുകയാണ്. അതിവിദഗ്ധമായ മാഡ്ലിൻ റൂഫസിന് കുടിക്കാനുള്ള ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ചേർക്കുന്നുണ്ട്. അയാളെ മയക്കി കമ്പനിയുടെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്ന് 2 കൈയിലും വിലം കിട്ടി അവിടെ കെട്ടിയിടുവാണ്. പുള്ളി കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഒരു ചെറിയ ഇടുക്കിൽ അങ്ങേരെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് റോഡ്രിക്കും മാഡ്ലിനും കൂടെ ഇയാൾ കിടക്കുന്ന അവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇസ്റ്റിക് യൂസ് ചെയ്ത് കെട്ടി മറക്കുന്നതാണ്. ഇങ്ങനെ റൂഫസ് ഗ്രിസ്വോൾഡിനെ കൊന്നുകളഞ്ഞ് കമ്പനിയുടെ മുഴുവൻ അധികാരവും പിടിച്ചെടുക്കാമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. റൂഫസ് ഒന്നും അറിയാതെ പോലീസിനടുത്ത് ഇവർ പ്രോപ്പറായി മൊഴി കൊടുക്കാതിരുന്നപ്പോൾ ഇവരെ വിശ്വസിച്ച് നമ്മുടെ റോഡ്രിക്കിനെ പറ്റിയും അവൻ കണ്ടുപിടിച്ച ആ ഒരു മെഡിസിനെ പറ്റിയൊക്കെയുള്ള സത്യങ്ങൾ കമ്പനി ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്ത്, ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ റോഡ്രിക്കിന് കാര്യങ്ങൾ എളുപ്പമാണല്ലോ. ഈ വോൾ ഇവിടെ കെട്ടി തീരുന്നതോടെ റൂഫസ് ഗ്രിസ്വോൾഡിന് പിന്നെ ഒരിക്കലും അതിനകത്തൊന്ന് പുറത്തു വരാൻ സാധിക്കത്തില്ല. അയാൾ അവിടെ കിടന്ന് മരണപ്പെടും. അന്ന് ആ ക്ലൗൺ രൂപത്തിൽ മരണപ്പെട്ട റൂഫസ് ഗ്രിസ്വോൾഡാണ് പലപ്പോഴായി നമ്മുടെ റോഡ്രിക്കിന്റെ മുന്നിൽ വന്നു പോയിട്ടുള്ളത്. ഇങ്ങനെ റൂഫസിനെ ഇവിടെ ട്രാപ്പിലാക്കി കഴിഞ്ഞാൽ ഇവർ നേരെ നമ്മുടെ വെർണയുടെ പബ്ബിലേക്ക് ചെല്ലുന്നത്. അന്ന് റൂഫസ് ധരിച്ചിരുന്ന ആ ഒരു വേഷത്തിൽ ക്ലൗൺ രൂപത്തിലുണ്ടായിരുന്ന ബെൽസ് ഇങ്ങനെ റിങ് ചെയ്യുന്ന ശബ്ദം പലപ്പോഴായി നമ്മുടെ റോഡ്രിക്കും മാഡ്ലിനും കേട്ടിട്ടുണ്ട്. ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഏറ്റവും അധികം അവരെ ഹോണ്ട് ചെയ്ത ആ ഒരു ബെൽ ശബ്ദമാണെന്ന് പറയേണ്ടി വരും. അന്ന് ഇവർ വെർണയോട് സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ വെർണ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് അങ്ങ് ചോദിച്ചു. നിങ്ങൾ റൂഫസ് ഗ്രിസ്വോൾഡിനെ കൊന്നിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാം എനിക്കറിയാം. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി തന്നെ ഞാനും കാത്തിരുന്നേ. നിങ്ങൾ ഞാൻ പോലീസിൽ പിടിപ്പിക്കുന്നുമില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു അടിപൊളി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അധികം വൈകാതെ നീ ഫോർച്യുനാറ്റോ കമ്പനിയുടെ CEO ആവും. നീ ഉദ്ദേശിക്കുന്ന ഉയർച്ചയിലൊക്കെ നിനക്ക് എത്താൻ പറ്റും. ആൻഡ് യു മാഡ്ലിൻ, നീ ആഗ്രഹിച്ച പോലെ നല്ല അടിപൊളി ജീവിതം നിനക്ക് കിട്ടും. ആർക്കും മുന്നിൽ കീഴടങ്ങാത്ത ഒരു ക്വീൻ ആയിട്ട് നിനക്ക് ജീവിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. എന്തൊക്കെ ക്രൈം ചെയ്താലും ഈസി ആയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈമിനും സ്പേസിനും പുറത്തായിരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അത് അതുപോലെ റിയൽ ലൈഫിൽ നടപ്പിലാവും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാനുമായിട്ട് നിങ്ങളൊരു ഡീൽ സൈൻ ചെയ്യണം. കാര്യം വളരെ സിമ്പിളാണ് റോഡ്രിക്ക്. അഷർ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. റോഡ്രിക്ക്, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ, നിന്റെ ജനറേഷൻ, നിന്റെ ബ്ലഡ് ലൈൻ എല്ലാം തീർത്തും ഇല്ലാണ്ടായിരിക്കും. നിന്റെ ഭാവി തലമുറയുടെ നാശം നിനക്ക് കാണാനാവും. നിന്റെ കൺമുന്നിൽ അതെല്ലാം സംഭവിക്കും. ആലോചിച്ച് നോക്ക്, ഇതല്ലേ നല്ല ഡീൽ? അല്ലാത്ത പക്ഷം നിനക്കിപ്പോൾ ഉള്ള 2 മക്കൾ ഒരുപാട് കാലം ജീവിച്ചെന്നിരിക്കും. പക്ഷേ ഓരോ മൊമെന്റും അവർ സ്ട്രഗിൾ ചെയ്യും. ഞാൻ പറഞ്ഞ ഡീൽ എടുത്താൽ നിന്റെ മക്കൾ ജീവിക്കുന്നത് നല്ല ലക്ഷൂറിയസ് ലൈഫായിരിക്കും. ഒന്നിനും അവർക്ക് കുറവുണ്ടാകത്തില്ല. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ജീവിതം. നിങ്ങൾ രണ്ടുപേരെയും പോലെ നല്ല അടിപൊളിയായിട്ട് അവരും ജീവിക്കും. എന്ത് പറയുന്നു? ഇതല്ലേ നല്ല ഡീൽ? റോഡ്രിക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾസിലൂടെ പാസ് ചെയ്ത് അങ്ങനെ ഒരു നരകിച്ച് ജീവിക്കുന്നതിലും എന്തുകൊണ്ട് നല്ലത്? ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഒന്നിനും കുറവില്ലാതെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകുക എന്നുള്ളതല്ലേ. അങ്ങനെ ഇവർ ഇരുവരും വെർണയുമായി ഡീലുണ്ടാക്കി. ഇവിടെ നിന്നുമാണ് അഷർ കുടുംബത്തിന്റെ ഉയർച്ചയും തളർച്ചയും എന്ന് പറയാം. എല്ലാം നേടി തുടങ്ങുന്ന ഈ മൊമെന്റിൽ തന്നെ റോഡ്രിക്കിനെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ എല്ലാം അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് അവർക്ക് അറിയായിരുന്നു. പക്ഷേ പണം, സ്വത്ത്, സ്വാധീനം ഇതൊക്കെ നിറഞ്ഞ ആ ഒരു ലൈഫിലേക്കായപ്പോൾ വെർണ എന്നൊരാളെ ഇവർ മറന്നുപോയി. വെർണ പറഞ്ഞു ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അന്ന് തങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടതാണെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഫൈനലി കറങ്ങി തിരിഞ്ഞ് ഇവരുടെ കാലചക്രം അവസാനിക്കാറായി. ഇനി നമ്മുടെ റോഡ്രിക്കിന്റെ ബ്ലഡ് ലൈനിൽ ബാക്കിയുള്ളത് ഒരേ ഒരാളാണ്, നമ്മുടെ ലെനോർ. റോഡ്രിക്കിന്റെ മൂത്ത മകന്റെ മകളല്ലേ അവള്. വെർണയുടെ ഡീലിൽ ലെനോറും പെടും. അന്ന് ഡീലുണ്ടാക്കി കഴിഞ്ഞ് വെർണ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഡ്രിങ്ക് കണ്ടില്ലേ? ഇതേ ഡ്രിങ്കാണ് നമ്മുടെ റോഡ്രിക്ക് ഡൂപ്പിനോട് ഈ കഥകളൊക്കെ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തത്. ദെൻ അവിടെ കട്ടിയതാൽ നേരത്തെ നമ്മുടെ ആർത്തർ പിം വെർണയുടെ ആ ഒരു അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് ഇവരുടെ പഴയ വീട്ടിൽ ചെല്ലുന്ന ഒരു സീൻ കാണിച്ചിരുന്നല്ലോ. അവിടുന്ന് പുള്ളിക്കാരൻ വെർണയെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. വെർണ ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ പുള്ളി വെർണയെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി അവളെ ഒരു മാറ്റിനകത്ത് പൊതിഞ്ഞ് നമ്മുടെ റോഡ്രിക്കിന്റെ മാഡ്ലിന്റെയും അടുത്ത് അവളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഈ ട്രിക്കൊക്കെ മനുഷ്യരുടെ അടുത്തല്ലേ ഏക്കൂ. വെർണ ടൈമിനും സ്പേസിനും പുറത്ത് ജീവിക്കുന്ന ഒരു ബീയിങ്, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ആക്സസ് ഉള്ള ഒരു ബീയിങ്. സ്വാഭാവികമായിട്ടും ആർത്തറിന്റെ പ്ലാൻ ചീറ്റിപ്പോയി. ആർത്തർ വലിയ കാര്യത്തിൽ ആ മാറ്റിനകത്ത് പൊതിഞ്ഞ് കെട്ടിവെച്ച വെർണതേ ഇപ്പുറത്ത് നിൽക്കുന്നു. എന്താ ആർത്തർ ഞെട്ടിത്തിരിച്ചിരിക്കുന്നേ? വരൂ, നമുക്ക് സംസാരിക്കാം. ആർത്തർ, നിങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നിലും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്തത്, അതോ അഷർ കുടുംബത്തിന് വേണ്ടിയാണോ ചെയ്തത്? ഇതൊക്കെ പുറത്ത് വന്നാൽ എത്ര കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ അഷർ കുടുംബത്തിലെ കമീലില്ലേ, അവൾ കുടുംബത്തിലുള്ള എല്ലാവരെയും പറ്റിയും ഓരോരോ ഫയൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള A-Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫയൽ. നിങ്ങളെ പറ്റിയും അതുപോലത്തെ ഫയൽ അവൾ പ്രിപ്പയർ ചെയ്തിരുന്നു ആർത്തർ. അതങ്ങനെ പൊങ്ങി വന്നാൽ കുറഞ്ഞത് 20 വർഷം നിങ്ങൾ ജയിലിലാണ്. എന്താ അങ്ങനെ സംഭവിക്കണോ? അതല്ലെങ്കിൽ അഷർ കുടുംബം
കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു കഴിഞ്ഞും അതിന് മുകളിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് പറക്കണോ? ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? ആർത്തർ പിമൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പുള്ളി ഒരുമാതിരി സ്റ്റക്ക് ആയിരിക്കുവാണ്. അല്ല ആർത്തർ, നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്? ഐ മീൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് എന്തൊക്കെയുണ്ട്? ഒരുപാട് പണം, വീട്, സ്വത്ത്, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടതൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഭാര്യയില്ല, മക്കളില്ല, റിയൽ അസറ്റ്സ് ഒന്നും തന്നെ നിങ്ങൾക്കില്ല. ഉടനെ ആർത്തറും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫറിന് പകരമായി തരാനും എനിക്കൊന്നുമില്ല. സോ എൻ്റെ വിധി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ സ്വീകരിച്ചോളാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു. വെറണെങ്കിൽ ആ തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടുന്ന് മാറിപ്പോയി. നേരെ ചെല്ലുന്നത് നമ്മുടെ ലെനോറിൻ്റെ അടുത്തേക്കായിരുന്നു. ലെനോർ ഇപ്പോൾ റോഡ്രിക്കിൻ്റെ വീട്ടിലാണ്. അവിടെ അവളുടെ ബെഡ്റൂമിലെത്തി. ഇന്നത്തോടെ ലെനോർ മരണപ്പെടും, ഇന്ന് അവളുടെ അവസാനമാണെന്ന് അവളെ അറിയിച്ചു. റോഡ്രിക്കിൻ്റെ മറ്റു മക്കളെയൊക്കെ വെർണ ആസ്വദിച്ചാണ് കൊന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ വെർണയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ലെനോറിനെ പോലെ ഒരു പ്യൂർ ഹാർട്ടിനെ കൊല്ലാൻ അവൾക്ക് മനസ്സ് വരുന്നില്ലെന്നുള്ളതാണ്. എന്നാലും വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ആ ഒരു കോൺട്രാക്ട് കാരണം, ആ ഒരു ഡീല് കാരണം ഇങ്ങനെ സംഭവിച്ചേ പറ്റൂ. റോഡ്രിക്കും മാഡ്ലീനും ഇല്ലാതാവുന്നതിന് മുമ്പ്, അവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ലെനോർ കൊല്ലപ്പെട്ടേ പറ്റൂ. റോഡ്രിക്കിന്റെ മറ്റു മകളെ കൊന്ന പോലെ നരകിപ്പിച്ച് വേദന അനുഭവിപ്പിച്ച് അങ്ങനെയൊന്നും ലെനോറിനെ കൊല്ലാൻ ഇവൾക്ക് മനസ്സ് വന്നില്ല. ലെനോറിന്റെ ഉറക്കത്തിൽ ഒരു തരി പോലും വേദനയില്ലാതെ സിമ്പിളായിട്ടൊരു മരണം. അങ്ങനെ ലെനോറിനെ കൊല്ലാനാണ് വെർണയുടെ തീരുമാനം. ലെനോറിനെ ഇങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് ഇനി ഭാവിയിൽ മൊറേൽ എന്തൊക്കെ സംഭവിക്കുമെന്നും വെർണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് മൊറേൽ റിക്കവർ ആവും, ജനങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കും, ചാരിറ്റി ഫൗണ്ടേഷൻസ്, നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻസ് ഒക്കെ തുടങ്ങും. തന്റെ മകളായ ലെനോറിന്റെ പേരിൽ ലെനോർ ഫൗണ്ടേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി ആളുകളെ അതിലൂടെ അവൾ ഹെൽപ്പ് ചെയ്യും. ഇതുവരെ അഷർ കുടുംബം ചെയ്തതിനൊക്കെ ഒരു പരിധിവരെ അവളിലൂടെ അങ്ങനെയെങ്കിലും പ്രായച്ചിത്തമാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ലെനോർ മരിച്ചറിഞ്ഞ് വിഷമത്തിലായ റോഡ്രിക്കിന് പലതരത്തിലുള്ള വിഷൻസ് ഒക്കെ വെർണ കാണിച്ചു കൊടുക്കുന്നു. ഇന്ന് വരെ എന്തുമാത്രം ആളുകൾ ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. മഴ വീണ പോലെയാണ് കെട്ടുകണക്കിന് ആളുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. US-ലെ മാത്രം കണക്കെടുത്താൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഓരോ സ്റ്റേറ്റിൽ ഓരോരുത്തർ വെച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളും ഇയാളുടെ ലിഗഡോൺ എന്ന പ്രൊഡക്റ്റും കാരണം മില്യൺസ് ഓഫ് ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അഡിക്ഷൻ കാരണം പലർക്കും ആ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇനി നീ അഗസ്റ്റി ഡൂപ്പിനെ വിളിച്ചു വരുത്തി ഇതുവരെ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിനക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിന്റെ മക്കൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറഞ്ഞു. ഇങ്ങനെ വെർണ പറഞ്ഞ അനുസരിച്ചാണ് നമ്മുടെ റോഡ്രിക്ക് അഗസ്റ്റി ഡൂപ്പിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞത്. ഇനി മാഡ്ലിൻ എന്ത് സംഭവിച്ചു? ഇവരിന്ന് സംസാരിക്കുന്ന ഈ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് തുടർച്ചയായിട്ട് കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റോഡ്രിക്കാണ് മാഡ്ലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇരുവരും താഴെ ബേസ്മെന്റിൽ ചെന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇതുവരെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത്രയും നാൾ ചെയ്ത കാര്യത്തിലൊന്നും ഒരു തരി പോലും കുറ്റബോധമില്ലാതെയാണ് മാഡ്ലിൻ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മാക്സിമം കളിയാക്കി അവരുടെ വിധി അവർ തന്നെ വരുത്തി വെച്ചതാണ്, അവർ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് മൊമെന്റിലും സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ. എന്നാൽ ഡ്രിങ്ക്സ് കഴിച്ചത് മാഡ്ലിന്റെ ബോധം നഷ്ടപ്പെട്ടെന്നേ റോഡ്രിക്കിന്റെ പണിയാണ്. പുള്ളിക്കാരൻ അതിലും മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. ബോധം നഷ്ടപ്പെട്ട മാഡ്ലിനെ ക്വീൻ ട്യൂസററ്റിന്റെ കൂട്ടാക്കിയെന്ന് അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ആ സ്ഥാനത്ത് ഇദ്ദേഹികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ സഫയർ സ്റ്റോൺസ് ഇല്ലേ, ആ സ്റ്റോൺസ് വെച്ച് പിടിപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഇങ്ങേറെ കൂടുന്ന ഓരോ നിങ്ങളുടെ ചെവിയിൽ ഓതി ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇവിടം വരെ എത്തിച്ച ആളല്ലേ. ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും പുള്ളിക്കാർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ മാഡ്ലിന്റെ അവസ്ഥ. ജീവനോടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പകരം അവിടെ 2 സഫയർ കല്ലുകൾ വെച്ചിട്ടുള്ള അവസ്ഥയെ. മാഡ്ലിൻ ബേസ്മെന്റിൽ നിന്ന് തപ്പിത്തടഞ്ഞ് മുകളിലേക്ക് കയറി വന്നപ്പോഴേക്കും ഈ വീട് മുഴുവൻ ഇടിഞ്ഞു വീഴാൻ തുടങ്ങുവാണ്. റോഡ്രിക്ക് സംസാരിക്കുന്നത് കേട്ട് അങ്ങേറെ ശബ്ദം മനസ്സിലാക്കി മാഡ്ലിൻ അങ്ങേറെ അടുത്ത് അങ്ങേറെ കഴുത്തിന് പിടിച്ച് അങ്ങനെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. വീട് മൊത്തം ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് നമ്മുടെ അഗസ്റ്റി ഡൂപ്പിന് അവിടെ ഓടി പുറത്തിറങ്ങി. അങ്ങനെ അഗസ്റ്റി ഡൂപ്പിന്റെ കൺമുന്നിൽ വെച്ച് വീട് മൊത്തത്തിൽ ഇടിഞ്ഞു വീണ് നമ്മുടെ റോഡ്രിക്കും മാഡ്ലിനും അവിടെ മരണപ്പെടുകയാണ്. ഒടുക്കം വെർണയെയും ഡൂപ്പിനും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ്രിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. നമ്മുടെ അഗസ്റ്റി ഡൂപ്പിൻ കേസ് അന്വേഷണം എല്ലാം അവസാനിപ്പിച്ച് റിട്ടയർമെന്റ് ലൈഫിലേക്ക് കടന്നു. ആൻഡ് ജൂണോ അഷർ നിലവിൽ അഷർ കുടുംബത്തിൽ അവകാശി എന്ന് പറയാനായിട്ട് ഇവൾ മാത്രമേ ബാക്കിയുള്ളൂ. പുള്ളിക്കാരി ഫോർച്യൂനറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഫൗണ്ടേഷന് വേണ്ടി ഫണ്ടിങ് ചെയ്യാൻ തീരുമാനിച്ചു. പാവപ്പെട്ട ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ഇവരുടെ ആ മെഡിസിനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ അതിൽ അഡിക്റ്റ് ആയിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനൊക്കെ ആയിട്ടൊരു റീഹാബിലേഷൻ സെന്ററും അതിന്റെ ചിലവുകൾക്കൊക്കെ ആയിട്ടൊരു മേജർ ഫണ്ടും മാറ്റിവെച്ച് അങ്ങനെ പുള്ളിക്കാരി ആ ഒരു രീതിയിലൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇവൾക്കും ലിഗ്ഡോണിൽ നിന്ന് പതിയെ പുറത്തു വരാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ കമീൽ ആർത്തർ പിമിനെ പറ്റി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഫയൽ പോലീസിന് കിട്ടുന്നുണ്ട്. അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇത്തവണ ഒരു വാക്ക് പോലും തന്നെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം കോടതിയിൽ സംസാരിച്ചില്ല. എല്ലാ കുറ്റവും ഏറ്റെടുത്തു. ഇനിയിപ്പോൾ പുള്ളിയുടെ ജീവിതാവസാനം വരെ പുള്ളി ജയിലിലായിരിക്കും. അഗസ്റ്റി ഡൂപ്പിൻ റെക്കോർഡ് ചെയ്തിരുന്ന റോഡ്രിക്കിന്റെ കൺഫെഷനൊക്കെ പുള്ളിക്കാരൻ റോഡ്രിക്കിന്റെ കല്ലറയിൽ തന്നെ കൊണ്ടുവെക്കുന്നു. ഇനിയിപ്പോൾ ഈ കൺഫെഷൻ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ആൻഡ് ഫൈനലി നമ്മുടെ വെർണ ഇവരുടെയൊക്കെ കല്ലറയ്ക്കൽ വന്ന് ഇവരോരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിരുന്ന സാധനങ്ങൾ അവരുടെ കല്ലറയിൽ ഇങ്ങനെ വെക്കുന്നത് കാണിച്ചാണ് സീരീസ് അവസാനിക്കുന്നത്. എല്ലാവർക്കും സീരീസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ അത് ഭയങ്കര വലിയൊരു സപ്പോർട്ടായിരിക്കും. ആൻഡ് ഓവറോൾ സീരീസിനെ പറ്റിയും എക്സ്പ്ലനേഷനെ പറ്റിയൊക്കെ പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കില്ലല്ലോ.